ഇന്നത്തെ കാലം എൻ്റെ കാഴ്ചപ്പാടിൽ പറയുന്നത് ഓരോ വ്യക്തികളും ഓരോ കമ്പനികളാണ്. പണ്ടാണ് നമ്മളൊരു കമ്പനി എന്ന് പറയുന്നത് ഒരു അക്കൗണ്ടന്റ്, ഉം. ഒരു ഡിസൈനർ, ഉം. ഒരു ഡെവലപ്പർ, ഒരു മാർക്കറ്റിംഗ് സ്റ്റാഫ്, ഒരു കണ്ടന്റ് റൈറ്റർ അല്ലേ? അതെ. ഇത് ഇത്രയും ഇന്ന് ഒരാൾക്ക് ചെയ്തൂടെ? ചെയ്യാം. ചെയ്യാം. ChatGPT ഒരു ടൂൾസ് മതി. ഓക്കെ. മതി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയത്തെ കാലത്ത് വലിയ വലിയ കമ്പനീസ് എന്ന കൺസെപ്റ്റ് അവസാനിക്കാൻ പോവുകയാണ്. ഇപ്പൊ തന്നെ കേട്ടാണ് ഇപ്പൊ മൈക്രോസോഫ്റ്റ് എത്രയോ എംപ്ലോയീസിനെ പറഞ്ഞു വിട്ടത്. എന്നിട്ട് അവരുണ്ടാക്കിയത് $500 മില്യൺ പ്രോഫിറ്റ്. ഓക്കെ. അവര് AI ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ആൾക്കാരെ പറഞ്ഞു വിട്ടിട്ട് ലാഭിച്ചതാണ്. പക്ഷെ ഇവിടെ ആർക്കും ജോലി ഇല്ലാതാവുന്നില്ല. ജോലികൾ നഷ്ടപ്പെടുന്നത് നമ്മൾ ഈ കാണുന്ന പ്രകടമായി കാണുന്ന വൈറ്റ് കോളർ ജോബ്സ് നഷ്ടപ്പെടുന്നു. നമ്മൾ ഓരോരുത്തർക്കും ഓരോ കമ്പനികളെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ജോലിയുണ്ട്, കിട്ടും. എല്ലാവർക്കും ജോലിയുണ്ട് നെറ്റിൽ. അങ്ങനെയുള്ളവരാണ് ഇനി സർവൈവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പോ ഇന്നത്തെ കാലത്തേക്കുള്ള ആ പോക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മളൊരു സബ്ജക്റ്റിൽ എക്സ്പെർട്ട് ആയിരിക്കണം. ഓക്കെ. കാരണം ഒരു മീഡിയം ടീമിന് ആവശ്യമില്ല. ഒരു മിനിമൽ രീതിയിൽ ഒരു ഗ്രാഫിക് ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഇമേജിനെ കുറിച്ചോ ഒരു ക്രിയേറ്റീവിനെ കുറിച്ചോ ഒരു ധാരണ ഇല്ലാത്ത ആൾക്ക് പോലും ഒരു ജിമ്മിനെ കൊണ്ടോ അതിനെ കൊണ്ടോ ഒരു ഇമേജ് ഉണ്ടാക്കിക്കൂടെ? മിനിമം ക്വാളിറ്റി ഉണ്ടാവില്ല. ഇനി വേണ്ടത് എന്താ? ആ മിനിമം ക്വാളിറ്റിയിലുള്ളത് ഒരാളാവശ്യമില്ല, എക്സെപ്ഷണൽ ക്വാളിറ്റിയിൽ AI കൊണ്ട് ഉണ്ടാക്കിയാണ്. ഓക്കെ. അപ്പൊ അതിന് ഇവൻ അറിയണ്ടേ അത് കാര്യം. അപ്പൊ ഒന്നാമത്തെ കേസ് ഇവൻ സബ്ജക്ട് മാറ്റർ എക്സ്പെർട്ട് ആവും. ഓക്കെ. രണ്ട്, ഇവന്റെ സബ്ജക്റ്റിൽ AI ഇംപ്ലിമെന്റ് ചെയ്യാവുന്നിടത്തോളം ഇവനും ഇപ്പോൾ ജസ്റ്റ് ChatGPT അടുത്ത് പോയിട്ട് റൈറ്റ് ആൻ ആർട്ടിക്കൽ അബൌട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻ 2000 വേർഡ്സ് ഇങ്ങനെയൊന്നും ചെയ്യരുത്, തെറ്റാണ്. നമ്മളതിന് പകരം അതിന് വളരെയധികം ട്രെയിനിങ് കൊടുക്കണം. ആഴ്ചകൾ മാസങ്ങളോ നമ്മളൊരു കണ്ടന്റ് റൈറ്ററെ ട്രെയിൻ ചെയ്യുന്ന പോലെ അതിനെ ട്രെയിൻ ചെയ്യണം. അത് പേരിട്ട് വിളിക്കാം. ഇപ്പൊ ഓരോ ഇപ്പൊ എന്റെ കണ്ടന്റ് റൈറ്റർ അതിൻ്റെ ഒരു പേര് ബോബി എന്നാണ്, എന്റെ കൂട്ടുകാരുടെ പേരാണ്. അങ്ങനെ ഒരു ബോബി എന്നുള്ള പേരിട്ടിട്ട് ഞാൻ എന്റെ കണ്ടന്റ് റൈറ്റർ ട്രെയിൻ ചെയ്യും. ഹൈ ബോബി, അറിയ റെഡി എന്ന് വെച്ചാൽ ബോബി വരും. അതേപോലെ തന്നെ എനിക്ക് ക്രിയേറ്റീവ്സ് ഐഡിയാസ് വേണമെങ്കിൽ ഒരു ഇമേജസിനോ വീഡിയോസിനോ വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി വീക്കാണ് കാര്യത്തിലൊക്കെ. കളർ കോമ്പിനേഷൻ എടുത്ത് ഇതിൽ അത്ര ശ്രദ്ധ പതിപ്പിക്കാത്ത തരിക. അപ്പൊ ഇച്ചിരി എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് പറഞ്ഞു തരാൻ വേണ്ടി അതിനകത്ത് വേറെ ക്യാരക്ടർ ഉണ്ട്. നമ്മുടെ ഓരോ കൂട്ടുകാരുടെ പേരാണ് അതിനകത്തൊക്കെ. ഞാൻ ഈ പറഞ്ഞത് മനസ്സിലായില്ല, പല കമ്പനികളും ഇതിൽ നിന്നൊരു മോചനം ഞാൻ കാണുന്നില്ല. പല കമ്പനികളും ഇപ്പോഴും ഇത്ര കീവേഡിന് ഇത്ര രൂപ. അപ്പൊ ചില സമയത്ത് എനിക്ക് ചില എൻക്വയറീസ് വരുമ്പോൾ എത്ര കീവേഡാണ്. ശരിക്കും നമ്മൾ സെർച്ച് ആൻസർ നോക്കിയാൽ 1-2 കീവേഡിനാണോ റാങ്ക് ചെയ്യുന്നത്? ആയിരക്കണക്കിന് കീവേഡ്സിനല്ല സൈറ്റ് റാങ്ക് ചെയ്യുന്നത്. എന്തുകൊണ്ട് ഈ ടീമിന് ധൈര്യമായിട്ട് പറഞ്ഞൂടാ 1000 കീവേഡ്സ്? അപ്പൊ ഇതൊന്ന് ഗൂഗിളിലെ ആൾക്കാർക്ക് മറ്റുള്ളവരിൽ എങ്ങനെ എത്തിക്കും എന്നുള്ളതായി. അന്ന് ഈ വാക്കില്ല, SEO എന്നുള്ള വാക്കില്ല. അപ്പൊ എനിക്കിതൊന്ന് എത്തിക്കണം, ഗൂഗിളിൽ ടോപ്പിൽ എത്തിക്കണം. അപ്പൊ ഒരു യാഹൂ ഗ്രൂപ്പിലെ ഒരാളാണ് എനിക്ക് വേറൊരു ബെൻ ഷെഫർ എന്ന് പറഞ്ഞിട്ടൊരു അമേരിക്കൻ പ്രായമുള്ള വിഷയമാണ്, മരിച്ചുപോയി, നല്ല പ്രായമുള്ള ഒരു വിഷയമാണ്. പുള്ളിയുടെ ഇമെയിൽ അഡ്രസ്സ് ഞാനൊരു 100 ഇമെയിൽ അയച്ചാൽ അയാൾ റിപ്ലൈ ചെയ്യും. ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഇത്രേ ഉള്ളൂ, ഈ സൈറ്റിൽ എങ്ങനെയാണ് എനിക്കൊന്ന് ഗൂഗിളിൽ എത്തിക്കാൻ പറ്റുന്നത്? കുറെ മെയിൽ അയച്ചു വെറുപ്പിച്ച് അവസാനം അയാൾ ഒരു ദിവസം ഒരു ഇമെയിൽ അയച്ചു. പക്ഷെ ഒരു ലെങ്തി വീഡിയോ 30 മിനിറ്റുള്ള 40 മിനിറ്റുള്ള വീഡിയോ കാണാൻ അവന് ക്ഷമയില്ല. എന്തുകൊണ്ടാണ്? അവന് വേണ്ടത് കുറെ ഡാറ്റാസ് ഒരു സാധനം ഇതാണ്. ഇത് അങ്ങനെ ആ ഒരു യുഗത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പം ഇനി AI വരുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഇതിനെ ബാധിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ AI നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് പവറിനെ നല്ല ശതമാനം സ്വാധീനിക്കും. കാരണം ഇപ്പോൾ തന്നെ നമ്മൾ ഓരോ ഡിസിഷൻ എടുക്കാൻ AI-നെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ക്രിട്ടിക്കൽ തിങ്കിങ്ങും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിനും മാത്രമായിരിക്കും ഉണ്ടാവുക. ആ കഴിവുള്ളവർ നല്ല പൊസിഷനിലുണ്ടാവും. ബെസ്റ്റ് പ്രാക്ടീസസ്, ആ എൻജിൻസിന് വേണ്ടി ബെസ്റ്റ് പ്രാക്ടീസസ് ഒരു SEO പ്രൊഫഷണലിനെ കൊണ്ടോ ആരെങ്കിലും കൊണ്ടോ ചെയ്യിച്ചിട്ട് അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? ആ ആൾക്കാർ നമ്മുടെ സൈറ്റിലേക്ക് വരും. നമ്മുടെ സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സർവീസിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞു, നമ്മുടെ സർവീസ് അതിന് അല്ലെങ്കിൽ എൻക്വയറിയോ ലീഡോ നമുക്ക് കിട്ടുന്നു, ബിസിനസ് ആയി തീരുന്നു. അപ്പൊ ഇതിന്റെ വോളിയം നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വളരെ വലുതായിരിക്കും. ഒരു ദിവസം ഒരു മാർക്കറ്റ് എംപ്ലോയിയോ ഈ ഓഫ്ലൈൻ മാർക്കറ്റിംഗ് ഒന്നും തന്നെ ഇല്ലാതെ അവന് ദിവസം ചിലപ്പോൾ 100 കണക്കിനോ 1000 കണക്കിനോ എൻക്വയറീസ് ആയിരിക്കും ചിലപ്പോൾ വരുന്നത്. സൈറ്റ് വന്ന് നോക്കുമ്പോൾ ഈ സൈറ്റ് മോശമാണെങ്കിലും ആ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ഫെയിൽ ആവും. അപ്പൊ ആ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ സക്സസ് ആവണമെങ്കിലും ഇവിടെ വെബ്സൈറ്റ് സ്പീഡിൽ ലോഡ് ചെയ്യണം, വെബ്സൈറ്റിൽ പറയേണ്ട രീതിയിൽ കാര്യങ്ങൾ പറയണം. അതെപ്പോഴും ഒരു SEO ഒപ്റ്റിമൈസേഷൻ തന്നെയാണ്. കാരണം എന്താ പറയുക, മനുഷ്യന് വേണ്ടി മനുഷ്യന് ഇഷ്ടപ്പെടുന്ന കണ്ടന്റ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ സെർച്ച് എഞ്ചിൻസ് അവരുടെ അൽഗോരിതങ്ങളിൽ മാറ്റം വരുത്തിയിരിക്കുന്നത്. അൾട്ടിമേറ്റ്ലി നമ്മൾ സെർച്ച് എഞ്ചിൻസിന് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്യുക എന്നതിന്റെ അർത്ഥം തന്നെ മനുഷ്യർക്ക് വേണ്ടി നന്നായിട്ട് ഒപ്റ്റിമൈസ് ചെയ്യുന്നത്. ഈ വെബ്സൈറ്റ് ഒഴിവാക്കാനേ പറ്റില്ല, എനിക്ക് അത്രയും ഇതായിട്ടുള്ളത്. അങ്ങനെ ഒരു ബഡ്ജറ്റ് എല്ലാ വെബ്സൈറ്റുകൾക്ക് അലോക്കേറ്റ് ചെയ്തിട്ടാണ് ഇവന്റെ റിസോഴ്സിനെ മാനേജ് ചെയ്യുന്നത്. ഒപ്പം തന്നെ പുതിയ കണ്ടന്റുകൾ ഇതാക്കാനായിട്ട്. ഇതിനകത്ത് ഏറ്റവും നഷ്ടം വരുന്ന ക്രോളർ ഏതാണെന്ന് അറിയുന്നത്
ഇത് റിഫ്രഷിംഗ് റോളാണ്. സ്റ്റാർട്ടപ്പ് സ്റ്റുഡിയോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളോട് കൂടെ ഉള്ളത് മിസ്റ്റർ ശ്യാം KS. വെൽക്കം ടു സ്റ്റാർട്ടപ്പ് സ്റ്റുഡിയോ. ശ്യാം സാർ ഒരു SEO എഞ്ചിനീയറാണ്. ഒരുപാട് 25 വർഷത്തോളം SEO ഫീൽഡിൽ, ഇന്റർനെറ്റ് മാർക്കറ്റിംഗ് ഫീൽഡിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. നമുക്ക് പോഡ്കാസ്റ്റിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. വെൽക്കം ടു സ്റ്റാർട്ടപ്പ് സ്റ്റുഡിയോ. ശ്യാം സാർ എങ്ങനെ SEOയിൽ എത്തിപ്പെട്ടു? അത് ആക്സിഡൻ്റലായിരുന്നു, അത് പ്ലാൻഡ് SEO? പ്ലാൻഡ് ആയിരുന്നില്ല. ഓക്കെ. SEOയിൽ എത്തിപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്തത് BTech ആയിരുന്നു. ഓക്കെ. അപ്പോൾ BTech ചെയ്തപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇയർ ഒരു പ്രൊജക്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ പ്രൊജക്ട് അന്ന് ചെയ്തത് ഒരു പോർട്ടൽ ഉണ്ടാക്കുക എന്നുള്ളത്. ASPയിൽ ഒരു പോർട്ടൽ, വെബ് പോർട്ടൽ, നമ്മൾ ഈ ചാറ്റിങ് മറ്റേക്ക് ഉള്ളത്. അപ്പോൾ അന്ന് ആ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഒരു വെബ്സൈറ്റ് അങ്ങനെ ചെയ്തപ്പോൾ വെബ്സൈറ്റിനോട് ഒരു പർട്ടിക്കുലർ ഇൻട്രസ്റ്റ് വന്നു. HTML ഇരുന്നു വെറുതെ ഇരിക്കുമ്പോഴൊക്കെ HTML വെബ്സൈറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് ഒരു പാഷനായി. പിൽക്കാലത്ത് പല ഫീൽഡിലൂടെയും ഞാൻ കടന്നുപോയി. അവസാനം SAP എന്നുള്ള ഫീൽഡിൽ അബാപ് ടെക്നിക്കൽ കൺസൾട്ടന്റ്, അതായിരുന്നു എൻ്റെ ഒരു ഏരിയ. ബാംഗ്ലൂർ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അപ്പോഴും ഞാൻ ഈ വെബ്സൈറ്റുകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു SAPയിൽ അവിടെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയായിരുന്നു ഡോക്യുമെന്റേഷൻസിൽ. ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ അതിനുവേണ്ടി ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി. ഈ വെബ്സൈറ്റ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ആൾക്കാർക്ക് ഷെയർ ചെയ്തപ്പോൾ ഇത് നല്ലൊരു വെബ്സൈറ്റ് ആണെന്നുള്ള ഒരു തോന്നുന്നു. കൊള്ളാം, കുറെ യൂസ്ഫുൾ ആയിരുന്നു ആ സൈറ്റ്. അപ്പൊ ഇത് ഒന്ന് ഗൂഗിളിലെ ആൾക്കാർക്ക് മറ്റുള്ളവരിൽ എങ്ങനെ എത്തിക്കും എന്നുള്ളതായി. അന്ന് ഈ വാക്കില്ല, SEO എന്നുള്ള വാക്കില്ല. അപ്പൊ എനിക്കിതൊന്ന് എത്തിക്കണം, ഗൂഗിളിൽ ടോപ്പിൽ എത്തിക്കണം. അപ്പൊ ഒരു യാഹൂ ഗ്രൂപ്പിലെ ഒരാളാണ് എനിക്ക് വേറൊരു ബെൻ ഷെഫർ എന്ന് പറഞ്ഞിട്ടൊരു അമേരിക്കൻ പ്രായമുള്ള വിഷയം, മരിച്ചുപോയി, നല്ല പ്രായമുള്ള ഒരു വിഷയം. പുള്ളിയുടെ ഇമെയിൽ അഡ്രസ്സ് ഞാനൊരു 100 ഇമെയിൽ അയച്ചാൽ അയാൾ റിപ്ലൈ ചെയ്യും. ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഇത്രേ ഉള്ളൂ, ഈ സൈറ്റിന് എങ്ങനെയാണ് എനിക്കൊന്ന് ഗൂഗിളിൽ എത്തിക്കാൻ പറ്റുന്നത്. കുറെ മെയിൽ അയച്ചു വെറുപ്പിച്ച് അവസാനം അയാൾ ഒരു ദിവസം ഒരു ഇമെയിൽ അയച്ചു. അന്നാണ് നമ്മൾ ഈ പറയുന്ന ടൈറ്റില്, മെറ്റാ ടൈറ്റില്, മെറ്റാ ഡിസ്ക്രിപ്ഷൻ, മെറ്റാ കീവേഡ്സ്. ഇത് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന അപ്പോഴാണ്. ഇങ്ങനെ 3 സാധനമുണ്ട്. ഞാനൊരു കോഡ് അയച്ചാൽ ഈ കോഡ് നിങ്ങളുടെ സൈറ്റിൽ ഇട്ടിട്ട് നിങ്ങളുടെ കീവേഡ് എന്താണെന്ന് വെച്ചാൽ അവിടെ കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ അയാളുടേതാണ് ഈ കീവേഡൊക്കെ ആദ്യമായിട്ട് ചെയ്യുന്നത്. യൂട്യൂബില്ല, ഒന്നുമില്ല, നമുക്ക് വായിച്ചു പഠിക്കാൻ റിസോഴ്സസ് ഒന്നും. ഇപ്പൊ നേരെ ചെയ്യുന്നു. കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ഈ സൈറ്റ് ടോപ്പായി. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു പിടുത്തുണ്ട്. ഈ സൈറ്റിലേക്ക് ഇഷ്ടംപോലെ ആൾക്കാർ വരാൻ തുടങ്ങിയപ്പോ അടുത്ത ചിന്ത, ഇതിൽ നിന്ന് ഇങ്ങനെ വരുമാനം ഉണ്ടാക്കാം. അങ്ങനെയാണ് ഗൂഗിൾ ആഡ്സെൻസ് ആ സമയത്ത് ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പോൾ ആഡ്സെൻസ് അക്കൗണ്ട് എടുത്തു. ഞാൻ നോക്കിയപ്പോൾ നമുക്ക് കിട്ടുന്ന അവിടെ നിന്ന് ആ സമയത്ത് ബാംഗ്ലൂരിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിനെക്കാളും വളരെ നല്ലൊരു വരുമാനം ഇത് എനിക്ക് തരാൻ വെബ്സൈറ്റിൽ. ആദ്യത്തെ മാസം അങ്ങനെ ഒന്നും എനിക്കൊന്ന് ഉറപ്പെടുത്തണമല്ലോ, ഇത് തട്ടിപ്പാണോ വെട്ടിപ്പാണോ നമുക്കൊന്നും അറിയില്ല. 2ാമത്തെ മാസത്തിൽ നല്ലൊരു റവന്യൂ. പിന്നെ ഒന്നും അറിയത്തില്ല. ബാംഗ്ലൂർ വിടുന്നു, നാട്ടിൽ വരുന്നു. അപ്പോ ബ്രെയിൻ സൈബർ സൊല്യൂഷൻസ് എന്നുള്ള കമ്പനി സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ വെബ് ഡെവലപ്മെന്റ് എല്ലാവർക്കും വെബ്സൈറ്റ് ഉണ്ടാക്കി കൊടുക്കുക, എല്ലാവരും വെബ്സൈറ്റ് ഇങ്ങനെയൊക്കെ ആക്കാം, എന്നിട്ട് അതിലൂടെ അവർക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കാം. ഇതൊക്കെയായിരുന്നു പ്ലാൻ. ഇന്ന് SEO എന്നുള്ളതൊന്നും അപ്പോഴും ഇല്ല കേട്ടോ. അപ്പോഴും നമ്മുടെ കൂട്ടുകാരിൽ പല ആൾക്കാരും എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേശീയരാജ്യങ്ങളിലുള്ള പല ഫ്രണ്ട്സും നമുക്ക് ഇങ്ങനെ ഒരാളുണ്ട്, അയാളെ സംബന്ധിച്ച് അയാൾ ഗൂഗിളിൽ ടോപ്പിലാക്കി തരുമെന്ന് പറയും. SEO എന്നുള്ള വാക്കില്ല. അങ്ങനെ നമ്മളുടെ അടുത്ത് തോന്നും എനിക്കും അറിയില്ല, ഞാനൊന്ന് ഈ SEO ചെയ്യുന്നത്. ഇവർക്കൊക്കെ ഇങ്ങനെ ഞാൻ പറയും ഗൂഗിളിൽ ടോപ്പിലാക്കി തന്നാൽ പോലെ ഗൂഗിൾ വഴി നിങ്ങൾക്ക് ആൾക്കാരെ നമുക്ക് അങ്ങനെ ചെയ്യാൻ തുടങ്ങി. പിന്നീട് എപ്പോഴും ഞാൻ മനസ്സിലാക്കി ചെയ്തുകൊണ്ടിരുന്ന സാധനം SEO. അങ്ങനെയാണ് ഈ ഫീൽഡിലെത്തിയത്. ഇതിന്റെ കൂട്ടത്തിൽ മറ്റ് ഡെവലപ്മെന്റും മറ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് മറ്റ് ആക്ടിവിറ്റീസ് ഒക്കെ ആകസ്മികമായിട്ട് ഓരോ സമയത്തും ചെയ്ത്. ശ്യാം സാർ എന്തായാലും 25 വർഷമായിട്ട് ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ തുടക്കം തൊട്ടുള്ള കാര്യങ്ങളെല്ലാം അറിയാം. ആ തുടക്കം തൊട്ടുള്ള ഇപ്പോൾ AIയുടെ കാലത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് എന്താണ് ഒരു എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആലോചിക്കുമ്പോൾ തന്നെ വല്ലാത്ത മാറ്റം. കാരണം അന്നത്തെ കാലത്ത് നമ്മൾക്കറിയാം ഈ കണക്ഷൻസ് ഒക്കെ എടുക്കുന്ന ഡയലപ്പ് കണക്ഷൻസ് ഒക്കെ ഇങ്ങനെ കിടന്ന് കണക്ട് ചെയ്യുമ്പോൾ അതൊരു ശബ്ദമൊക്കെ ഉണ്ടാക്കും. ഇപ്പൊ നമുക്കൊരു നൊസ്റ്റാൾജിയാണ് അതിങ്ങനെ കണക്ട് ചെയ്യുന്ന അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു സന്തോഷം വരും. നെറ്റ് കണക്ട് ചെയ്യാൻ പോകുന്നു, അതിന്റെ 2 ലൈറ്റ് ബ്ലിങ്ക് ചെയ്തിട്ട് അത് സ്റ്റേബിൾ ആവും. കണക്ട് ആകുമ്പോഴൊക്കെ സന്തോഷം. കാരണം ഇടക്കിടക്ക് ഡിസ്കണക്ട് ആയി പോകും. എന്നിട്ട് അതാ നമ്മൾ സൈറ്റ് അടിക്കുന്നു. സൈറ്റ് അടിച്ചാലൊന്നും കിട്ടൂല. താഴെ ഇന്റർനെറ്റ് എക്സ്പ്ലോറിൽ ഓരോ കട്ടകൾ ലോഡ് ചെയ്യാൻ തുടങ്ങും. 1 കട്ട 2 കട്ട നമുക്കൊന്ന് പുറത്തൊക്കെ പോയിട്ടൊന്ന് കറങ്ങി അടിച്ച് വരാം. അപ്പഴേ ഒരു സൈറ്റിൽ ഓടാവുള്ളൂ. അത്ര സമയം എടുക്കുന്നു ഒരു സൈറ്റ്. അപ്പൊ കഫേയിലൊക്കെ പോകുമ്പോൾ കുറച്ചും കൂടി അവർ കൂടിയ പ്ലാനൊക്കെ എടുത്തിട്ട് ഈ കടകട ശബ്ദങ്ങളൊക്കെ കേട്ട് അതായിരുന്നു ഒരു സമയം നമുക്ക്. അപ്പൊ നമ്മൾക്ക് കഫേയിൽ അന്നൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് പെർ അവറിന് ഇത്ര രൂപ, മണിക്കൂറിന് ഇത്ര, കുറെ വർഷം വരെ അതുണ്ടായിരുന്നു. അങ്ങനത്തെ കുറെ പാക്കേജുകളൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് കഫേയിലൊക്കെ പോകുന്നു. നമ്മൾ അന്നൊക്കെ അത്യാവശ്യത്തിന് മാത്രമാണ് ഇത് യൂസ് ചെയ്യുന്നത്. കോളേജിൽ നമുക്ക് സെമിനാറിന്റെ എന്തെങ്കിലും ടോപ്പിക്കുകൾക്ക് പ്രൊജക്ടിന്റെ കാര്യത്തിനൊക്കെയാണ്
അന്ന് സെർച്ച് എഞ്ചിൻസ് എന്ന് പറയാൻ തന്നെ ശരിക്കും പറഞ്ഞാൽ ഗൂഗിൾ ഇല്ലായിരുന്നു. ഈ അൾട്ടാവിസ്റ്റയും യാഹുവും പിന്നെ ഏഞ്ചൽ ഫയർ അങ്ങനത്തെ വേറെ ലൈക്കോസ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ അന്ന് ഉണ്ടായിരുന്നു. MSN ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണ് 2000-ലാണ് ഗൂഗിളിൽ പേര് കേൾക്കുന്നത്. ഞാനിങ്ങനെ കഫേ എന്നാണ് കേൾക്കുന്നത് ആദ്യം ഗൂഗിൾ എന്നുള്ളത്. ഗൂഗിൾ നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി സ്പീഡാണ്, കുറച്ചുകൂടി ബെറ്റർ റിസൾട്ടാണ്, കുറച്ചുകൂടി റിസൾട്ട്. അപ്പോൾ പതുക്കെ ഗൂഗിൾ ഉപയോഗിക്കാൻ തുടങ്ങി. പതുക്കെ നെറ്റ് നമുക്ക് ഈ പറഞ്ഞ പോലെ സ്പീഡുകൾ കൂടാൻ തുടങ്ങി, ബ്രോഡ്ബാൻഡുകൾ എടുക്കാൻ തുടങ്ങി, വെയിറ്റിംഗ് ടൈം കുറയാൻ തുടങ്ങി. വെയിറ്റിംഗ് ടൈം കുറയാൻ തുടങ്ങുമ്പോൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കൺസംഷൻ അതിനനുസരിച്ച് കൂടുകയാണ്. പണ്ട് ഇന്റർനെറ്റിൽ നമ്മൾ കുറച്ച് ഫോട്ടോസ് കാണുമ്പോൾ എന്തെങ്കിലും വായിക്കുന്നതിൽ ഒതുങ്ങുന്നോർത്ത് നിന്ന് പതുക്കെ നമ്മൾ ലെങ്തി വീഡിയോസ് കാണുന്ന ഒരു ട്രെൻഡായിരുന്നു 10 വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പൊ സ്പീഡ് കൂടുന്തോറും ഞാൻ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ആളുകൾ കാണുന്ന വീഡിയോസിന്റെ ലെങ്ത് കുറയുകയും നമ്പർ ഓഫ് വീഡിയോസ് കൂടുകയും ചെയ്യുകയും റീൽസുകളിലേക്ക് ഇതാക്കാൻ തുടങ്ങി. അതായത് നമുക്ക് മാക്സിമം ഡാറ്റ, മാക്സിമം ഇൻഫോർമേഷൻസ് ആണ് ആളുകൾക്ക് കിട്ടുന്നത് പറഞ്ഞ സമയത്ത്. അതായത് ഒരു സിംഗിൾ പീസ് ഓഫ് ഇൻഫർമേഷൻ അല്ല 2 മണിക്കൂറുള്ളതോ 3 മണിക്കൂറുള്ളതോ വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ അല്ല, പകരം റീൽസ് 1000 വേണമെങ്കിൽ കാണുക. പക്ഷെ ഒരു ലെങ്തി വീഡിയോ 30 മിനിറ്റുള്ള 40 മിനിറ്റുള്ള വീഡിയോ കാണാൻ അവന് ക്ഷമയില്ല. എന്തുകൊണ്ടാണ്? അവന് വേണ്ടത് കുറേ ഡാറ്റാസ് ആണ്. ഒരു സാധനം ഇതാണ്. ഇത് അങ്ങനെ ആ ഒരു യുഗത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പം ഇനി AI വരുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഇതിനെ ബാധിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ AI നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് പവറിനെ നല്ല ശതമാനം സ്വാധീനിക്കും. കാരണം ഇപ്പോൾ തന്നെ നമ്മൾ ഓരോ ഡിസിഷൻ എടുക്കാൻ AI-നെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. പല കാര്യങ്ങളും സ്വന്തമായിട്ട് തീരുമാനം എടുക്കുന്നതിനും പല കാര്യങ്ങളും നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനെ ഇന്നത്തെ ജനറേഷനെ കാര്യമായിട്ട് ബാധിക്കും. ആ ഒരു സ്കില്ല് നഷ്ടപ്പെടും. ക്രിട്ടിക്കൽ തിങ്കിങ്ങും ക്രിട്ടിക്കലായിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിനും മാത്രമായിരിക്കും ഉണ്ടാവുക. ആ കഴിവുള്ളവർ നല്ല പൊസിഷനിലുണ്ടാവും. ബാക്കിയുള്ളവർ ആരും തന്നെ നല്ല പൊസിഷനിൽ ഉണ്ടാവാൻ പോകുന്നില്ല. വൈറ്റ് കോളർ പോലത്തെ ജോബ്സിലൊന്നും ഉണ്ടാവില്ല. അപ്പൊ അവിടെ സംഭവിക്കാൻ പോകുന്നത് ഇനി ഇതിന്റെ അവർക്ക് കുറച്ചുകൂടി സ്പൂൺ ഫീഡിങ്ങിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇപ്പൊ കാണുന്നതിന്റെയും ഒരു 10 മടങ്ങ് ഡാറ്റയിലേക്കായിരിക്കും ഇവർ പോകുന്നത്. ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ മാക്സിമം ക്യാപ്ചർ, മൈക്രോ വീഡിയോസോ അങ്ങനത്തെ ഇൻഫർമേഷൻസിലേക്ക് പോകും. എന്തായാലും ഈ കാലത്തിനുള്ളിൽ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതില്ലാതെ ജീവിതമില്ല, തിരിഞ്ഞു പോക്കില്ല. എല്ലാം നെറ്റിൽ തന്നെയാണ്. പണ്ട് ഈ പറഞ്ഞ പോലെ 1-2 ചെറിയ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചു. പിന്നീട് കുറച്ച് എന്റർടൈൻമെന്റ്സ് ആയിരുന്നു കുറച്ചുകൂടി ഉപയോഗിച്ചത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതിന് ഏറ്റവും ജനകീയമാക്കിയത് ഈ കാലത്തിനിടയിൽ ഗൂഗിളാണെന്ന് പറയുന്നത്. ഗൂഗിളാണ്. പിന്നീട് ജനകീയമാക്കിയത് ഓർക്കുത്താണെന്ന് പറയുന്നത്. ഇന്ത്യയിലത്തെ കേസുണ്ട്, ഇന്ത്യയിൽ ഓർക്കുത്താണ് കുറച്ചും കൂടി 2009 വരെയൊക്കെ ഉണ്ടായിരുന്നു. ഫേസ്ബുക്ക് ഇന്ത്യയിലൊന്നും അത്ര പ്രചാരം അവിടെ ഉണ്ട്. യൂസറുണ്ടെ പോലും ഇന്ത്യയിലും ബ്രസീലിലൊക്കെ ഓർക്കുത്തായിരുന്നു. ഓർക്കുത്തിന്റെ ഒരു ഇത് ശേഷം ഈ കാണുന്ന ഒരു സമയത്ത് ഫേസ്ബുക്ക് വന്ന ശേഷം പറയേണ്ട കാര്യമില്ല. ഇൻസ്റ്റാഗ്രാം വന്നതോടെ പുതിയ ജനറേഷൻ എന്തും കൂടി പറ്റിയെന്ന് പറയേണ്ട കാര്യം. എന്താണ് SEO, എന്തിനാണ് SEO, എങ്ങനെ SEO ചെയ്യണം ഇനിയുള്ള ഫ്യൂച്ചറിൽ? ആക്ച്വലി ഇത് ഞാൻ പറയുന്നത് വളരെ സിമ്പിളാണ്. അതായത് SEO എന്ന് പറഞ്ഞാൽ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. ഞാൻ പലയിടത്തും പറയാനുള്ളത് ഗൂഗിൾ എഞ്ചിന് വേണ്ടിയിട്ടുള്ള ഒപ്റ്റിമൈസേഷൻ അല്ല, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. മനുഷ്യരുള്ളിടത്തോളം കാലം മനുഷ്യന് സെർച്ചസ് ഉണ്ടാവും, അന്വേഷണം ഉണ്ടാവും. എല്ലാ ഡൗട്ടുകളും എല്ലാവരുടെയും തീർന്നാലല്ലേ എല്ലാവരും അന്വേഷണം നിർത്തും. അങ്ങനത്തെ കാര്യമില്ല. എന്തെങ്കിലുമൊക്കെ അറിയേണ്ടതായിട്ടുണ്ടാവും, എന്തെങ്കിലുമൊക്കെ അന്വേഷിക്കേണ്ടതായിട്ടുണ്ടാവും ഒരാൾക്ക്. അറ്റ്ലീസ്റ്റ് ഈ ഫിലിം ഏത് തിയേറ്ററിലാണെന്നുണ്ടെങ്കിലും അവൻ നോക്കേണ്ടി വരും. അപ്പൊ എന്തായാലും സെർച്ചസ് ആളുകൾക്കുണ്ട്. അപ്പൊ ഈ സെർച്ചസ് എവിടെ നടത്തുന്നോ, ഏത് എഞ്ചിനിൽ നടത്തുന്നോ അതാണ് സെർച്ച് എഞ്ചിൻസ്. ഗൂഗിളിൽ ചെയ്യുമ്പോൾ ഗൂഗിൾ സെർച്ച് എഞ്ചിനാണ്, ChatGPT ചെയ്താൽ ChatGPT സെർച്ച് എഞ്ചിനാണ് നമുക്ക് പറയേണ്ടി വരും. ഗൂഗിളിൽ തന്നെ AI മോഡാണെങ്കിൽ സെർച്ച് എവിടെയാണെങ്കിലും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ അടുത്ത് ചോദിച്ചപ്പോൾ മറ്റേ മനുഷ്യന് സെർച്ച് എഞ്ചിനാണ്. അപ്പോ എവിടെയാണോ ആളുകൾ സെർച്ച് ചെയ്യുന്ന സ്ഥലം, ഏത് എഞ്ചിൻസിലാണ് അത് പ്രോസസ് ചെയ്യുന്ന, ആ പ്രോസസ് ചെയ്യുന്നിടത്ത് നമ്മുടെ റിസൾട്ടുകൾ വരിക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അപ്പൊ അതിനു വേണ്ടി എപ്പോഴും ചില ബെസ്റ്റ് പ്രാക്ടീസസ് കാണും. ചില ബെസ്റ്റ് പ്രാക്ടീസസ് എവിടെയും കാണും. ഗൂഗിളിൽ ആണെങ്കിൽ അവന് അവൻ്റെതായിട്ടുള്ള ബെസ്റ്റ് പ്രാക്ടീസസ്. അപ്പൊ ഇനി AI-യിലേക്ക് വരുമ്പോൾ അവിടെയും കാണും കുറച്ച് ബെസ്റ്റ് പ്രാക്ടീസസ്. അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ, ആളുകൾ എവിടെയാണോ സെർച്ച് ചെയ്യുന്നത് ആ എൻജിൻസിന് വേണ്ടി എന്താണോ ബെസ്റ്റ് പ്രാക്ടീസസ്, ആ ബെസ്റ്റ് പ്രാക്ടീസസ് മനസ്സിലാക്കുക. ഇതുവരെ SEO പ്രൊഫഷണലിന്റെ ധർമ്മം കഴിഞ്ഞു. ഇനി ഇത് ചെയ്യുന്ന സമയത്ത് SEO കാരനെ പോലെ പെരുമാറാതിരിക്കുക. ഞാൻ എപ്പോഴും പറയുന്നത് SEO പഠിച്ചു എന്നുള്ള ഒരാള്
വെബ്സൈറ്റ് ചെയ്യാനിരിക്കുമ്പോൾ കണ്ടന്റ് എഴുതാൻ അറിയുമ്പോൾ എസ് അറിയാവുന്നത് കൊണ്ടാണ് ബാക്കി മിസ്റ്റേക്ക് വരുന്നത്. കീവേഡ് കാണുന്നില്ല, മറ്റത് ഒപ്റ്റിമൈസർ അല്ല, ഇത് ഒപ്റ്റിമൈസർ ഇല്ല എന്ന് പറഞ്ഞാൽ അവൻ ഒരു മനുഷ്യന് വേണ്ടിയിട്ടുള്ള കണ്ടന്റ് അല്ലാതെ തീരും. എസ് എപ്പോഴും മനസ്സിലാക്കി വെക്കുക. പക്ഷെ ഫൈനലി അവൻ ആ ക്രാഫ്റ്റ് ചെയ്യുന്ന മെറ്റീരിയലിൽ ആളുകൾക്ക് വേണ്ടിയിട്ടാകുക. ഇതാണ് സെക്കൻഡ് പാർട്ട് പറഞ്ഞത്. അതായത് എൻജിൻസിന് വേണ്ടി ബെസ്റ്റ് പ്രാക്ടീസസ് മനസ്സിലാക്കുക. സെക്കൻഡ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഒരാൾ എന്തിനു വേണ്ടിയാണ് സെർച്ച് ചെയ്യുന്നത് എന്ന് വെച്ചാൽ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് എപ്പോഴും ഉണ്ടാവും. ഒരാൾ ഒരു വെബ് പേജിൽ ലാൻഡ് ചെയ്യുന്നത് അയാൾക്ക് എന്തൊക്കെയോ അറിയാനുണ്ട്. ബേസിക്കലി നമ്മൾ നെറ്റ് ബ്രൗസ് ചെയ്യുന്നത് തന്നെ നമുക്ക് എന്തെങ്കിലും അറിയാനുണ്ട്. അപ്പൊ അവന്റെ മനസ്സിൽ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് അവന് മനസ്സിലാവുന്ന രീതിയിൽ, അവന് വലിയ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ കൊടുക്കുന്ന ഒരു പേജ്. ആ പേജിൽ ഇറങ്ങിയാൽ അവന് എല്ലാ ചോദ്യത്തിനും ഉത്തരം കിട്ടിയാൽ ഹാപ്പി. വിക്കിപീഡിയയിൽ ഒരു പേജ് ആണ് എക്സാമ്പിൾ ആണ്. നമ്മൾ എന്തൊരു കാര്യമാണ് വിക്കിപീഡിയയിൽ ഒരു പേജ് കയറുന്നത്. ആ ഒരു പേജ് കയറിയാൽ എന്താണെന്നത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടും ഉണ്ടാകും. ഇതിന്റെ ഇടയിൽ ഏതെങ്കിലും വാക്ക് നമുക്ക് മനസ്സിലാകാത്ത വാക്കുണ്ടെങ്കിൽ അവിടെ ഒരു ഹൈപ്പർ ലിങ്ക് കാണും, അതിനെ കുറിച്ച് കൂടുതൽ വായിക്കാനായിട്ട്. ഡൗട്ട് പോലും അവിടെ വായിക്കണ്ടാവും. മനസ്സിലാക്കി കഴിഞ്ഞാൽ കറക്റ്റ്. ഇത് ബിസിനസ്സിന് നമുക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന രീതിയിൽ ഇത് എങ്ങനെ നമുക്ക് ബെസ്റ്റ് പ്രാക്ടീസ് ആയിട്ട് ചെയ്തുകൊണ്ട്? കാരണം ഇപ്പോൾ പല ബിസിനസ്സുകൾക്കും, എല്ലാ ബിസിനസ്സുകൾക്കും ഇല്ല, പല ബിസിനസ്സുകൾക്കും അവരുടെ ബിസിനസ്സിന് നല്ലൊരു സോഴ്സ് ആയിരിക്കും ഗൂഗിളോ അതേപോലത്തെ സെർച്ച് എഞ്ചിൻസോ. അതുവഴി എല്ലാ ബിസിനസ്സുകൾക്കും ആപ്റ്റ് ആയിരിക്കില്ല. കാരണം പലതും സെർച്ച് ചെയ്തിട്ടല്ല ചില മോഡൽസ് ചില ഇതിനകത്ത് ബിസിനസ് കൊണ്ടുവരാം. അപ്പോൾ പല ടൈപ്പ് ബിസിനസ്സുകാർക്കും ഏറ്റവും നല്ല ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള ഒരു സോഴ്സാണ് സെർച്ച് എഞ്ചിൻസ് എന്ന്. അത് സെർച്ച് ചെയ്യുന്ന ഇവരുടെ ബിസിനസ്സിനെ, ഇവരുടെ സർവീസിനെ സെർച്ച് ചെയ്യുന്ന ആളുകളുടെ ഇടയിലേക്ക് ഇവരുടെ വെബ്സൈറ്റ് എത്തണം. എത്ര നിലയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ ബെസ്റ്റ് പ്രാക്ടീസസ്, ആ എൻജിൻസിന് വേണ്ടി ബെസ്റ്റ് പ്രാക്ടീസസ് ഒരു SEO പ്രൊഫഷണലിനെ കൊണ്ടോ ആരെങ്കിലും കൊണ്ടോ ചെയ്യിച്ചിട്ട് അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? ആ ആൾക്കാർ നമ്മുടെ സൈറ്റിലേക്ക് പോയി. നമ്മുടെ സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സർവീസിനെ കുറിച്ച് കൂടുതൽ ഇറങ്ങി, നമ്മുടെ സർവീസ് അതിന് അല്ലെങ്കിൽ എൻക്വയറിയോ ലീഡോ നമുക്ക് കിട്ടുന്നു, ബിസിനസ് ആയി തീരുന്നു. അപ്പൊ ഇതിന്റെ വോളിയം നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വളരെ വലുതായിരിക്കും. ചില സമയത്ത് ഒരു ഇന്റർനാഷണൽ ലെവൽ കമ്പനി അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സർവീസ് ഒരു സ്റ്റേറ്റ് മുഴുവൻ ചെയ്യുന്ന ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്ട് മുഴുവൻ ചെയ്യുന്ന ഒരു കമ്പനിക്ക് ആ ഡിസ്ട്രിക്റ്റിൽ നല്ലൊരു ശതമാനം ആൾക്കാർ ഇത് സെർച്ച് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. ആലോചിച്ച് നോക്കി, അത് ടോപ്പിൽ വരികയാണെങ്കിൽ ഒരു ദിവസം ഒരു മാർക്കറ്റ് എംപ്ലോയിയോ ഈ ഓഫ്ലൈൻ മാർക്കറ്റിംഗ് ഒന്നും തന്നെ ഇല്ലാതെ അവന് ദിവസം ചിലപ്പോൾ 100 കണക്കിനോ 1000 കണക്കിനോ എൻക്വയറീസ് ആയിരിക്കും ചിലപ്പോൾ വരുന്നത്. അവന് ഈ ഒരു 1000 കണക്കിന് എൻക്വയറി അവൻ മാനുവലായിട്ട് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാൽ എത്ര ബിസിനസ്സുകൾക്ക് പോസിബിളായി പുറത്തിറങ്ങി മാർക്കറ്റ് ചെയ്താൽ നടക്കണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് SEO വഴി എൻക്വയറി ഉണ്ടാക്കാൻ സാധിക്കുന്ന ബിസിനസ്സുകൾ ഉറപ്പായിട്ട് അത് ഉപയോഗപ്പെടുത്തിയിരിക്കണം. കാരണം ഏറ്റവും നല്ല മാർക്കറ്റിംഗ് എംപ്ലോയി അല്ലെങ്കിൽ നമ്മുടെ സെയിൽസ് സ്റ്റാഫ് എന്ന് പറയുന്നത് നമ്മുടെ വെബ്സൈറ്റാണ്. ഉറപ്പായിട്ടും 24 hours വർക്ക് ചെയ്യും. അപ്പൊ അതും നമ്മുടെ ബിസിനസ് പ്രൊഫൈലും ഗൂഗിൾ ബിസിനസ് ലിസ്റ്റിംഗിന്റെ പ്രൊഫൈലും എപ്പോഴും മാക്സിമം എല്ലാ ബിസിനസ്സുകാരും യൂട്ടിലൈസ് ചെയ്യാം. ചില ആളുകൾക്ക് ചിലപ്പോൾ ഇത് വർക്കൗട്ട് ആവില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവഴി വരെ എൻക്വയറി വരുന്നില്ല. പക്ഷെ എന്നാൽ പോലും നമ്മളെ കുറിച്ച് പറയാനും നമ്മളുടെ കാര്യങ്ങൾ അറിയാനും ഒരു സൈറ്റ് വേണ്ടേ? ഒരാള് ഒരു കമ്പനി, അവന് ഒരു പർട്ടിക്കുലർ കമ്പനിയിൽ ജോലി കിട്ടി, ആ കമ്പനിയെ കുറിച്ച് അറിയാനായിട്ട് അവൻ ആദ്യം ചെയ്യുന്നത് അവരുടെ വെബ്സൈറ്റൊക്കെ എടുത്ത് നോക്കും, ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ എടുത്ത് നോക്കും, ബിസിനസ് ലിസ്റ്റിംഗ് എടുത്ത് നോക്കും. ഇതിൽ നിന്നാണ് നമ്മൾ ഇതുവരെ കാണാത്ത ഒരു കമ്പനിയെ നമ്മൾ വിലയിരുത്തുന്നത്. ഫസ്റ്റ് ഇംപ്രഷൻ നമുക്ക് കിട്ടുന്ന ഇവിടുന്നല്ലേ. ഇവിടെയൊക്കെ റോങ് ആണെങ്കിലും പ്രശ്നമാണ്. അപ്പൊ അതും ഒപ്റ്റിമൈസ്ഡ് ആണ്, ഒപ്റ്റിമൈസേഷന്റെ ഭാഗമാണ്. ഡയറക്റ്റ് വരുന്നത് മാത്രമല്ല, വെബ്സൈറ്റ് ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളത് ഇപ്പൊ നമ്മൾ പെർഫോമൻസ് മാർക്കറ്റിംഗ് ചെയ്യാറില്ലേ, ലീഡ്സ് നമ്മൾ ഇവൻ സൈറ്റ് വന്ന് നോക്കുമ്പോൾ ഈ സൈറ്റ് മോശമാണെങ്കിലും ആ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ഫെയിൽ ആയി. അപ്പൊ ആ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ സക്സസ് ആവണമെങ്കിലും ഇവിടെ വെബ്സൈറ്റ് സ്പീഡിൽ ലോഡ് ചെയ്യണം, വെബ്സൈറ്റിൽ പറയേണ്ട രീതിയിൽ കാര്യങ്ങൾ പറയണം. അതെപ്പോഴും ഒരു SEO ഒപ്റ്റിമൈസേഷൻ തന്നെയാണ്. കാരണം എന്താ പറയുക, മനുഷ്യന് വേണ്ടി മനുഷ്യന് ഇഷ്ടപ്പെടുന്ന കണ്ടന്റ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ സെർച്ച് എഞ്ചിൻസ് അവരുടെ അൽഗോരിതങ്ങളിൽ മാറ്റം വരുത്തിയിരിക്കുന്നത്. അൾട്ടിമേറ്റ്ലി നമ്മൾ സെർച്ച് എഞ്ചിൻസിന് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്യുക എന്നതിന്റെ അർത്ഥം തന്നെ മനുഷ്യർക്ക് വേണ്ടി നന്നായിട്ട് ഒപ്റ്റിമൈസ് ചെയ്യുന്നത്. അത് നമ്മളെക്കാളും കൂടുതൽ പഠിച്ചു വെച്ചിരിക്കണം അവരാണ്. അവരിലെ ആൾക്കാർ സെർച്ച് ചെയ്യുന്നത് എന്താണ് ഇഷ്ടപ്പെടുന്നത് എന്നൊക്കെ അവർക്കറിയാം. അതിനുവേണ്ടി അവരുടെ അൽഗോരിതങ്ങളുടെ മാറ്റം വരുത്തിയിരിക്കുന്നു. നമ്മളത് പഠിച്ചിട്ട് നമ്മുടെ കണ്ടന്റിന് ഇതാക്കും. ഇതൊന്നും പഠിക്കാത്ത ഒരാളാണ് കണ്ടല്ലോ, ആ മാർക്കറ്റിനെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരാണെന്ന് വിചാരിക്കുക. ആ ഏരിയയിൽ സെർച്ച് ചെയ്യുന്ന ആൾക്കാരുടെ സകല പെയിൻ പോയിന്റ് മനസ്സിലാക്കിയ ഒരാളാണെന്ന് വിചാരിക്കുക. ആൾക്ക് SEO ഒന്നും അറിയണമെന്നില്ല, ആൾ എഴുതുന്ന കണ്ടന്റ് SEO ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കും. കാരണം അയാൾക്ക് ആ ഏരിയയിലുള്ള ആളുകളുടെ പെയിൻ പോയിന്റ്സ് അറിയാം, അവർക്ക് ക്വസ്റ്റ്യൻസ് അറിയാം, അവർക്ക് എന്ത് അറിയണമെന്നറിയാം. അയാൾ എഴുതുന്നത് പെർഫെക്റ്റ് ആയിരിക്കും.
വേണമെങ്കിൽ ചെറിയ ടിൽറ്റ് നമ്മളെ SEO കുറച്ച് മെറ്റായിട്ട് കുറച്ച് ടെക്നിക്കലായിട്ട് മാത്രം ആഡ് ചെയ്താൽ മതിയോ ഇതിനോട്. ഓക്കെ, ഇനിയിപ്പോൾ ഈ AI സെർച്ചൊക്കെ വരുമ്പോൾ വെക്ടർ സെർച്ച് എന്താണ് എനിക്ക് ഡൗട്ട് ഉണ്ട്. നമ്മുടെ ഈ വെക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ നോർമൽ സ്ട്രിങ്സിലാണ് നമ്മുടെ കണ്ടന്റ്സ് ഒക്കെ ഉണ്ടാകുന്നത്. ഈ സ്ട്രിങ്സിനെ നമ്മൾ നമ്പർ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. ഈ നമ്പർ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഈ മെട്രിക്സ് എന്നൊക്കെ പറയുന്നത് നമ്മള് ആ ഒരു മെട്രിക്സിന്റെ ഒരു പരുവത്തിലേക്കായിരിക്കും ഇത് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ എന്തിനാണ് ഈ വെക്ടേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നോർമലി ഗൂഗിളിനടക്കമുള്ള പല പ്ലാറ്റ്ഫോമുകൾക്കും ഉണ്ടായിരുന്ന ഒരു പ്രധാന ചലഞ്ച് ഇവിടെ മാത്രമല്ല, സെർച്ച് എഞ്ചിൻസിന് മാത്രമല്ല, അല്ലാതെയുള്ള ചലഞ്ചസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ നമ്മളിവിടെ ഒരു ടെക്സ്റ്റ് കണ്ടന്റ്, ഒരാൾ പറയുന്ന ഒരു സെന്റൻസ് ആവട്ടെ, പാരഗ്രാഫ് ആവട്ടെ, ഒരു എൻ്റെ ആർട്ടിക്കിൾ ആവട്ടെ, ഈ ആർട്ടിക്കിളിൽ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് പോസിബിൾ അല്ല. കാരണം ടെക്സ്റ്റിന് A+B എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. AB ആണ്, അത് നമുക്ക് അങ്ങനത്തെ പോസിബിൾ അല്ല. അല്ലാതെ സ്ട്രിങ് ടു സ്ട്രിങ് കമ്പാരിസൺസ് പോസിബിൾ ആണ്. ആ വാക്ക് ഈ വാക്കും സെയിം ആണോ, അത് അർത്ഥം ഏതാണ്ട് ഇതിന്റെ അർത്ഥം സെയിം ആണോ, നമുക്ക് ഈ വേർഡുകൾ ചെക്ക് ചെയ്യും, ടോപ്പിക്കുകൾ ചെക്ക് ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങൾ പോസിബിൾ ആണ്. ചില മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് പോസിബിൾ അല്ല. അപ്പൊ ഇതിനെല്ലാം ബൈപ്പാസ് ചെയ്യുക എന്നുള്ള, അല്ലെങ്കിൽ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ശരിക്കും വെക്ടേഴ്സ്. ഇത് ഈ ഏരിയയിലെ വെക്ടേഴ്സ് ശരിക്കും പണ്ടേ തുടങ്ങിയിട്ടുള്ളതാണ്. വെക്ടർ കൺസെപ്റ്റ് ഞങ്ങൾക്ക് കോളേജിൽ പഠിച്ചിട്ടുണ്ട്. 2000 ഇതൊക്കെ പഠിക്കാനുള്ളതാണ് വെക്ടേഴ്സ് ഒക്കെ. അപ്പൊ ആ വെക്ടേഴ്സ് ആയിട്ട് ഇതിനെ കൺവേർട്ട് ഇവര് സെർച്ച് ഗൂഗിളൊക്കെ വെക്ടേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്ത ശേഷം ഇവർ ഇതിനകത്ത് കുറെ കാൽക്കുലേഷൻസ് നടത്തും. ഈ വെക്ടർ സ്പേസ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ വെക്ടർ സ്പേസിൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വാക്കുകൾക്ക് ഒരു പൊസിഷൻ ഉണ്ടാവും. നമ്മളിപ്പോ ഗ്രാഫ് വരയ്ക്കില്ലേ, XY എന്നൊക്കെ പറഞ്ഞു, XY, അതുപോലത്തെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്പേസ് എന്ന് വിചാരിക്കാം. അപ്പൊ അവിടെ ആ സ്പേസിൽ എങ്ങനെയാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ക്ലോസ് ആയിട്ട് വരുന്ന ടൈംസുകളിൽ അത് വളരെ ക്ലോസ് ആയിരിക്കും. അകൽച്ച ഉള്ള സംഭവം അകന്നും പോകും ആ സ്പേസിൽ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു എറണാകുളം എന്നുള്ളത് ആ വെക്ടർ സ്പേസിൽ ഒരു വാല്യൂ ഉണ്ടാവും. അതിന് എടപ്പള്ളി എന്നുള്ള അതിനും ഒരു വാല്യൂ ഉണ്ടാവും. ആ എറണാകുളം എന്ന സ്ഥലത്തിന്റെ വാല്യൂയും എടപ്പള്ളി എന്ന സ്ഥലത്തിന്റെയും വാല്യൂ തമ്മിൽ ചെറിയ ഡിസ്റ്റൻസ് ഉണ്ടാവും. പക്ഷെ ട്രിവാൻഡ്രത്ത് ഒരു സ്ഥലം വിചാരിക്കും, ശാസ്താംകോട്ടം വിചാരിക്കും. ആ സ്ഥലം ഈ വെക്ടർ സ്പേസിൽ നിന്നും എറണാകുളം എടപ്പള്ളിയും തമ്മിലുള്ളതിനേക്കാളും കൂടുതലായിരിക്കും. കാരണം എപ്പോഴും എറണാകുളം എടപ്പള്ളിയും വളരെ ക്ലോസ് ആയിട്ട് വരുന്നുണ്ട്. ഇത് വളരെ ക്ലോസ് റിലേറ്റഡ് എന്റിറ്റീസ് എന്ന് പറയുന്നത്. മറ്റേതും കേരളത്തിലുള്ള ഒരു സ്ഥലം തന്നെയാണെങ്കിലും എറണാകുളമായിട്ടുള്ള അകൽച്ച കൂടുതലാണ്. ഈ അകൽച്ചയാണ് നമ്മുടെ ഈ ഡിസ്റ്റൻസ്, നമ്മുടെ യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് എന്നൊക്കെ പറയും. പല രീതിയിൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാം. യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് അതിനകത്ത് ഒരു മെത്തേഡ് മാത്രമാണ്. അപ്പൊ ഇതിൽ നമ്മള് കൊസൈൻ സിമിലാരിറ്റി എന്നൊക്കെ പറയും. അപ്പൊ ഈ യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് നോക്കിയിട്ടാണ് പലപ്പോഴും വളരെ ക്ലോസ് ആയിട്ടുള്ള ടൈമുകളാണോ, ക്ലോസ് ആയിട്ടുള്ള എന്റിറ്റികളാണോ, സെയിം മീനിങ് വരുന്നതാണോ എന്നൊക്കെ നോക്കും. സെയിം മീനിങ്. അപ്പൊ ഈ കണ്ടന്റുകൾ ഉണ്ടല്ലോ, ഒരു എയിൽ എഴുതിയ ഒരു കണ്ടന്റ് എന്ന് വിചാരിക്കുക, ഇതിനകത്തൊരു വാല്യൂ ഉണ്ട്. ഈ എൻ്റെ കണ്ടന്റിന്റെയും വാല്യൂ ഉണ്ട്, ഈ വെക്ടർ സ്പേസിൽ ഒരു വാല്യൂ ഉണ്ട് എന്ന് വിചാരിക്കാം. വേറൊരാൾ ഈ എ കണ്ടന്റിനെ ഹ്യൂമനൈസ് ചെയ്തു വിചാരിക്കുക. ഹ്യൂമനൈസ് ചെയ്ത് കഴിഞ്ഞാലും വെക്ടർ സ്പേസിലേക്ക് ഹ്യൂമനൈസ്ഡ് കണ്ടന്റ് കയറ്റിയാലും സെയിം വാല്യൂ ആയിരിക്കും. കാരണം എന്താന്ന് വെച്ചാൽ അവൻ ആ വാക്കുകളൊക്കെ മാറ്റി എഴുതി, സെയിം ഇതാക്കി, സെയിം മീനിങ്. ഇതിനകത്ത് സ്പേസ് കുറവായിരിക്കും, അകൽച്ച കുറവായിരിക്കും. എത്ര ഷഫിൾ. അതുകൊണ്ടാണ് സ്പിൻ ചെയ്ത ആർട്ടിക്കിൾ എഴുതിയാലും ഹ്യൂമനൈസ് ചെയ്ത് എഴുതിയാലും ഇത് സെയിം തന്നെയായിരിക്കും വെക്ടർ സ്പേസിൽ. അപ്പൊ വെക്ടർ ഇതിനകത്തോട്ട് ഉള്ള ഓപ്പറേഷൻസ് വന്ന ശേഷം ഇതൊക്കെ എങ്ങനെ എഴുതിയാലും എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് പലരും ചോദിക്കാറുണ്ട് കണ്ടന്റ് ഹ്യൂമനൈസ് ചെയ്യണം. എന്തിനു, ആരെ പറ്റിക്കും? അവർക്ക് അറിയും. അത് എഴുതിയാലും മനുഷ്യനെ എഴുതിയാലും അവർക്ക് അതിനകത്ത് ക്വാളിറ്റി ഉള്ള കണ്ടന്റ് എഴുതിയാൽ മതി. എഴുതി അവർക്ക് ഓക്കെയാണ് എനെ കൊണ്ട് കണ്ടന്റ്. പക്ഷെ അപ്പൊ പറ്റിക്കാൻ നിന്നിട്ടൊരു കാര്യമൊന്നുമില്ല. ആ എഫക്ട് നമ്മൾ ഇതിനകത്ത് ക്വാളിറ്റി കൊണ്ടുവരണം. അത് ഞാൻ ലാസ്റ്റ് സുഹേലിന്റെ പോഡ്കാസ്റ്റിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ കോപ്പറേറ്റേഴ്സ് കണ്ടന്റ് എഴുതിയിട്ട് നേരെ AI ചെക്കർ ടൂളിൽ ഇട്ടിട്ട് AI എത്രത്തോളം ഡിറ്റക്ട് ചെയ്യുന്നുണ്ടെന്ന് നോക്കും, എന്നിട്ട് നേരെ ഹ്യൂമനൈസ് വരുത്താവോ? അതെ, ഗൂഗിൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. കാരണം നമ്മൾക്ക് ഇനി ഒരു തിരിച്ചു പോക്കില്ല. ഇനി AI ഉപയോഗിക്കരുതെന്ന് പറഞ്ഞ് ഇരിക്കുന്ന ഏതൊരാൾ, അത് ഈവൻ ഗൂഗിൾ ആണ് പോലും, അവര് പുറത്താവുള്ളൂ. അപ്പൊ അത് അവർക്കും അറിയാം. ഇനി AI ഉപയോഗിക്കരുതെന്ന് ഏത് കാലഘട്ടത്തിന്റെ അടുത്താ പറയാൻ പറ്റില്ല. ഓരോ സമയത്തും ഇങ്ങനത്തെ ഓരോരോ ഡെവലപ്മെന്റ് അത് നമ്മൾ ഉൾക്കൊള്ളുക. അതിനനുസരിച്ച് ബെസ്റ്റ് പ്രാക്ടീസ് കൊണ്ട് AI വെച്ചിട്ട് കണ്ടന്റ് എഴുതാൻ ഈസി ആയിട്ട് റാങ്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ചുമ്മാ AI വെച്ചിട്ട് വെറുതെ ഒരു കണ്ടന്റ് എഴുതാനല്ല. AI വെച്ചിട്ട് ഹൈലി ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ളതും
ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റുമാണ് വേണ്ടത്. ഓക്കെ. അത് നമ്മൾ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഇത്രയും ആലോചിച്ചാൽ നമ്മളൊരു പീസ് ഓഫ് കണ്ടന്റ് പബ്ലിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളൊരു ചോദ്യം ചോദിക്കാം, ഈ ഒരു ഇൻഫോർമേഷൻ ഇന്റർനെറ്റ് ലോകത്ത് ആവശ്യമാണോ അല്ല? ഇന്റർനെറ്റിൽ ഓൾറെഡി 10,000 ആൾക്കാർ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യം പിന്നെയും ഞാൻ എന്തിനാ പറയുന്നത്? ഗൂഗിൾ എന്തിനാ ഇൻഡെക്സ് ചെയ്യുന്നത്? എന്തിന് എന്റെ ഡാറ്റ വായിച്ചു നോക്കണം? അവന്റെ വേറെ കുറെ ഇൻഫോർമേഷൻ ഉണ്ട്. ഇനി എന്റെ ഡാറ്റ വായിച്ചിട്ട് അവൻ എന്ത് ഇൻഫോർമേഷൻ പുതിയത് കിട്ടാൻ തള്ളിക്കളയും. അപ്പോൾ ഇവർക്ക് വേണ്ട ഒരു ഇൻഫോർമേഷൻ ഉണ്ട്, അത് കൊടുക്കാൻ ശ്രമിക്കണം. നമ്മൾ എന്തൊരു കാര്യം എവിടെയെങ്കിലും ഒരിടത്ത് പബ്ലിഷ് ചെയ്യണം, പുതിയൊരു കാര്യമില്ലേ, പുതിയതായിട്ട് അറിയാനുള്ള ഒരു കാര്യമല്ലേ പബ്ലിഷ് ചെയ്യുന്നത്. പക്ഷെ നമ്മളെല്ലാവരും അറിയാതെ നമ്മുടെ വെബ്സൈറ്റിൽ നമ്മൾ ചെയ്യുന്നത് ബ്ലോഗുകൾ എഴുതുക എന്നുള്ളതിൽ നമ്മൾ എല്ലായിടത്തും ഉള്ള അതേ ഇൻഫോർമേഷൻസ് പിന്നെയും എഴുതിക്കൊണ്ടിരിക്കും. ഇതിനെതിരെയാണ് ഗൂഗിൾ ഫൈറ്റ് ചെയ്യുന്നത്. നമ്മളതൊന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ SEOയിൽ നല്ല കണ്ടന്റ് എഴുതാം. അതിനാണ് ഇൻഫോർമേഷൻ ഗെയിൻ എന്നും പറയും. ഇൻഫോർമേഷൻ ഗെയിൻ റാങ്കിങ് ഫാക്ടർ അതാണ്. ഈ ഇതിനകത്ത് പുതുതായിട്ട് എന്ത് ഇൻഫോർമേഷനാണ് ഉള്ളത് അപ്പൊ മെൻഷൻ ചെയ്യും. മനസ്സിലായി. എനിക്കൊരു സർവീസ് ബിസിനസ് ഉണ്ട്. ഒരു 50 മെയിൻ സർവീസസും ഉണ്ട്, 1800 അതിൻ്റെ സബ് സർവീസും ഉണ്ട്. ഇതിന് ഞാൻ എങ്ങനെ ഒരു വെബ്സൈറ്റ് കറക്റ്റായിട്ട് വെബ് ആർക്കിടെക്ചർ ചെയ്ത്? സിംഗിൾ സർവീസ് ആണ് അല്ല, 50 സെപ്പറേറ്റ് സർവീസാണ്. അതിൻ്റെ സബ് സർവീസുകളാണ് 1800. ഓക്കെ. അതിനെങ്ങനെയായിരിക്കും നമ്മൾ പ്രോപ്പർലി ഒരു സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസ്ഡ് ആക്കി, അല്ലെങ്കിൽ സെർച്ച് ഒരു AI എഞ്ചിനൊക്കെ ഒപ്റ്റിമൈസ്ഡ് ആക്കി ബിൽഡ് ചെയ്യാൻ പറ്റും? ഓക്കെ. നമുക്ക് രണ്ട് വിധത്തിൽ ചെയ്യാം. ഒന്ന്, നമ്മുടെ നിലവിലുള്ള സർവീസസ് ടോപ്പിക് മനസ്സിലാക്കാന്ന് പറയും. ടോപ്പിക് മനസ്സിലാക്കാൻ ഒരു കൺസെപ്റ്റ് ആണ് ഏറ്റവും ബുദ്ധിമുട്ടേറിയെന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു ഏരിയ. അതായത് ഏതൊരു വെബ്സൈറ്റ് നമുക്ക് കിട്ടുമ്പോൾ SEO ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പഠിപ്പിക്കുമ്പോൾ എപ്പോഴും പറയുന്ന കേസാണ്. SEO പഠിപ്പിക്കുന്ന ഒരു സംഭവം കിട്ടുമ്പോൾ ഇതിന്റെ ടോപ്പിക് എന്താണെന്നുള്ളത്. ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ വാക്കൊന്നുമല്ല, അതൊരു കളക്ഷൻ ഓഫ് വാക്കാണ്. ഇതിന്റെ ടോപ്പിക് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് SEO ചെയ്യാൻ പറ്റുള്ളൂ. ഇത് മനസ്സിലാക്കാത്തതാണ് പലരുടെയും പ്രധാന പ്രശ്നം. എക്സാമ്പിൾ SEOന്റെ ഒരു കോഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി SEO പഠിക്കുക എന്നുള്ളതാണ് ടോപ്പിക്. SEO പഠിപ്പിക്കുക എന്നുള്ളതൊക്കെ സെയിമാണ്. SEO പഠിപ്പിക്കുക, ലേൺ SEO കോഴ്സ് അല്ലേ, പലതും ഇതിനൊക്കെ ചേർന്ന് മനസ്സിലാക്കണം. അതേപോലെ നിങ്ങളുടെ ഈ ഇത്തരം സർവീസ് 50 സർവീസ് എന്നല്ലേ പറയാം, ഈ 50 സർവീസും ഒരു റിലേറ്റഡ് ടോപ്പിക് ഉണ്ടോ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഒരു റിലേറ്റഡ്, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു കമ്പനി, ആ കമ്പനി മറ്റു കമ്പനികളുടെ രജിസ്ട്രേഷൻ ചെയ്യുന്നു വിചാരിക്കും, GST രജിസ്ട്രേഷൻ, അവർക്ക് വേണ്ടിയിട്ടുള്ള ഓഡിറ്റിംഗ്, അല്ലെങ്കിൽ ഇതേപോലെ കമ്പനി രജിസ്ട്രേഷൻ ഒരു മെയിൻ സർവീസ്, അതിന്റെ അണ്ടറിൽ ഓഡിറ്റിംഗ് പിന്നെ സ്പേസ്, ടാക്സേഷൻ, അങ്ങനെയാണ് വരുന്നത്. ലീഗലായിട്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. വേറെ അവർക്ക് വേണ്ടിയിട്ടുള്ള അന്തർവിസ, അങ്ങനത്തെ എന്തെങ്കിലും പല സർവീസ് 10-30 സർവീസ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത് ഒരു ടോപ്പിക്കാണോ നോക്കുക. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ ഒരു ടോപ്പിക് കിട്ടും. ഇവര് ചെയ്യുന്നത് എന്താണ്? ഇനി ഇത് കംപ്ലീറ്റ് അവൻ ചെയ്യുന്നത് ദുബായിലാണെന്ന് വിചാരിക്കുക. നമ്മള് ഒന്ന് നോക്കിക്കഴിഞ്ഞാല് ഇതിന്റെ എല്ലാത്തിനും ടോപ്പിക് ഒന്നാണ്, ദുബായിൽ ബിസിനസ് ചെയ്യുക എന്നുള്ളതാണ് ടോപ്പിക്. ദുബായിലെ ബിസിനസ്സുകാരെ സഹായിക്കുക എന്നുള്ളതല്ല. ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ് അവിടെ ഈ ടോപ്പിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ദുബായിൽ ബിസിനസ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ടോപ്പിക്. ദുബായിൽ ബിസിനസ് ചെയ്യാനുള്ള ഒരാൾക്കാണ് ഈ സാധനങ്ങളെല്ലാം ആവശ്യം. മറുസൈഡ് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ സൈഡിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. ദുബായ് സഹായിക്കലല്ലേ, ദുബായിൽ ബിസിനസ് ചെയ്യുക എന്നുള്ളതാണ് ടോപ്പിക്. ഇനി അങ്ങനെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ പേജസ് ഉണ്ടല്ലോ, നമ്മുടെ ഈ പറഞ്ഞ 50 പേജസ് സെറ്റായി, ലാൻഡിംഗ് പേജസ് സെറ്റായി, സബ് പേജസ് സെറ്റായി. ഇതിന് നമുക്ക് ലാൻഡിംഗ് പേജസ് എന്നോ പില്ലർ പേജസ് എന്നോ വേണമെങ്കിൽ വിളിക്കാം. തൽക്കാലം അങ്ങനെ വിളിച്ചെന്ന് വിചാരിക്കാം. അപ്പൊ 50 സർവീസ് ഉണ്ട്, 50 സർവീസിന് കീഴെ കുറെ സബ് സർവീസസ് ഉണ്ട്. എത്ര ഉണ്ട്? ടോപ്പിക് ഏതാണ്? ദുബായിൽ ബിസിനസ് ചെയ്യുക. ഇനി ഇവിടെ നിന്നാണ് ബ്ലോഗിങ്ങിന്റെ ശരിയായിട്ടുള്ള ഇതുവരെ. ദുബായിൽ ബിസിനസ് ചെയ്യുക എന്നുള്ളത് ആണ് ടോപ്പിക്കെങ്കിൽ നിങ്ങൾ ആലോചിച്ചാൽ വരുന്ന ബ്ലോഗ് പോസ്റ്റുകൾ മറ്റൊന്നായിരിക്കും. UK ഒരാൾക്ക് ആലോചിക്കുന്നത് എങ്ങനെയാണ് ഈ ദുബായിൽ എനിക്ക് ബിസിനസ് ചെയ്യാൻ സാധിക്കുക, UK ഒരു പൗരന് എങ്ങനെയാണ് ദുബായിൽ ബിസിനസ് ചെയ്യുന്നത്, ഒരു ആർട്ടിക്കിളായോ. UK അങ്ങനെയല്ലേ സെർച്ച് ചെയ്യുള്ളൂ. ഇന്ത്യക്കാരന് അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ? കേരളത്തിൽ നിന്ന് ദുബായിൽ ചെയ്യാൻ പറ്റുന്ന ബിസിനസ് എന്തൊക്കെയാണ്? അത് ദുബായിൽ ബിസിനസ് ചെയ്യുക എന്നത് സംബന്ധിച്ചിട്ടാണെങ്കിൽ ദുബായിൽ ഇന്ന ടൈപ്പ് ബിസിനസ് ചെയ്യുന്നതും ഓരോ കൺട്രിയിൽ നിന്ന് ദുബായിൽ ബിസിനസ് ചെയ്യുന്നതും അങ്ങനെ ഓരോരോ കാര്യത്തിനും സംബന്ധിച്ചിട്ടുള്ള ടോപ്പിക്കുകൾ ഇഷ്ടം പോലെ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അതിനാണ് ഈ ടോപ്പിക് മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. ടോപ്പിക് മനസ്സിലായാലും നമ്മൾ ഈ രീതിയിൽ ചിന്തിക്കുള്ളൂ. എന്നിട്ട് ഇതിനെ ക്ലസ്റ്റേഴ്സ് ആയിട്ട് രൂപപ്പെടുത്തും.
ടോപ്പിക്കൽ ക്ലസ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ നേരത്തെ പറഞ്ഞ ലാൻഡിംഗ് പേജില്ലേ, ഒരു പർട്ടിക്കുലർ സർവീസും ആ സർവീസിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു പർട്ടിക്കുലർ ക്ലസ്റ്റർ ഓഫ് പേജസ്, നമ്പർ ഓഫ് ബ്ലോഗ് പോസ്റ്റ് എന്ന് പറയാം, അതിന് നേരത്തെ പറഞ്ഞ സബ് സർവീസസ് എന്ന് പറയാം, അതൊരു ക്ലസ്റ്റർ ആയിട്ട് രൂപപ്പെടും. ഈ ക്ലസ്റ്ററിൽ അത് റിലേറ്റഡ് ആ ബിസിനസ് അവിടെ ചെയ്യുന്നതിന്റെ അത് റിലേറ്റഡ് അല്ല ബിസിനസ് സർവീസസ് റിലേറ്റഡ് ആയിട്ടുള്ള സകല പെയിൻ പോയിന്റ്സുകളും സകല ക്വറീസുകളും നമ്മൾ റിസർച്ച് ചെയ്യണം, എഴുതി പോകും ബ്ലോഗായിട്ട്. ഇപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് ഒരാൾ വന്നു ചോദിച്ചു നിങ്ങളുടെ എല്ലാ സർവീസും അയാൾക്ക് അറിയണം, കണ്ട കാര്യം അയാൾക്ക് അയാളുടെ സർവീസ് കാണാൻ. അപ്പോൾ ആ സർവീസിനെ കുറിച്ച് ഒരു പേജ് ഉണ്ട്. അയാളുടെ മനസ്സിൽ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ആ സർവീസിന്, അത് കംപ്ലീറ്റ് നിങ്ങളുടെ വെബ്സൈറ്റ് ആൻസർ ചെയ്യുന്നുണ്ട്. ഇനി അയാളെ എഡ്യൂക്കേറ്റ് ചെയ്യണം, അയാൾക്ക് അറിയാത്ത കാര്യങ്ങൾ, അതിനുള്ള ബ്ലോഗുകൾ കൂടിയുണ്ട്. അപ്പോൾ ആ ടോപ്പിക്കിൽ അപ്പോൾ നമ്മളൊരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുമ്പോൾ ഒരു ഹോം പേജ് ക്രിയേറ്റ് ചെയ്യുക. ഈ 50 സർവീസ് എന്ന് പറയുന്നത് 50 സർവീസ് പേജായിട്ട് ക്രിയേറ്റ് ചെയ്യണം അല്ലേ? അതിന് സപ്പോർട്ടിംഗ് ആയിട്ട് 1800 സബ് സർവീസ് ഉണ്ടെങ്കിൽ അതിന് ബ്ലോഗായിട്ട് ക്രിയേറ്റ് ചെയ്യണോ, അല്ലെങ്കിൽ പേജസ് ആയിട്ട് സെപ്പറേറ്റ്? ഓക്കെ, എന്താണ് നമ്മുടെ മനസ്സ് പറയുന്നത്? ഇതിനൊന്നും ബേസിക്കലി എഴുതി വെക്കപ്പെട്ട നിയമങ്ങളൊന്നുമില്ല. സൈറ്റ് ഇങ്ങനെ തന്നെയായിരിക്കണം, അങ്ങനെ തന്നെയായിരിക്കണം എന്നുള്ളതല്ല. അത് ഡീൽ ചെയ്യുന്ന ആളുടെ ഒരു മനോജിതമാണ്. നമുക്ക് തോന്നുന്നു ഈ സൈറ്റ് ഇങ്ങനെയാണ് നല്ലത്. നമ്മൾ അതിനകത്ത് വന്ന ആളുകളെ കുറിച്ച് അറിയില്ല. നമ്മൾക്കറിയണം ആ സർവീസസും സബ് സർവീസസും അത് നമ്മുടെ യൂസേഴ്സ് കാണണം, അറിയണം എന്നുണ്ടെങ്കിൽ അപ്പൊ അയാൾക്ക് മുമ്പിൽ ഇതിൽ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത് എന്ന് നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടല്ലോ. അതിനനുസരിച്ച് നമുക്കാക്കാം. അപ്പൊ ബേസിക്കലി ഇപ്പൊ പറഞ്ഞു കൊടുക്കണം, നമ്മൾക്ക് ഓരോ സർവീസസിന് മെയിൻ സർവീസസിന് എന്തായാലും പേജസ് ആയിട്ട് ചെയ്യാം. സബ് സർവീസസ് വേണമെങ്കിൽ അതും സബ് പേജസ് ആയിട്ട് ചെയ്യാം, ബ്ലോഗറായിട്ട് എഴുതിയാലും തെറ്റൊന്നുമില്ല. ബേസിക്കലി ഇപ്പൊ നമ്മൾ വേർഡ്പ്രസ് പോലത്തെ പ്ലാറ്റ്ഫോമിലാണെങ്കിൽ പേജസ് ആൻഡ് പോസ്റ്റ് എന്നുള്ളത് കൺസെപ്റ്റുകൾ ഒരു പഴയകാല കൺസെപ്റ്റാണ്. അതിൽ നിന്നൊരു മോചനം അവർക്ക് ഇല്ലാത്തതുകൊണ്ടാണ്. ആക്ച്വലി പോസ്റ്റ് തന്നെ നമുക്ക് പേജ് പോലെ യൂസ് ചെയ്യാം, യൂസ് ചെയ്യാം. ഡിഫറെന്റ് ടെംപ്ലേറ്റ്സ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ലുക്ക് ആൻഡ് ഫീൽ മാറ്റാനാണെങ്കിൽ അതൊക്കെ നമുക്ക് ഓരോ പേജിനും ഓരോ പോസ്റ്റിനൊക്കെ നമുക്ക് വേറെ പോസ്റ്റ് വെച്ചിട്ട് ഓടിക്കാം. ആക്ച്വലി വേർഡ്പ്രസ് പ്ലാറ്റ്ഫോം ഡിസൈൻ ചെയ്തിരിക്കുന്നത് കുറച്ച് നമ്പർ ഓഫ് പേജസും മാക്സിമം പോസ്റ്റുകളും എന്നുള്ളതാണ്. പേജസിന്റെ എണ്ണം കൂടുന്തോറും അതിന്റെ ലോഡ് കൂടും. ആർക്കിടെക്ചർ അങ്ങനെയാണ്. അപ്പൊ പേജസ് കുറയ്ക്കാനാണ് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് വേർഡ്പ്രസ് പ്ലാറ്റ്ഫോം ആണെങ്കിൽ. ഡെവലപ്മെന്റ് ടൈം കൂടും അല്ലേ? അതിന്റെ കൂടുതൽ പേജസ് വരുമ്പോ ഇതിന്റെ ഒരു ഡാറ്റാബേസ് ആർക്കിടെക്ചർ അങ്ങനെയാണ്. അതിനകത്ത് ടാക്സോണമീസ് എന്ന് പറയില്ലേ, അത് എടുക്കുന്നതിനനുസരിച്ചിട്ടാണ് ഈ ലോഡ് ചെയ്യാൻ സമയം. വേർഡ്പ്രസ് എപ്പോഴും ലോഡ് ചെയ്യാൻ ഇനീഷ്യൽ ടൈം എടുക്കുന്നുണ്ട്. ശ്രദ്ധിച്ചിട്ടില്ലേ? സൈറ്റൊക്കെ എത്ര റെഡി ആണെങ്കിലും സെർവർ റെഡി ആണെങ്കിലും ചില സൈറ്റിൽ എന്നാലും ലോഡ് ചെയ്യാൻ സമയം എടുക്കുന്നുണ്ട്. പേജസിന്റെ എണ്ണം കൂടുതൽ. പോസ്റ്റുകളല്ല, ബ്ലോഗ് പോസ്റ്റുകളല്ല. ബ്ലോഗ് പോസ്റ്റ് 10 ലക്ഷമോ എത്ര വേണമെങ്കിലും കിട്ടും. പേജസ് 100-500 കൂടുതൽ കയറിയാൽ ആ വെബ്സൈറ്റ്, അതേപോലെ ടാഗുകൾ എണ്ണം കൂടിക്കഴിഞ്ഞാൽ ലോഡിങ് ഇഷ്യൂ പറ്റും. ഓക്കെ മനസ്സിലായി. അപ്പോൾ ഞാൻ എൻ്റെ ഈ വെബ്സൈറ്റ് ഈ സംഭവം തന്നെ ഞാൻ പെട്ടെന്നൊരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്തിട്ട് ഈ 1800 സർവീസിനും ബ്ലോഗ് ഒരുമിച്ച് എഴുതി പുഷ് ചെയ്താൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. പോസിബിൾ ആണെങ്കിൽ നമുക്കത് ചെയ്യാം. ഓക്കെ, പോസിബിൾ അല്ലാത്തത് കൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തത്. നമ്മള് ബ്ലോഗുകളൊക്കെ എഴുതി ടോപ്പിക്കിൽ അതോറിറ്റി ആവണമല്ലോ. പക്ഷെ നമുക്ക് 20 ടോപ്പിക് ഉണ്ട്, അല്ലെങ്കിൽ 20 സർവീസ് ഉണ്ട്. അപ്പൊ 20 സർവീസിന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ സർവീസിനും വേണ്ടി 50 ബ്ലോഗ് വെച്ചിട്ട് പ്ലാൻ ചെയ്ത് വെച്ചു. അപ്പൊ അറൗണ്ട് 1000-ഓളം ഇതായില്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്യും? എന്റെ മുമ്പിൽ പല ഓപ്ഷൻസ് ഉണ്ട്. എന്റെ 20 സർവീസ് പേരിന് സ്റ്റാർട്ട് ചെയ്യുന്നു, എന്നിട്ട് ഒരു സർവീസിന് മാത്രമേ ഞാൻ ബ്ലോഗ് എഴുതും. ഇത് 1000 പബ്ലിഷ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ മറ്റു സർവീസുകൾക്ക് ആ ടോപ്പിക്കിൽ അതോറിറ്റി ആയിട്ട് വരാൻ സമയം എടുക്കും. ഞാൻ ഒരു സർവീസിനെ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു അത് ശരിയല്ല, എല്ലാ സർവീസിനും കൂടി ഒരുമിച്ച് ചെയ്യാം. അപ്പൊ ആഴ്ചയിൽ ഇത്ര ബ്ലോഗ് പോസ്റ്റ് ഈ സർവീസിന്, ഇത്ര ബ്ലോഗ് പോസ്റ്റ് മറ്റൊരു സർവീസിന്. അപ്പോൾ എൻ്റെ പ്രശ്നം എന്താണ്? എല്ലാ സർവീസുകളും പതുക്കെ അതോറിറ്റിയിലേക്ക് വരുന്നു, പക്ഷെ എല്ലാം കുറെ നാൾ വരുന്നു. അപ്പൊ ഒരെണ്ണത്തിന് ആദ്യം തന്നെ ഹിറ്റ് ആക്കിച്ചിട്ട് മറ്റുള്ളതിനെ പതുക്കെ കൊണ്ടുവന്നാൽ മതിയോ? എല്ലാത്തിനും കൂടി ഒരുമിച്ച് പതുക്കെ കൊണ്ടുപോയി ഒരുമിച്ച് ഹിറ്റ് ആക്കിക്കണോ എന്നുള്ളത് ഒരു എഴുതി വെക്കപ്പെട്ട റൂളൊന്നും. ആ ബിസിനസിന്റെ അന്നേരത്തെ അവസ്ഥയും നമ്മുടെ ബുദ്ധിയാണ്. അവിടെ SEO എന്നത് മാർക്കറ്റിംഗ് ബുദ്ധിയാണ് വേണ്ടി സർവീസിനെ ഹിറ്റ് ആക്കുന്നതായിരിക്കും. പെട്ടെന്ന് സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, അത് അത്രയും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റിസോഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ലിമിറ്റ് ഒന്നുമില്ല. കാരണം ഗൂഗിളിനും ഇൻഫർമേഷൻസ് കൂടുതൽ അവർക്ക് ഇഷ്ടമാണ്. നല്ല ഇൻഫർമേഷൻ ഇടുന്ന സൈറ്റ്.
നിങ്ങൾ ഈ പറഞ്ഞ മാതിരി ഡെയിലി 100-500 കണക്കിന് ബ്ലോഗുകൾ എഴുതാൻ പറ്റും. ചെയ്തു നോക്കി. നല്ല ക്വാളിറ്റി ബ്ലോഗുകളാണെങ്കിൽ ലോകത്തുള്ള ഏത് സൈറ്റിനും ബീറ്റ് ചെയ്യും നമ്മുടെ സൈറ്റ് റെഡി ആയി കഴിഞ്ഞതാണ്. പക്ഷെ അത് എളുപ്പമല്ല. ഇത്ര ക്വാളിറ്റി ഉള്ള കണ്ടന്റ് ഡെയിലി അത്രയും ക്വാളിറ്റിയിൽ ഇടുക എന്ന് പറഞ്ഞു നടന്നാൽ അത്ര റിസോഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രോളേഴ്സ് ഒക്കെ നിങ്ങളുടെ നിന്ന് ഇറങ്ങൂല. സ്ഥിരമായിട്ട് അവിടെ തന്നെ ഒരു ക്രോളർ വെച്ചിട്ടുണ്ടാവും. ഈ ക്രോളിംഗിന്റെ സാറിന്റെ ക്രോളിംഗ് ബജറ്റ് എന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് ഈ ക്രോളിംഗ് ബജറ്റ്? നമുക്കറിയാം ക്രോളേഴ്സ് ആണ് നമ്മുടെ വെബ്സൈറ്റ്. ഗൂഗിൾ മാത്രമല്ല, ഇപ്പൊ എല്ലാ ക്രോളേഴ്സ് ഉണ്ട്. അപ്പൊ ഗൂഗിളിന്റെയും ഡിഫറെന്റ് ക്രോളേഴ്സ് ഉണ്ട്. ഇമേജസ് സ്ക്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിൾ ഇമേജ് ക്രോളർ ഉണ്ട്. ആഡുകൾക്ക് വേണ്ടി ക്രോളേഴ്സ് ഉണ്ട്. അല്ലാതെ തന്നെ നമ്മുടെ വെബിലെ ഡാറ്റ ക്രോളേഴ്സ് ഉണ്ട്. അതിൽ തന്നെ പുതിയ പേജസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡിസ്കവറിക്ക് വേണ്ടി ക്രോളർ ഉണ്ട്. ഓൾറെഡി ഇൻജക്ട് ചെയ്ത പേജുകളിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായെന്ന് അറിയാനായിട്ട് റിഫ്രഷിങ്ങിന് വേണ്ടി ക്രോളേഴ്സ് ഉണ്ട്. ഇത് പല ക്രോളേഴ്സും ഉണ്ട്. അപ്പോ ഇങ്ങനെ ആലോചിക്കുക, ഗൂഗിളിന് അവന്റെ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ആണ് അല്ലെ? എത്രയൊക്കെയോ വന്നാലും കുറെ സെർവറുകൾ ഇത്രയൊക്കെ ഉള്ളൂ. ഈ ഇതിലുള്ള ക്രോളേഴ്സ് കുറെ മാൻ പവർ ആണെന്ന് വിചാരിക്കും. ഈ മാൻ പവർ പുറത്തിറങ്ങിയിട്ട് ഓരോ വീടുകളും കയറുന്ന പോലെയാണ് ഓരോ സൈറ്റിലും കയറുന്നത്. അതിന്റെ ഉദ്ദേശം പുതിയ പേജുകൾ കണ്ടുപിടിക്കല. ഓൾറെഡി ഉള്ള പേജുകളിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയുവാണ്. ഇതിന് ഓരോ വീടുകളിലേക്കും പണിക്ക് വിടുകയെന്ന് വിചാരിക്കും. അസംഭവം വിചാരിക്കും. 10,000 കണക്കിന് സൈറ്റ് എന്ന് പറഞ്ഞാൽ 10,000 കണക്കിന് വീടുകൾ. അസംഭവയുടെ അതിൽ ഇത്ര ആൾക്കാരുണ്ട്. ഈ ആൾക്കാരെ കൊണ്ടാണ് ഇത്രയും ജോലി എടുക്കേണ്ടത്. അപ്പൊ ഇവിടെ എല്ലായിടത്തും പോയി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാണ് അല്ലേ? അപ്പൊ സംഭവം ഇവിടെ കുറച്ച് ഒപ്റ്റിമൈസേഷൻ ചെയ്യും. എടാ മറ്റേ പുതിയ പേജസ് കണ്ടുപിടിക്കാനുള്ള ആ ക്രോളറുടെ അടുത്ത് പറയും, നീ ആ വീടുകളിൽ കൂടുതൽ ചെയ്ത്, കാരണം അവിടെ പുതിയ പേജസ് ഉണ്ടാവും. ചാൻസ് ഉള്ളടത്ത്. ഇല്ലാത്തടത്ത് വെറുതെ പോയി നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോ ഈ ഒരു ഇത് തന്നെയാണ് ഇവൻ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ അറിയാം കഴിഞ്ഞ കാലത്ത് ഇത്ര നാളത്തിൽ ഈ വെബ്സൈറ്റിൽ എത്രത്തോളം പേജസ് ആണ് പുതിയതായിട്ട് വരുന്നത്. ഇപ്പൊ ഡെയിലി ഒരു വെബ്സൈറ്റിൽ ഉണ്ടെന്ന് വിചാരിക്കാം പുതിയ പേജസ്. അപ്പൊ ഉറപ്പായിട്ട് ഗൂഗിളിന് ഡെയിലി ഉണ്ട്. അവന്റെ അവിടെ ഡെയിലി പോയാൽ നഷ്ടമില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഈ അവന് തോന്നണം ഈ പേജ് ക്വാളിറ്റി കുറവാണെങ്കിൽ അപ്പോഴും ഗൂഗിള് മുടക്കും. പോയിട്ട് കാര്യമില്ല, ഡെയിലി ഇടുന്നുണ്ട്, പക്ഷെ ഒന്നിനും കൊണ്ടുവില്ല. അതുകൊണ്ട് പലപ്പോഴും അപ്പൊ അതേസമയം ക്വാളിറ്റി ഉള്ളതും ഫ്രീക്വൻസി ഉള്ളതും ഫ്രീക്വന്റ് ആണെങ്കിൽ ഇവൻ പോകും. ഇതിൽ തന്നെ വേറൊരു വെബ്സൈറ്റ് 2 മാസം കൂടുമ്പോഴാണ് ഒരു പേജ് ഇടുന്നത്. ഇത് ഗൂഗിളിൽ അറിയാം. എന്തിനു ഞാൻ ഡെയിലി പോയി നോക്കണം? ആ ബഡ്ജറ്റ് ആ ക്രോളറിന് വരുന്ന റിസോഴ്സില്ലേ ഒരു 0.0001 റുപ്പീസ് ആണ് പോലും നഷ്ടമല്ലേ? അത് ഇത്രയും വെബ്സൈറ്റുകൾക്കാണ് പോലും എത്ര വരും ഡാറ്റ. അപ്പൊ അവന്റെ റിസോഴ്സ് അവൻ ഇത് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ ഓരോ വെബ്സൈറ്റുകൾക്കും ഒരു ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്തിട്ട് എത്രത്തോളം ക്രോൾ ചെയ്യണമെന്ന്. അതാണ് ക്രോൾ അലോക്കേഷൻ, ക്രോൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഈ വെബ്സൈറ്റിന് ഞാൻ ഇത്ര ബഡ്ജറ്റ് കൊടുക്കാം, ഈ വെബ്സൈറ്റിന് കൂടുതൽ ബഡ്ജറ്റ് കൊടുക്കാം, കാരണം അവന്റെ നല്ല ക്വാളിറ്റി ഉള്ള ആർട്ടിക്കിൾസ് ആണ് കുറെ അവൻ പബ്ലിഷ് ചെയ്യുന്നുണ്ട്, അവന് കൂടുതൽ കൊടുക്കാം. ഈ വെബ്സൈറ്റ് ഒഴിവാക്കാനേ പറ്റില്ല, എനിക്ക് എത്രയും ഇതായിട്ടുള്ളത്. അങ്ങനെ ഒരു ബഡ്ജറ്റ് എല്ലാ വെബ്സൈറ്റുകൾക്ക് അലോക്കേറ്റ് ചെയ്തിട്ടാണ് ഇവന്റെ റിസോഴ്സിനെ മാനേജ് ചെയ്യുന്നത്. ഒപ്പം തന്നെ പുതിയ കണ്ടന്റുകൾ ഇതാക്കാനായിട്ട്. ഇതിനകത്ത് ഏറ്റവും നഷ്ടം വരുന്ന ക്രോളർ ഏതാണെന്ന് അറിയുന്നത്? ഇത് റിഫ്രഷിങ് ക്രോളർ. അത് ഗൂഗിളിന്റെ ഒരു ഹെൽപ്ലെസ് സംഭവം തന്നെയാണ്. കാരണം അവൻ ഈ കാണുന്ന കോടി പേജസ് ഇൻഡെക്സ് ചെയ്തല്ലോ. പക്ഷെ ഈ പേജിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അവന്റെ നിർബന്ധമില്ല, അവന് കണ്ടുപിടിച്ചല്ലേ പറ്റൂ. അവന് പിന്നെ റാങ്കിങ് കാണിക്കാൻ പറ്റും. ഇപ്പൊ ഒരു പേജ് അവൻ ടോപ്പിക് കാണിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക, ആ പേജിലെ കണ്ടന്റ് അയാൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഗൂഗിൾ? അവനിപ്പോഴും റാങ്ക് കാണിച്ചുകൊണ്ടിരിക്കും ഫസ്റ്റില്? ഇല്ല, കാണിച്ചു കഴിഞ്ഞാൽ ഇവന്റെ ക്രെഡിബിലിറ്റി പോയി. അപ്പൊ അതുകൊണ്ട് ഇൻഡെക്സ് ചെയ്തിട്ടുള്ള പേജസ് എല്ലാം പോയി നോക്കേണ്ട ഒരു ഹെൽപ്ലെസ് സിറ്റുവേഷൻ അവനുണ്ട്. അവൻ നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം. അവന് വേറെ മാർഗമില്ല. അല്ല, ആൾക്കാർ പറ്റിക്കും. ജസ്റ്റ് ഇൻഡെക്സ് ചെയ്യിക്കുക, എന്നിട്ട് കണ്ടന്റ് ചെയ്യിക്കുക, ചേഞ്ച് ചെയ്യാം, അങ്ങനത്തെ പരിപാടി. അപ്പൊ അതുകൊണ്ട് ഇൻഡെക്സ് ചെയ്ത പേജസ് പോയിട്ട് റിഫ്രഷ് ക്രോളർ പോയിട്ട് ഇതിനകത്ത് ചേഞ്ചസ് വന്നിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത് അവന് ഒഴിവാക്കാൻ പറ്റും. എന്നാൽ എത്ര പേരാണ് ചേഞ്ചസ് വരുത്തുക? വളരെ കുറവായിരിക്കും. പുതിയ പേജസ് ആഡ് ചെയ്യുന്നതിനേക്കാളും കുറവായിരിക്കും എക്സിസ്റ്റിംഗ് പേജസിൽ ചേഞ്ച് വരുന്നത്. പക്ഷെ റിഫ്രഷിംഗ് ക്രോളർക്ക് പോയേ പറ്റുള്ളൂ. അപ്പൊ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിന്റെ ക്രോൾ ബഡ്ജറ്റിൽ ഡിസ്കവറി ക്രോളിങ്ങിനേക്കാളും കൂടുതൽ റിഫ്രഷിംഗ് ക്രോളിംഗ് ആണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഗൂഗിൾ നമുക്ക് വലിയ ബഡ്ജറ്റ് ഒന്നും തന്നിട്ടില്ല. ഗൂഗിൾ നമ്മൾ വളരെ മോശമായിട്ടാണ് കണക്കാക്കുന്നത്. നമുക്ക് സെർച്ച് എൻസോണിൽ കാണാൻ പറ്റും. ക്രോൾ ബഡ്ജറ്റിൽ ഡിസ്കവറി ക്രോളറും റിഫ്രഷിംഗ് ക്രോളറും രണ്ടും നമുക്ക് കാണാൻ പറ്റും. ക്രോൾ സ്റ്റാറ്റസിന്റെ താഴെ കാണാൻ പറ്റും. അപ്പൊ നോർമലി ഹെൽത്തി ആയിട്ടുള്ള സൈറ്റിൽ ഡിസ്കവറി ക്രോളർ ആയിരിക്കും കൂടുതൽ. ഡിസ്കവറി ക്രോളിംഗ് ഒരു 65-80% അതായിരിക്കും. ബാക്കിയായിരിക്കും റിഫ്രഷിംഗ് ക്രോളർ. ഏതെങ്കിലും വെബ്സൈറ്റിൽ
റിഫ്രഷിംഗ് ക്രോളർ ഭൂരിപക്ഷം കയറി കിടക്കുക, അല്ലെങ്കിൽ ഒരു 90% റിഫ്രഷിംഗ് ക്രോളർ വന്ന് കിടക്കുന്നുണ്ട്. ആ സൈറ്റിന്റെ ഒരു ഇത് വളരെ വീക്കാണ്. കാരണം അപ്ഡേഷൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ക്വാളിറ്റി കണ്ടന്റ് ഉണ്ടായിരിക്കില്ല. എന്തായാലും നഷ്ടമുള്ള ഐറ്റത്തിനാണ് കൂടുതൽ ബഡ്ജറ്റ് കൊടുത്തേക്കുന്നത്. ഓക്കെ, മനസ്സിലായി. അപ്പോൾ അതിന് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ എന്തെങ്കിലും സ്ട്രാറ്റജി ഉണ്ടോ? ക്വാളിറ്റി കണ്ടന്റ് പുഷ് ചെയ്യാം. ഓക്കെ, കാരണം എന്തായാലും പ്രതീക്ഷിക്കണം ഗൂഗിൾ ഇവിടെ ക്രോളറെ വിടുന്നുണ്ടെങ്കിൽ ഗൂഗിളിന്റെ ഒന്നിലും പുതിയ പേജസ് കിട്ടണം, അല്ലെങ്കിൽ പുതിയ ക്വാളിറ്റി കണ്ടന്റ് കിട്ടണം. പുതിയ പേജസ് കിട്ടണം, ക്വാളിറ്റിയുടെ കണ്ടന്റ് കിട്ടണം. ഓക്കെ, ഈ രണ്ടും കൂടി ചേരുമ്പോഴാണ് ഗൂഗിളിന്റെ ഇത് വരും. സാധാരണ പുതിയ പേജസ് ഇടുമ്പോൾ തന്നെ ക്രോളിംഗ് കൂടും, ഡിസ്കവറി ക്രോളിംഗ് കൂടും. പക്ഷെ അതേ സമയം തന്നെ ക്വാളിറ്റി ഉള്ള കണ്ടന്റ് കൂടിയാണ് ഗൂഗിളിന് താല്പര്യം വരും. ഓക്കെ ഓക്കെ, മനസ്സിലായി. അതുകൊണ്ടാണ് ചില സമയത്ത് എങ്കിലും കേട്ടിട്ടില്ല, ഈ AI വന്ന സമയത്ത് AI കൊണ്ട് ഇടുന്ന കണ്ടന്റിൽ ഇൻഡെക്സ് ആവുന്നില്ല, അല്ലെങ്കിൽ ആ വെബ്സൈറ്റിൽ ഒറ്റ പേര് ഇൻഡെക്സ് ആവുന്നില്ല എന്നൊക്കെ പറയുന്ന എന്താന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല. കാര്യം AI കണ്ടന്റ് ആയതുകൊണ്ടല്ല, ക്വാളിറ്റി ഇല്ലാത്ത കണ്ടന്റ്. അപ്പൊ ഒരു പുതിയ സൈറ്റ് വരിക്കും, ഗൂഗിളിന്റെ ക്രോളർ വലിയ കാര്യത്തിന് വന്നു, പുതിയ പേജസ് കാണുന്നു, ഒന്നും തന്നെ ക്വാളിറ്റി ഇല്ല, പക്ക AI. ഗൂഗിൾ എന്താ പറയുക, ഒരു വാല്യൂ ഇല്ലാതെ ജസ്റ്റ് ഒരൊറ്റ സിംഗിൾ പ്രോംപ്റ്റ് കൊടുത്തിട്ട് എഴുതുന്ന ആർട്ടിക്കിൾസ് ആണ്. ഇവന്റെ ഏകദേശം രൂപ മനസ്സിലായാലോ, കാശ് ചെലവാക്കില്ല, നേരെ പോകും. വല്ലപ്പോഴും വന്നിട്ട് നോക്കൂ. നേരെ മറിച്ച് അവന് AI കൊണ്ട് എഴുതിച്ചാൽ പോലും ഈ കണ്ടന്റ് കൊള്ളാലോ, വേറെ എവിടെയും ഇല്ലാത്ത ഇൻഫോർമേഷൻ ഉണ്ടല്ലോ, ഇതെനിക്ക് നാളെ കാണിക്കണം, കൊള്ളാം, എന്റെ യൂസേഴ്സിന് ഇഷ്ടപ്പെടും എന്ന് തോന്നിയാലും ക്രോളിംഗ് കൂടും. ഓക്കെ, ഗുഡ് ക്വാളിറ്റി കണ്ടന്റ് ആണ് ഇനി എവിടെയും ഗുഡ് ക്വാളിറ്റി കണ്ടന്റ് തന്നെയാണ് ഇമ്പോർട്ടന്റ്. അത് നല്ല പുതിയ ഇൻഫോർമേഷൻ കൊടുക്കുന്ന, ആളുകളുടെ പെയിൻ പോയിന്റ് അഡ്രസ് ചെയ്യുന്ന, ആളുകളുടെ ക്വസ്റ്റ്യൻസിന് നല്ല രീതിയിൽ ആൻസേഴ്സ് കൊടുക്കുന്ന, ഒരു ക്വസ്റ്റ്യൻ പോലും അവന്റെ മനസ്സിൽ അവശേഷിപ്പിക്കാതെ ഉത്തരങ്ങൾ പറയുന്ന, അല്ലെങ്കിൽ അവൻ ഇതുവരെ കേൾക്കാത്ത, അവനെ വണ്ടടിപ്പിക്കുന്ന, അവനെ എക്സൈറ്റ് ചെയ്യിക്കുന്ന ഇൻഫോർമേഷൻ കൊടുക്കുന്നത്. അത്രയും ഇതൊക്കെ കൊടുക്കുന്ന കണ്ടന്റുകൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു. അതാണ് ഹെൽപ്ഫുൾ കണ്ടന്റ് എന്ന് പറയുന്നത്. ഈ AI ഓവർവ്യൂ എന്താണ്? AI ഓവർവ്യൂ ഗൂഗിളിൽ ഇപ്പോ രണ്ട് ഇതുണ്ടല്ലോ, AI ഓവർവ്യൂ ഉണ്ട്, AI മോഡും ഉണ്ട്. അപ്പൊ AI ഓവർവ്യൂ എന്ന് പറഞ്ഞത് നോർമലി ഈ നിലവിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന വെബ്സൈറ്റുകളുണ്ട്. അതായത് ഗൂഗിളിൽ നമ്മളൊരു കാര്യം സെർച്ച് ചെയ്യുന്നു, അത് നിലവിൽ ടോപ്പിൽ കുറെ വെബ്സൈറ്റുകൾ വരുന്നുണ്ട്, അല്ലെ, ടോപ്പിൽ 1 2 3 4 എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. ആ നിലവിൽ നമ്മളൊക്കെ ചെയ്തിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഇത്ര വർഷങ്ങളായിട്ട് ഇന്റർനെറ്റുള്ള കാലം തുടങ്ങിയിട്ട് നമ്മളെല്ലാം ചെയ്തിരുന്നതെന്ന് വെച്ചാൽ ഈ ടോപ്പിൽ വരുന്ന വെബ്സൈറ്റിൽ ഓരോന്ന് എടുത്തായിട്ട് ഓപ്പൺ ചെയ്യും. ചിലപ്പോൾ ആദ്യത്തെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യും, നമുക്ക് ഉത്തരം കിട്ടും, മതിയാവും. ചിലപ്പോൾ രണ്ടാമത്തെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യും, മൂന്നാമത്തെ വെബ്സൈറ്റ്. ഇവൻ ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോപ്പിൽ വരുന്ന കുറച്ച് വെബ്സൈറ്റുകൾ ഇവൻ അനലൈസ് ചെയ്യും, എന്നിട്ട് അതിൽ നിന്ന് ഇവന് ഡയറക്റ്റ് ഒരു ആൻസർ ഉണ്ടാക്കും, നേരിട്ടൊരു ആൻസർ ഉണ്ടാക്കും. സൈഡിൽ തന്നെ റെഫറൻസുകളും കൊടുക്കും, ഏതൊക്കെ സൈറ്റുകളാണ് റെഫർ ചെയ്തെന്നുള്ള കൊടുക്കും. അപ്പൊ നോർമലി പല സെർച്ചസും എനിക്ക് ആദ്യം കാണിക്കുന്ന ആ വെബ്സൈറ്റുകളൊന്നും പോവാതെ എനിക്ക് ഡയറക്റ്റ് ആൻസേഴ്സ് കിട്ടാൻ തുടങ്ങി. എനിക്ക് ഒരു കാര്യമാണ് വാട്ട് ഈസ് എസ് അപ്പൊ തന്നെ അവിടെ കാണിക്കും, മുകളിൽ തന്നെ കാണിക്കും എസ് എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം, ഇങ്ങനെയൊക്കെയാണ്. എനിക്ക് ഉത്തരം കിട്ടി. ഇനി വെബ്സൈറ്റുകൾ കഷ്ടപ്പെട്ട് വിസിറ്റ് ചെയ്യണമെന്നില്ല. ഇത് AI ഓവർവ്യൂ. AI മോഡ് എത്തുമ്പോഴേക്കും ഡിഫറെന്റ് ആയി. AI മോഡിൽ ഈ പറഞ്ഞ ടോപ്പിൽ വരുന്ന കുറച്ച് സൈറ്റുകൾ എടുത്തിട്ട് കാണിക്കലല്ല, അവൻ നമ്മുടെ ChatGPTയിലും ജെമിനിയിലൊക്കെ സെർച്ച് ചെയ്യുന്ന പോലെ നമ്മൾ അന്വേഷിക്കുന്ന ഈ കീവേഡിൽ നമ്മൾ അന്വേഷിച്ച സെർച്ചിൽ ആ സെർച്ചസിൽ നിന്ന് അതിനെ മനസ്സിലാക്കിയിട്ട് ഡിഫറെന്റ് സെർച്ചസ് അവൻ ക്രിയേറ്റ് ചെയ്യും. ചിലപ്പോ 5, ചിലപ്പോ 10, 15, 56, 100 എത്ര വേണമെങ്കിലും അവൻ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അത്രയും സെർച്ചസ് അവൻ വേറെ ചെയ്യും. ആ സെർച്ചസ് എല്ലാം ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടുകൾ എല്ലാം കൂടി പഠിക്കും. ഇവിടേക്ക് ഇൻഫോർമേഷൻസ് ഉള്ള പേജസ് ഇതാവുന്നത്, യൂണീക്ക് ഇൻഫോർമേഷൻസ് ഒക്കെ ഉള്ള സാധനത്തെ സൈറ്റ് ഒക്കെ കോട്ട് ചെയ്യപ്പെടും. ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് നമ്മുടെ സൈറ്റിലുള്ളൂ. AI മോഡ് നമ്മുടെ സൈറ്റിനെ പോയിന്റ് ചെയ്തു, മനസ്സിലായി. പക്ഷെ ആ മെയിൻ കീവേഡ് ഇല്ല ആൾക്കാർ സെർച്ച് ചെയ്തത്, ആ കീവേഡിന് നമ്മുടെ സൈറ്റ് റാങ്ക് ചെയ്യണമെന്നില്ല. അവൻ ആ മെയിൻ കീവേഡിന്റെ റിസൾട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി അന്വേഷിച്ച മറ്റ് സെർച്ചസിൽ ഇവരാരും പറയാത്തൊരു പോയിന്റ് പറഞ്ഞാൽ പോലെ. അതാണ് ഇന്നത്തെ കാലത്തുള്ള മെയിൻ സംഭവം. അപ്പൊ AI മോഡിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇന്നത്തെ ചലഞ്ച്. നമുക്ക് AI സെർച്ച് ഒക്കെ വരുമ്പോൾ 0 ക്ലിക്ക് ട്രാഫിക് ഒരുപാട് കുറയുമല്ലോ. അതിന് സെയിൽസിലേക്ക് എങ്ങനെ നമുക്ക് ബീറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും? സെയിൽസിന് ഒരിക്കലും ബാധിക്കില്ല. കാരണം ഇത് ബാധിക്കുന്നു, എന്റെ ഒരു അഭിപ്രായത്തിൽ പറയാട്ടോ, ഇത് ബാധിക്കുന്ന ഒരേ ഒരു വിഭാഗക്കാരേ ഉള്ളൂ. വെബ്സൈറ്റിൽ ആളുകൾ വരുന്നു, വെബ്സൈറ്റിൽ അഡ്വർടൈസ്മെന്റ് നടത്തുന്നു, അതിലൂടെ വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാർ. അതായത് വെബ്സൈറ്റിലെ ട്രാഫിക്,
വെബ്സൈറ്റിൽ ട്രാഫിക് വെച്ചിട്ട് വരുമാനം ഉണ്ടാക്കിയിരുന്ന ആൾക്കാർ AdSense അവരെ ബാധിക്കും. അല്ലാതെ നമ്മളൊരു സർവീസ് ചെയ്യും, ഈ പബ്ലിഷർ സൈറ്റുകൾ, നമ്മളൊരു സർവീസ് ചെയ്യും. ആ സർവീസിന് അവൻ ഏതാണ് ഈ മികച്ച സർവീസ് എന്ന് കൊടുക്കുന്ന കമ്പനി എന്നുള്ള അവന്റെ സെർച്ചസ്, അവൻ പണ്ടത്തെ പോലെ എല്ലാ വെബ്സൈറ്റും കയറി ഇറങ്ങി പോകണമെന്നില്ല. അവന് ചിലപ്പോൾ AI മൂടെ ആൻസർ കൊടുത്തിട്ടുണ്ടാവും, അല്ല ChatGPT ആൻസർ കൊടുത്തിട്ടുണ്ടാവും. ഈ 5 കമ്പനിയാണ്, ബാക്കി അവന് ഈ 5 കമ്പനിയുടെ സൈറ്റിൽ തന്നെ വന്നു തന്നെ ആവാം. അൾട്ടിമേറ്റ്ലി അവന് സൈറ്റിൽ ലാൻഡ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമുക്ക് AI വരിക എന്നുള്ളത് നമ്മളെ സമയത്ത് വലിയ ചാൻസ് ആണ് ബിസിനസ്സുകാർക്ക്. നമ്മൾ കനത്ത് വരാന്ന് പറഞ്ഞാൽ നമുക്ക് എന്തിനും വെറുതെ സീറോ ക്ലിക്കിൽ അതിന് നമ്മുടെ സൈറ്റിലേക്ക് വന്നതിന്റെ കൺവേർഷൻ റേറ്റ് കൂടുതലായിരിക്കും. അതായത് നോർമലി വന്നവരല്ല വരുന്നത്, AI സെർച്ച് ചെയ്ത് നമ്മളുടെ മെൻഷൻസ് കണ്ടിട്ട് ഇനി ഇവനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ്, നമ്മളെ കുറിച്ച് അറിയാൻ ബ്രാൻഡ് മെൻഷൻസ് ഇമ്പോർട്ടന്റ് അല്ലേ, ഭയങ്കര ഇമ്പോർട്ടന്റ്. ഇനി അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ വെച്ചാൽ സൈറ്റിലെ വിസിറ്റേഴ്സ് ഇനി ഭയങ്കരമായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ചാൻസുകൾ കൂടുകയാണ്. അനാവശ്യമായിട്ടുള്ള വിസിറ്റേഴ്സ് ഇല്ലാതാവുകയാണ്. അതൊക്കെ AI വെച്ച് ഫിൽട്ടർ ചെയ്യപ്പെടും. പക്ഷെ ഇത് ബാധിക്കുന്ന ഒരു ഭാഗമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വെബ്സൈറ്റ് ട്രാഫിക്, പ്യുവർലി ട്രാഫിക്കിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളുണ്ട്. അത് എന്ത് സംഭവിക്കുന്നു എനിക്കറിയില്ല, കാരണം അവര് റവന്യൂ ഉണ്ടാക്കിയിരുന്നത് ആണ്. പക്ഷെ അതൊരു മറ്റൊരു സത്യം കൂടി ഉള്ളത് പറയാം, ഇവരാണ് ഏറ്റവും മോശമായ SEO അടക്കം എല്ലായിടത്തും മോശമായ ഏറ്റവും പ്രവണതകൾ തുടക്കം കുറിച്ചത്. ഈ ട്രാഫിക് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചത് ഞാനൊക്കെ കിടക്കുന്ന ഒരു സമയത്ത് അതിനകത്ത് ഭാഗമാണ്. നമ്മുടെ ഈ SEO തന്നെ മോശം പ്രാക്ടീസസ് എന്നൊക്കെ പറഞ്ഞില്ലേ, മോശം ഇല്ലാത്ത ട്രാഫിക് കൂട്ടുക, എങ്ങനെയൊരു ട്രാഫിക് കൂട്ടുക. പക്ഷെ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് ആരെങ്കിലും ചെയ്യും, കാരണം ആവശ്യമുള്ള നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ചെയ്തിട്ട് കാര്യമുള്ളൂ. എത്ര ക്വാളിഫൈഡ് ക്വാളിറ്റി എങ്ങനെയും വന്നാൽ. അതുകൊണ്ട് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത് 100 ആൾക്കാരെ വിളിക്കുന്നതും 10 ആൾക്കാരെ വിളിക്കുന്നതും. അതെ. അപ്പൊ ഞാൻ പ്രതീക്ഷിക്കുന്നത് SEO അനാവശ്യമായ പ്രവണതകൾ നിൽക്കാൻ ഇത് സഹായിക്കും ഈ സംഭവം. കാരണം ഇനി വെറുതെ ട്രാഫിക് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, വരൂല ആൾക്കാർ AI വെച്ച് നിൽക്കും. പക്ഷെ ബിസിനസ്സുകാർക്ക് എപ്പോഴും ഇത് പ്ലസ് ആണ്, വേണം AI മെൻഷൻ ചെയ്യപ്പെടണം. അപ്പൊ നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് അതിനനുസരിച്ച് കോണ്ടന്റ് സ്ട്രാറ്റജി, കണ്ടന്റ് സ്ട്രാറ്റജി, അതിന്റെ എഴുത്തിന്റെ സ്റ്റൈല് എല്ലാം മാറ്റണം. മനുഷ്യനോടല്ല നമ്മൾ സംസാരിക്കും, നമുക്ക് ഒരേ സമയം തന്നെ മനുഷ്യനോട് സംസാരിക്കണം, സെർച്ച് എഞ്ചിൻസിന്റെ മറ്റേ ഗൂഗിൾ പോലത്തെ റോളേഴ്സിനെ സംസാരിക്കണം. അതുപോലെ AI ഇതൊക്കെ പ്രോസസ് ചെയ്യുന്ന NLP, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറയുന്ന അതാണല്ലോ ഇത് പ്രോസസ് ചെയ്യുന്ന ലാംഗ്വേജിന്. ആ NLP കൂടി മനസ്സിലാവും. ഒരേ സമയം നമുക്ക് ഇത്ര ആൾക്കാരെ ഡീൽ ചെയ്യുന്നുണ്ട്. പണ്ടാണെങ്കിൽ 1-2 മനുഷ്യനോടും ഗൂഗിളിനോടും സംസാരിച്ചാൽ മതി, നമുക്ക് ഇവരോടും കൂടി സംസാരിക്കണം എന്ന് വിചാരിച്ചാൽ നമുക്ക് അഡീഷണൽ വേറെ എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്നല്ല. SEO വേറെ ഇനി പുതിയതായിട്ട് എന്തൊക്കെയോ പഠിച്ചു ഒന്നും ചെയ്യാനില്ല. പുതിയതായിട്ട് നിലവിലുള്ള പ്രാക്ടീസസ് തന്നെ ചെയ്താൽ മതി. പക്ഷെ നമ്മളുടെ കണ്ടന്റ് എഴുത്തിലും കണ്ടന്റ് അറേഞ്ച് ചെയ്യുന്നതിലും ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. കുഞ്ഞു പാരഗ്രാഫ് ഉണ്ടാക്കുക, കുഞ്ഞു സെന്റൻസുകൾ ഉപയോഗിക്കുക, സ്ട്രെയിറ്റ് ആയിട്ട് പറയുക. ഇവന് മനസ്സിലാവില്ല, നമ്മള് ആൾക്കും മനസ്സിലാവാത്ത നമുക്ക് ഇതായിട്ടുള്ള സർക്കാസ്റ്റിക് ആയിട്ട് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ അവന് മനസ്സിലാവില്ല, അവന് തെറ്റിയിരിക്കും നമ്മുടെ കണ്ടന്റ്. സ്ട്രെയിറ്റ് ആയിട്ട് പറയുക. ഈ NLP റാഗ് അങ്ങനത്തെ കുറെ സംഭവങ്ങൾ കേട്ടിട്ടുണ്ട്, അതെന്തൊക്കെയാണ് NLP റാഗ്? NLP റാഗ് ഇതൊക്കെ പറഞ്ഞില്ലേ. ഇപ്പൊ AI എന്ന് പറഞ്ഞാൽ അറിയാലോ, AI ഒരു വലിയ ഫീൽഡാണ്. അതിനകത്ത് നമുക്ക് ഈ മെഷീൻ ലേണിംഗ് ഉണ്ട്, ഡീപ്പ് ലേണിംഗ് ഉണ്ട്, ന്യൂറൽ നെറ്റ്വർക്ക്സ് ഉണ്ട്, അതുപോലെ തന്നെ LLM ലാർജ് ലാംഗ്വേജ് മോഡൽസ് ഉണ്ട്, NLP ഉണ്ട്. അപ്പോൾ ഈ NLP എന്ന് പറഞ്ഞത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ മുമ്പ് വളരെ മുമ്പ് ഇപ്പൊ AI ഒക്കെ വളരെ കാലം മുമ്പേ ഉള്ളതാണ് AI ഒക്കെ. അപ്പൊ ആ സമയത്ത് ഇതിനേക്കുള്ളൊരു ചലഞ്ച് എന്താ വെച്ചാൽ, ഒരു മനുഷ്യൻ സംസാരിക്കുന്ന കാര്യമുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ടൈപ്പ് ചെയ്യുന്ന കാര്യം, അത് എന്താണ് ഇയാൾ ശരിക്കും ഉദ്ദേശിക്കുന്നത് ഇവർക്ക് മനസ്സിലാവാറില്ല. നേരത്തെ വെക്ടേഴ്സിന്റെ കേസ് പറയുന്നത് പോലത്തെ ആ ടെക്സ്റ്റ് ആയിട്ട് കാണാനേ ഇവനെ അറിയുള്ളൂ. ഓവറോൾ എടുത്തിട്ട് അതിനകത്ത് ഗ്രഹിച്ചിട്ട് അതിൽ നിന്ന് ആ ടോൺ, എന്ത് ടോണിലാണ് സംസാരം, എന്താണ് അർത്ഥം എന്നുള്ളതൊക്കെ വെച്ചിട്ട് ശരിക്കും ഒരു മനുഷ്യൻ മനസ്സിലാക്കുന്ന പോലെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഈ NLP എന്നുള്ള ടെക്നോളജി വന്നപ്പോൾ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്നാണ് അതിൽ തന്നെ കിടപ്പുണ്ട്. നാച്ചുറലായിട്ട് ലാംഗ്വേജ് പ്രോസസ്സിംഗ്, നാച്ചുറൽ ആയിട്ടുള്ള ലാംഗ്വേജ്. അപ്പോൾ ഒരു മനുഷ്യൻ സംസാരിക്കുന്ന ആ ഒരു സംസാരം അല്ലെങ്കിൽ അയാളുടെ എഴുതിയിരിക്കുന്ന കണ്ടന്റിനെ മനസ്സിലാക്കി ശരിക്കാണത് ഉദ്ദേശിച്ചിരിക്കുന്നത് മനസ്സിലാവും. മറ്റൊരു മനുഷ്യൻ മനസ്സിലാക്കുന്ന പോലെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. അപ്പൊ നമ്മൾ ഇന്ന് കാണുന്ന ChatGPT, DeepSeek, Gemini എന്നൊക്കെ പറയുന്ന പ്ലാറ്റ്ഫോംസ് എല്ലാം നമ്മൾ ഈ ലാർജ് ലാംഗ്വേജ് മോഡൽസ് എന്ന് പറയും. ഓൾറെഡി വലിയൊരു ഡാറ്റ കൊടുത്തിട്ട് ട്രെയിനിങ് കൊടുക്കുകയാണ് ഇവര്. വലിയ ഡാറ്റ കൊടുക്കുക, കാരണം ഓൾറെഡി NLP ഉണ്ട്. അവന് മനുഷ്യനെ പോലെ നമ്മൾ ഒരാളെ ട്രെയിൻ ചെയ്യിക്കില്ലേ, സാധാരണ ഒരാളെ ട്രെയിൻ ചെയ്യിക്കുന്ന പോലെ തന്നെയാണ്, കൊച്ചിനെയൊക്കെ ട്രെയിൻ ചെയ്യിക്കുന്ന പോലെ തന്നെയാണ്. നമ്മളിങ്ങനെ ഡാറ്റ കൊടുക്കുകയാണ്.
ഇതാണ് ഇത് ഫിസിക്സ് ആണ്, ഫിസിക്സിൽ ഇന്ന് തിയറിയാണ്, ഇവൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അയാൾ ഷെർലക് ഹോംസ് എഴുതിയിരിക്കുന്ന ഇതാണ് വായിക്കും. അപ്പോൾ അയാളുടെ ലാംഗ്വേജ് എങ്ങനെയാണ്, എന്തൊക്കെ ഇതാണ് ഉപയോഗിക്കുന്നത്, അതിനകത്ത് എന്തെല്ലാം പാറ്റേൺസ്, അതിന്റെ കോമ്പിനേഷൻസ്, ഇതിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫിസിക്സിലെ തിയറി, കെമിസ്ട്രിയിലെ തിയറി, അങ്ങനെ ലോകത്തുള്ള സാർക്കിൽ ഇൻഫോർമേഷൻസ്, വിക്കിപീഡിയയിലെ കംപ്ലീറ്റ് ഡാറ്റ, IMDbയിലെ കംപ്ലീറ്റ് ഡാറ്റ, അങ്ങനെ കംപ്ലീറ്റ് ഡാറ്റ കൊടുത്ത് അത് കംപ്ലീറ്റ് പഠിക്കുകയാണ്. ഇവൻ ഒരു മനുഷ്യനോ 10 മനുഷ്യനോ ലക്ഷക്കണക്കിനോ മനുഷ്യന്മാരോ പഠിച്ചു വെച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഡാറ്റയാണ്. നമ്മളെക്കാൾ കൂടുതൽ കോമ്പിനേഷൻസ് അവനറിയാം, കൂടുതൽ പോസിബിലിറ്റീസ് അറിയാം. ഇതാണ് നമ്മൾ കാണുന്ന ഈ LLM സംഭവം. അപ്പൊ ഇതിന്റെ അടുത്ത് നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ അവൻ ഓൾറെഡി ട്രെയിൻഡ് ആണ്, ഓൾറെഡി ലക്ഷക്കണക്കിന് ഡാറ്റകളിൽ നിന്ന് അവൻ ട്രെയിൻഡ് ആണ്. ആ ഡാറ്റകളിൽ നിന്ന് അവൻ ട്രെയിൻഡ് ആയിട്ടുള്ള ഡാറ്റകളിൽ നിന്ന് അവൻ കുറെ പാറ്റേൺസ്, പാരാമീറ്റേഴ്സ് എന്നൊക്കെ പറയും, അങ്ങോട്ട് കിടക്കുന്നില്ല, അതിനെ വെച്ചിട്ട് അവൻ ജനറേറ്റ് ചെയ്യും റിസൾട്ട്. ഇവിടെ ജനറേറ്റ് ചെയ്യുന്നതിന് അവൻ ഓരോ ഒറ്റയടിക്കല്ല ജനറേറ്റ് ചെയ്യുന്നത്. എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചാൽ മതി, ChatGPTയിലൊക്കെ ഒരു ആൻസർ ജനറേറ്റ് ചെയ്യുമ്പോൾ ഒരുമിച്ചല്ല ഡിസ്പ്ലേ ചെയ്യുക, വേർഡ് ബൈ വേർഡ് ആയിരിക്കും. ഒരു വേർഡ് ചില വേർഡ് എത്തുമ്പോൾ സ്റ്റക്കാവും. കാരണം ഒരു വേർഡ് വരെ അവൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓരോ വേർഡും അവൻ ജനറേറ്റ് ചെയ്യുന്നത് മെട്രിക്സിന്റെ അപാരമായ കാൽക്കുലേഷൻ ആണ്. ഇതിനകത്ത് ഒരു വേർഡ് ജനറേറ്റ് ചെയ്യാനായിട്ട് അവൻ എടുക്കുന്നത് എത്ര, 20,000, 40,000, 80,000 ആ റേഞ്ചിലുള്ള മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനാണ്. അത്ര കാൽക്കുലേഷൻ വരുന്നത്. അതുകൊണ്ടാണ് ഇതിന് പ്രോസസ്സർ കൂടുതൽ വേണം എന്ന് പറയുന്നത് സാധനത്തിൽ. അപ്പോൾ ഈ LLM മോഡൽസ് നോർമൽ നമ്മുടെ ഒരു ക്വസ്റ്റിന് ആൻസേഴ്സ് ജനറേറ്റ് ചെയ്യണം. ഇപ്പോൾ ട്രെയിൻഡ് ഡാറ്റയിൽ നിന്ന് എടുത്ത് പിന്നെ അവൻ മനസ്സിലാക്കി വെച്ച പാറ്റേൺസ്, പാരാമീറ്റേഴ്സ് ഒക്കെ വെച്ചിട്ടാണ് അവൻ ജനറേറ്റ് ചെയ്തത്. പക്ഷെ അപ്പോഴും ഒരു പ്രോബ്ലം ഉണ്ട്. ഈ ട്രെയിൻഡ് ഡാറ്റയിൽ നിന്ന് മാത്രം എന്ന് പറയുമ്പോൾ പലപ്പോഴും അവൻ ആൻസർ പറയാൻ പറ്റാതെ ചില കാര്യങ്ങൾ അവന് കിട്ടണമെന്നില്ലല്ലോ. ഇപ്പൊ ഇന്നലെ നടന്ന ഒരു ഇൻസിഡന്റിനെ കുറിച്ച് ഞാൻ ചോദിച്ചാൽ അവൻ അറിയില്ല, അവൻ്റെ ട്രെയിൻഡ് ഡാറ്റയിൽ അത് വന്നിട്ടുണ്ടാവണമെന്നില്ല. അപ്പൊ ആ സമയത്ത് അവൻ തോന്നണ പോലെയൊക്കെ പറയാൻ നിൽക്കും, തോന്നണ പോലെ പറയാൻ നോക്കും. കാരണം അവനെ പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അവൻ ആൻസർ എന്തായാലും പറയും, പറഞ്ഞിരിക്കും, പക്ഷെ അവൻ തോന്നണ പോലെ പറയും. തെറ്റായിരിക്കും, കാരണം അവരുടെ പാരാമീറ്ററിൽ ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള ആൻസർ അതാണ്. അപ്പോൾ കുറേ കൂടി ബെറ്റർ റിസൾട്ട് ഇവന് കിട്ടണം, പറയാൻ പറ്റണം എന്നുണ്ടെങ്കിൽ ഇവന് റിയൽ ആയിട്ടുള്ള ഡാറ്റേനെ കൂടിയും ഒന്ന് അപഗ്രഥിക്കും. അതായത് നിലവിലുള്ള ലൈവായിട്ട് മറ്റു വെബ്സൈറ്റുകളിലെയും മറ്റു സ്ഥലങ്ങളും വീഡിയോസും എന്തൊക്കെയെന്ന് വെച്ചാൽ റെഫർ ചെയ്തിട്ട് അവൻ്റെ ട്രെയിൻഡ് ഡാറ്റയും പുറമേയുള്ള ലൈവായിട്ടുള്ള ഡാറ്റയും ക്ലബ് ചെയ്തിട്ട് അവന് ആൻസർ പറയാൻ പറ്റിയ കുറേ കൂടി ബെറ്റർ റിസൾട്ട് ആയിരിക്കും. ലൈവ് ആയിട്ടുള്ളതും റീസെന്റ് ആയിട്ടുള്ളതും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതും അതോടൊപ്പം കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളതും ഹാലൂസിനേഷൻ കുറവുള്ളതുമായിട്ടുള്ള ആൻസേഴ്സ് ഇവന് ജനറേറ്റ് ചെയ്യുന്നത്. ഇതിനു വേണ്ടി കൊണ്ടുവന്ന സംഭവം RAG. അപ്പോൾ ഈ RAGയും കൂടി LLMൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഈ ChatGPTയിലൊക്കെ സെർച്ച് ഓൺ ആക്കുക, ഡീപ്പ് തിങ്കിങ് ഒക്കെ ഓൺ ആക്കി കഴിഞ്ഞാൽ ബേസിക്കലി സംഭവിക്കുന്ന ബാക്കിൽ റാഗിനെ ഇവിടെ ആവുകയും സെർച്ച് ഓൺ ആക്കാന്ന് വെച്ചാൽ റാഗ് ലൈവ് ഡാറ്റ കൊണ്ട് എടുത്തോ എന്നാണ് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ട്രെയിൻഡ് ഡാറ്റ എന്ന് മാത്രം പറയും. മനസ്സിലായി. നമുക്ക് ഈ ഏജൻസ് ഉണ്ടല്ലോ, അതിന് ബിൽഡ് ചെയ്യുന്നതിനെ കുറിച്ച് എന്താണ് സാറിന്റെ? ഇന്നത്തെ കാലം ഏജന്റുകളായിരിക്കും ഭരിക്കുന്നത്. ഇന്നത്തെ കാലം എന്റെ കാഴ്ചപ്പാടി പറയണെങ്കിൽ ഓരോ വ്യക്തികളും ഓരോ കമ്പനികളാണ്, ഓരോ ഇൻഡിവിജ്വൽസും ഓരോ കമ്പനികളാണ്. പണ്ടാണ് നമ്മളൊരു കമ്പനി എന്ന് പറയുകയാണെങ്കിൽ ഒരു അക്കൗണ്ടന്റ്, ഒരു ഡിസൈനർ, ഒരു ഡെവലപ്പർ, ഒരു മാർക്കറ്റിംഗ് സ്റ്റാഫ്, ഒരു കണ്ടന്റ് റൈറ്റർ, അല്ലേ? ഇത് ഇത്രയും ഇന്ന് ഒരാൾക്ക് ചെയ്തോളി ചെയ്യാം. ChatGPT ഒരു ടൂൾസ് മതി. അപ്പൊ അത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇനി ഈ ഓരോ ഇൻഡിവിജ്വൽസ് ഓരോ കമ്പനിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയത്തെ കാലത്ത് വലിയ വലിയ കമ്പനീസ് എന്ന കൺസെപ്റ്റ് അവസാനിക്കാൻ പോവുകയാണ്. ഇപ്പൊ തന്നെ കേട്ടാണ് ഇപ്പൊ മൈക്രോസോഫ്റ്റ് എത്രയോ എംപ്ലോയീസിനെ പറഞ്ഞു വിട്ടത്. എന്നിട്ട് അവരുണ്ടാക്കിയത് $500 മില്യൺ പ്രോഫിറ്റ്. അവര് AI ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ആൾക്കാരെ പറഞ്ഞു വിട്ടിട്ട് ലാഭിച്ചതാണ്. അതായത് നടക്കാൻ പോകുന്നത് ഈ മൈക്രോസോഫ്റ്റ് ആവട്ടെ ഇതൊക്കെ ആവട്ടെ ഇത്രയും വലിയ കമ്പനികളെല്ലാം തന്നെ കുറഞ്ഞ എംപ്ലോയീസ്, മാക്സിമം AI ഓട്ടോമേഷൻ, അതിലേക്കാണ് ഇനി പോകുന്നത്. പക്ഷെ ഇവിടെ ആർക്കും ജോലി ഇല്ലാതാവുന്നില്ല. ജോലികൾ നഷ്ടപ്പെടുന്നത് നമ്മൾ ഈ കാണുന്ന പ്രകടമായി കാണുന്ന വൈറ്റ് കോളർ ജോബ്സ് നഷ്ടപ്പെടുന്നു. നമ്മൾ ഓരോരുത്തർക്കും ഓരോ കമ്പനികളെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ജോലിയുണ്ട്, എല്ലാവർക്കും ജോലിയുണ്ട് നെറ്റിൽ. അങ്ങനെയുള്ളവരാണ് ഇനി സർവൈവ് ചെയ്യാൻ പോകുന്നത്. അപ്പോ ഇന്നത്തെ കാലത്തേക്കുള്ള പോക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മളൊരു സബ്ജക്റ്റില് എക്സ്പെർട്ട് ആയിരിക്കണം. കാരണം ഒരു മീഡിയം ടീമിനെ ആവശ്യമില്ല. ഒരു മിനിമൽ രീതിയിൽ ഒരു ഗ്രാഫിക് ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഇമേജിനെ കുറിച്ചോ ഒരു ക്രിയേറ്റീവിനെ കുറിച്ചോ ഒരു ധാരണ ഇല്ലാത്ത ആൾക്ക് പോലും ഒരു ജിമ്മിനെ കൊണ്ടോ ഒരു ഇമേജ് ഉണ്ടാക്കിക്കൂടെ? മിനിമം ക്വാളിറ്റി ഉണ്ടാവില്ല.
പ്രോംപ്റ്റ് ചെയ്താൽ ഇനി ഇനി വേണ്ടത് എന്താ, ആ മിനിമം ക്വാളിറ്റിയിലുള്ളത് ഒരാളാവശ്യമില്ല, അതെ. എക്സെപ്ഷണൽ ക്വാളിറ്റിയിൽ എനെ കൊണ്ടുണ്ടാക്കിയാണ്. ഓക്കെ. അപ്പൊ അതിന് ഇവൻ അറിയണ്ടേ അത് കാര്യം. അപ്പൊ ഒന്നാമത്തെ കേസ് ഇവൻ സബ്ജക്ട് മാറ്റർ എക്സ്പെർട്ട് ആവും. ഓക്കെ. രണ്ട്, ഇവന്റെ സബ്ജക്റ്റിൽ ഇനി ഇംപ്ലിമെന്റ് ചെയ്യാവുന്നിടത്തോളം ഇവന് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റണം. അതിന് നിലവിൽ അനുയോജ്യമായ ടൂളുകൾ ഉപയോഗിക്കേണ്ടി വരും. ആ ടൂളുകൾ ഇത് കൂടാതെ ചില പ്രോസസ്സുകൾ, അവിടെയാണ് ഏജന്റുകൾ വരുന്നത്. ചില പ്രോസസ്സുകൾ ഉണ്ടാവും, അതിനെ കൂടി ഓട്ടോമേറ്റ് ചെയ്യാൻ സാധിക്കണം. ഫോർ എക്സാമ്പിൾ, ഒരു വെബ്സൈറ്റിൽ ഡെയിലി ഒരു ബ്ലോഗ് ഇടണം. അപ്പൊ ആദ്യം ഒരു കണ്ടന്റ് എഴുതണം, ഒരു ടോപ്പിക് ഉണ്ട്, അതിന്റെ കണ്ടന്റ് എഴുതണം, എന്നിട്ട് അത് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യണം. വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്ത ആ ലിങ്ക് എനിക്ക് ലിങ്ക്ഡിനിൽ ഷെയർ ചെയ്യണം, ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യണം. പിന്നെ വേണ്ടി വന്ന ഒരു 500 പേർക്ക് എനിക്ക് വാട്സപ്പും ചെയ്യണം എന്ന് വിചാരിക്കും. ഇതൊരു പ്രോസസ്സാണ്. അപ്പൊ അത് എന്നെ സംബന്ധിച്ച് ഡെയിലി ഒരു ടാസ്ക്കാണ്. ചിലപ്പോൾ ഞാൻ അതിന് വേണ്ടി ഇരുന്നാൽ എൻ്റെ 1 മണിക്കൂർ 2 മണിക്കൂർ നഷ്ടപ്പെടും. എനിക്ക് വേണം ഒരു ഏജന്റിനെ ക്രിയേറ്റ് ചെയ്യാം, ഇതിനുവേണ്ടി ഒരു ഏജന്റിനെ ക്രിയേറ്റ് ചെയ്യാം. ഈ ഏജന്റ് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നു. അവൻ തന്നെ, ഞാനൊരു ഗൂഗിൾ ഷീറ്റ് ഉണ്ടാക്കി വെച്ചാൽ അവിടെ ഞാൻ കംപ്ലീറ്റ് ടോപ്പിക്കുകൾ ഇടുന്നു. ഈ ഏജന്റ് ഇത് ഡെയിലി രാവിലെ പോയി അത് വായിച്ച്, ഈ ഏജന്റ് അത് വായിച്ചിട്ട് കണ്ടന്റ് പ്രിപ്പയർ ചെയ്ത് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്ത്, വെബ്സൈറ്റ് കണക്ട് ചെയ്ത് അവിടെ പബ്ലിഷ് ചെയ്ത് ആ ലിങ്ക് എടുത്തിട്ട് ലിങ്ക്ഡിനിലും എവിടെയാണെന്നൊക്കെ വെച്ചാൽ മറ്റെല്ലാ പരിപാടിയും ചെയ്ത് വേണ്ടി വന്നാൽ വാട്സപ്പ് ഓട്ടോമേഷൻ കൂടി ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചിട്ട് ഇത്ര പേർക്ക് വാട്സപ്പ് മെസ്സേജും ചെയ്ത് ചെയ്തു. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് എൻ്റെ ഒരു ജോബ് ഞാൻ ഓട്ടോമേറ്റ് ചെയ്യുന്നു. ഇതിന് വളരെ ലോങ്ങിലേക്കുള്ള റിസൾട്ട് ആലോചിച്ചാൽ പ്രശ്നമാണ്. കാരണം തന്നെ മൊത്തം ചെയ്യാൻ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ. പക്ഷെ അപ്പോഴും ഒരു സബ്ജക്ട് മാറ്റർ എക്സ്പെർട്ട് വേണ്ടി വരും. അതെ. അപ്പൊ ഈ ഏജന്റുകളെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് രണ്ടു വിധത്തിലാണ്. ഇപ്പോ ഒന്ന്, റെഡിമെയ്ഡ് ഏജന്റുകൾ അവൈലബിൾ ആണ്, ഇഷ്ടം പോലെ, ഡേ ബൈ ഡേ ഇഷ്ടം പോലെ ഏജൻസികൾ ഉണ്ടാക്കുന്നുണ്ട്. നല്ല ഏറ്റവും മികച്ച 2-3 പ്ലാറ്റ്ഫോംസ് ഉള്ളതിൽ N8N എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഉണ്ട്, make.com ഉണ്ട്. ഇതിൽ രണ്ടിലും റെഡിമെയ്ഡ് പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ്. നമ്മൾ നേരെടുക്കുക, നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങൾ കണക്ട് ചെയ്യുക, യൂസ് ചെയ്യുക. ഇനി അതല്ലേ നമ്മൾക്ക് ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം, കോഡിംഗ് ഒന്നും അറിയണമെന്നില്ല. ബേസിക് കൺസെപ്റ്റുള്ള ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് കൂടി ഇത്തിരി പഠിക്കാനുണ്ട്. പെട്ടെന്ന് കയറി ഉണ്ടാക്കാൻ പറ്റില്ല, എന്നാലും ഒന്ന് ശ്രമിച്ച് ചെയ്ത ഒരാൾക്കും ഒരാഴ്ച 2 ആഴ്ച വേണ്ടി വന്നു, 1 മാസം കൊണ്ടോ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഏജന്റുകളെ ഉണ്ടാക്കാനൊക്കെ സാധിക്കും. വേണമെങ്കിൽ ഏജന്റിനെ ഉണ്ടാക്കാൻ പഠിക്കാം, അല്ലെങ്കിൽ നിലവിലുള്ള ഏജന്റിനെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പഠിക്കാം. പക്ഷെ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞായിട്ട് ക്ലബ് ചെയ്യുക, നമ്മൾ സബ്ജക്ട് എക്സ്പെർട്ട് ആയിരിക്കുക. നമ്മളുടെ ആ വർക്കിലേക്ക് ഈ ഏജന്റുകളെ കൊണ്ടും നിലവിലുള്ള ടൂളുകളെയും കൊണ്ടുവന്നിട്ട് എക്സെപ്ഷണൽ റിസൾട്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നവർ മാത്രം സർവൈവ് ചെയ്യും. ആവറേജ് ലൈനിൽ അതിന് താഴെയുള്ള റിസൾട്ടുകൾക്ക് ഇനി മാർക്കറ്റിൽ സ്ഥാനമില്ല. ഒരു മിനിമം ക്വാളിറ്റി കണ്ടന്റ് ChatGPT എഴുതൂലേ? അപ്പൊ ഒരു കണ്ടന്റ് റൈറ്റർ എഴുതുകയാണ്, അതിന് മുകളിലുള്ള കണ്ടന്റ് എഴുതണം. അല്ലാന്നുണ്ടെങ്കിൽ ഏതൊരു കൊച്ചുകുട്ടിക്കും 4ാം ക്ലാസ് പഠിക്കുന്ന ഒരു കൊച്ചുകുട്ടിക്ക് പോയാലും ChatGPT പ്രോംപ്റ്റ് എഴുതി എഴുതാവുന്ന കണ്ടന്റിലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് എക്സെപ്ഷണൽ റിസൾട്ടുകൾക്കാണെങ്കിൽ ഇങ്ങനത്തെ അവർ മാത്രം സർവൈവ് ചെയ്യും, ബാക്കിയുള്ള ഒരു വൈറ്റ് കോളർ ജോബിൽ നിന്ന് ഔട്ടാവും. ഓക്കെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് 50 സർവീസ് 1800 സബ് സർവീസ് നമുക്കൊരു ഏജന്റിനെ വെച്ചിട്ട് ഈസിലി സെറ്റ് ചെയ്യാം, ഇംപ്ലിമെന്റ് സെറ്റ് ചെയ്യാം. ആ ഒരു റിസോഴ്സിന്റെ ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു ഇവിടെ നമുക്കത്. അതെ, നേരത്തെ പറഞ്ഞ പോലെ നന്നായി ട്രെയിൻ ചെയ്യിച്ചാൽ മതി. ഇപ്പോ എഐനെ കൊണ്ട് കണ്ടന്റ് എഴുതിയാൽ പോലും നമുക്കറിയാവുന്ന SEOന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ട്രെയിൻ ചെയ്യണം ഈ മോഡൽസ്. വെറുതെ പ്രോംപ്റ്റ് എഴുതി ആർട്ടിക്കിൾസ് എഴുതുകയോ കണ്ടന്റ് എഴുതുകയോ ചെയ്യരുത്, അതാണ് എല്ലാവർക്കും പറ്റുന്നത്. ഇപ്പോൾ ജസ്റ്റ് ChatGPT അടുത്ത് പോയിട്ട് റൈറ്റ് ആൻ ആർട്ടിക്കിൾ അബൌട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻ 2000 വേർഡ്സ് ഇങ്ങനെയൊന്നും ചെയ്യരുത്, തെറ്റാണ്. നമ്മളതിന് പകരം അതിന് വളരെയധികം ട്രെയിനിങ് കൊടുക്കണം, ആഴ്ചകളും മാസങ്ങളോ. നമ്മളൊരു കണ്ടന്റ് റൈറ്ററെ ട്രെയിൻ ചെയ്യുന്ന പോലെ അതിനെ ട്രെയിൻ ചെയ്യണം. അത് പേരിട്ട് വിളിക്കാം. ഇപ്പൊ ഓരോ ഇപ്പൊ എന്റെ കണ്ടന്റ് റൈറ്റർ അതിൻ്റെ ഒരു പേര് ബോബി എന്നാണ്, എന്റെ കൂട്ടുകാരുടെ പേരാണ്. അങ്ങനെ ഒരു ബോബി എന്നുള്ള പേരിട്ടിട്ട് ഞാൻ എന്റെ കണ്ടന്റ് റൈറ്ററെ ട്രെയിൻ ചെയ്യും. ഹൈ ബോബി, അറിയ റെഡി എന്ന് വെച്ചാൽ ബോബി വരും. അതേപോലെ തന്നെ എനിക്ക് ക്രിയേറ്റീവ്സ് ഐഡിയാസ് വേണമെങ്കിൽ ഒരു ഇമേജസിനോ വീഡിയോസിനോ വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി വീക്കാണ് കാര്യത്തിലൊക്കെ, കളർ കോമ്പിനേഷൻ എടുത്ത് ഇതിൽ അത്ര ശ്രദ്ധ പതിപ്പിക്കാത്ത രീതിയാണ്. അപ്പൊ ഇച്ചിരി എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് പറഞ്ഞു തരാൻ വേണ്ടി അതിനകത്ത് വേറെ ക്യാരക്ടർ ഉണ്ട്. നമ്മുടെ ഓരോ കൂട്ടുകാരുടെ പേരാണ് അതിനകത്തൊക്കെ. അതേപോലെ തന്നെ നമുക്ക് ഫിനാൻഷ്യൽ പരമായിട്ടുള്ള ചില കാര്യങ്ങൾ ചോദിക്കാം, അത് കണക്ക് കൂട്ടിമറ്റേ ഇതിനൊക്കെ അതിനും ആളുണ്ട്. അത് ചെയ്യാനായിട്ടൊക്കെ എല്ലാത്തിനും നമുക്ക് അങ്ങനത്തെ ഡിഫറെന്റ് ക്യാരക്ടേഴ്സിനകത്ത് ഉണ്ടാക്കാം. എഴുത്തുകാരെ തന്നെ പല രീതിയിലും ഉണ്ടാക്കാം. ഡിഫറൻഷിയേറ്റ് ചെയ്യും. അവരുടെ എഴുത്തിന്റെ ഒരു സ്റ്റൈല് ഡാറ്റയിൽ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് 10-20 കണ്ടന്റ് റൈറ്റേഴ്സിന് എനിക്കത് ഇതാക്കാം.
28 ടൈപ്പ് ഡിസൈനേഴ്സിനെ എനിക്ക് ഇതിനകത്ത് ഉണ്ടാക്കാം. ഓക്കെ. എന്നിട്ട് എനിക്ക് ഈ ടൈപ്പ് റിസൾട്ട് എല്ലാം ഉണ്ടാക്കാൻ ഇങ്ങനെ ഒരാൾ പോരെ. മതി. സ്റ്റിൽ ഇപ്പോഴും കാണാറുണ്ട് ഈ SEOയുടെ ആഡൊക്കെ ഏതെങ്കിലും 5 കീവേഡ് എടുത്തിട്ട് റാങ്ക് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ബിസിനസ് ഓണേഴ്സിനെ പറ്റിക്കുന്നൊരു പരിപാടിയുണ്ട്. ഓക്കെ, അത് ഏതെങ്കിലും ഒരു 5 കീവേഡ് ആയിരിക്കും ചിലപ്പോൾ റാങ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ കസ്റ്റമർ അത് തന്നെ സെർച്ച് ചെയ്യണമെന്ന് നിർബന്ധമില്ലല്ലോ. അതിനെക്കുറിച്ച് സാറിൻ്റെ ഞാൻ പറഞ്ഞു, ഞാൻ ഈ ഫീൽഡിലേക്ക് ശരിക്കും ഒരു 2005 ആ സമയത്തൊക്കെ ഓക്കെ ഉള്ളതാ. അതിനകത്ത് ഈ SEOന്റെ വർക്കുകൾ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ മാർക്കറ്റിംഗ് ഒക്കെ തുടങ്ങുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന എനിക്ക് തോന്നണത് ചിലപ്പോൾ തെറ്റാവാൻ കൂടെ കൊടുക്കുക. എന്നാലും എൻ്റെ ഓർമ്മ ശരിയാണ്, ഒരു 2008 2009 ഒക്കെ ആകുമ്പോഴൊക്കെയാണ് കുറച്ചൊക്കെ ഇത് സർവീസായിട്ട് വന്നത്. അത്യാവശ്യം SEO എന്നുള്ള ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ ആ വാക്കില്. പക്ഷെ അന്നത്തെ കാലത്ത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ 5 കീവേഡ് ഇത്ര രൂപ, അതെ ഇത്ര ബാക്കിലുണ്ട്, 5 കീവേഡ് ഇത്ര രൂപ, ഇത്ര ബാക്കിലുണ്ട്, 10 കീവേഡ് ഇത്ര രൂപ, ഇത്ര ബാക്കിലുണ്ട്. ഇതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങൾ വന്നു, എവിടേക്ക് മാറി, അലുകൂടുതൽ മാറി, അത് മാറി, ഇത് മാറി, ആളുകളുടെ സെർച്ചസ് വരെ മാറി. ആളുകൾ ഇപ്പോൾ ലോങ് ടൈലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്യുന്നു, സംസാരിച്ച് സെർച്ച് ചെയ്യുന്നു, വോയിസ് സെർച്ചാണ് ആൾക്കാർ നടത്തുന്നത്. ജസ്റ്റ് ഒരു സിംഗിൾ സെർച്ചില് നോർമലി ഒരു ബിസിനസ് ഓണർ തന്നെ മനസ്സിലാക്കേണ്ടത് ഒരു ഏറ്റവും പ്രകടമായ ഇൻറ്റന്റ്, ഒരാളുടെ ഏറ്റവും പ്രകടമായ ഇൻറ്റന്റ് ഉള്ളത് ലോങ് ടൈൽ കീവേഡ്സിലാണ്. ഓക്കെ, അതിനകത്ത് അയാളുടെ ഇൻറ്റന്റ് അയാൾ കൂടുതൽ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൺവേർഷൻ കൂടാനോ അല്ലെങ്കിൽ ബിസിനസ് കൂടാനോ അല്ലെങ്കിൽ ഗൂഗിളിന് കറക്റ്റായിട്ട് ഇൻറ്റന്റ് മനസ്സിലാക്കാനോ ഹെൽപ്പ് ചെയ്യുന്നത് എപ്പോഴും ലോങ് ആയിട്ടുള്ള കീവേഡ്സിലാണ്. പക്ഷേ എന്ന് വിചാരിച്ച് ഷോർട്ട് ആയിട്ടുള്ള കീവേഡ്സ് എടുക്കണ്ടെന്നല്ല, പക്ഷെ എല്ലാവരെയും നോട്ടം ഷോർട്ടായ കീവേഡ്സിലാണ്. ചെറിയ കീവേഡ്സ് ആയിരക്കണക്കിന് ആൾക്കാർ സെർച്ച് ചെയ്യുന്ന ഇവരിരുന്ന് ആദ്യം നോക്കുന്നത് ഞാൻ കാണുന്നത് സെർച്ച് വോളിയം, പിന്നെ കോമ്പറ്റീഷൻ, അതിനുള്ള പാരാമീറ്റേഴ്സ് ഉണ്ട്, കീവേഡ് ഡിഫിക്കൽട്ടി, ഇതൊക്കെ നോക്കുന്നത്. ഇതൊന്നും ഞാനിതൊന്നും നോക്കാറില്ല. ഇത് സംഭവം ഇതൊക്കെ നോക്കിയിരുന്ന കാലം ഉണ്ടായിരുന്നു. ഞാനീ പറഞ്ഞത് മനസ്സിലായില്ല, പല കമ്പനികളും ഇതിൽ നിന്നൊരു മോചനം ഞാൻ കാണുന്നില്ല. പല കമ്പനികളും ഇപ്പോഴും ഇത്ര കീവേഡിന് ഇത്ര രൂപ. അപ്പൊ ചില സമയത്ത് എനിക്ക് ചില എൻക്വയറീസ് വരുമ്പോൾ എത്ര കീവേഡാണ്, ശരിക്കും നമ്മൾ സെർച്ച് ആൻസർ നോക്കിയാൽ 1-2 കീവേഡിനാണോ റാങ്ക് ചെയ്യുന്നത്? ആയിരക്കണക്കിന് കീവേഡ്സിനല്ല സൈറ്റ് റാങ്ക് ചെയ്യുന്നത്. എന്തുകൊണ്ട് ഈ ടീമിന് ധൈര്യമായിട്ട് പറഞ്ഞൂടാ 1000 കീവേഡ്സ്? ഇന്ന കീവേഡ് എന്ന് പറയണ്ട, പക്ഷെ ഏതൊരു സൈറ്റും നന്നായിട്ട് ചെയ്തിട്ടുണ്ടാവും, മിനിമം 1000 കീവേഡ്സിനാണ് റാങ്ക് ചെയ്യുന്നുണ്ടാവും. വേരിയേഷൻസ് അത്ര ഉണ്ട്. എന്നാ പറഞ്ഞൂടെ 1000 കീവേഡ്സ്? ഇത്ര ഒരാൾ പറയും ഈ 5 കീവേഡ് എന്നുള്ള എവിടെ നിന്ന്? അപ്പോ ഈ 5 കീവേഡ് എന്ന് പറഞ്ഞാൽ പറഞ്ഞ ടോപ്പിലുള്ള കീവേഡ് പറയും. അത് കേൾക്കുമ്പോൾ കസ്റ്റമർക്കും മറ്റേ ഏറ്റവും ടോപ്പിലുള്ള കീവേഡ്സാണ്, ആയിരക്കണക്കിന് കീവേഡ്സാണ്. പക്ഷെ അത് തെറ്റാണ്. അങ്ങനെ ചിന്തിക്കുന്നത് തന്നെയാണ് ബേസിക്കലി ആ സൈറ്റിനെ വഴി തെറ്റിക്കുകയും ചെയ്യുന്നത്. കാരണം കസ്റ്റമർക്ക് നമ്മുടെ എക്സ്പെക്ടേഷൻ കൊടുത്തു ഈ കീവേഡിൽ ടോപ്പ് ആവും അല്ലേ. ശരിക്കും ആ കീവേഡിൽ തന്നെ അയാളെ ടോപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ഈ ഏജൻസി കിടന്നിട്ട് കണഞ്ഞ് പരിശ്രമിക്കുകയും ചെയ്യുന്നു. കസ്റ്റമർ അടിച്ചു നോക്കുമ്പോൾ ടോപ്പിലുണ്ട്. പക്ഷെ ഇതിനകത്ത് പ്രകടമായിട്ടുള്ളൊരു ഇന്റന്റ് ഒന്നുമില്ല. ഇത് ബൾക്ക് ട്രാഫിക് ചിലപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടാവും, ലീഡ്സ് ചിലപ്പോൾ ഉണ്ടാവില്ല, എന്റെ റിസൾട്ട് ഇല്ല, സൈറ്റ് അവിടെ ഉണ്ട്. നേരെ മറിച്ച് ഈ വലിയ ആയിരക്കണക്കിന് ബഹളവും ഇതും യുദ്ധവും ഒന്നും നടത്താതെ ഒരു ഇത്തിരി ഹൈലി ഇന്റന്റഡ് ആയിട്ടുള്ള, ഇത്തിരി ലോങ് ആയിട്ടുള്ള, അയാളുടെ ബിസിനസ്സിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള 2-3 കീവേഡ്സ് നിങ്ങൾ റാങ്ക് ചെയ്ത് മാസം 20-30 പേരെ കൊണ്ടുവന്നാൽ 20-30 പേര് ഒരു 10 പേര് കൺവേർട്ട് ആയി പോരെ, ആ ഹാപ്പി ആയിരുന്നു. പക്ഷെ അവൻ ശ്രമിച്ചതെന്തിനാ? എനിക്ക് 1000-10,000 പേരെ വേണം. എന്നിട്ട് എന്ത് സംഭവിച്ചു? അതിനുവേണ്ടി ഭയങ്കര എഫർട്ട് എടുത്തു, റിസൾട്ട് ഇല്ല. അപ്പൊ ശരിക്കും നമുക്ക് ഇത് ഒരു യുദ്ധത്തിന്റെ ഇതുപോലെ ഒരു സ്ട്രാറ്റജി നമുക്ക് തീരുമാനിക്കാം. നമ്മൾക്ക് എങ്ങനെ വേണം, നമുക്ക് നമ്മുടെ ഒരു സൈറ്റ്, നമുക്കൊരു ബിസിനസ് ഉണ്ട്, നമുക്ക് ആ ബിസിനസ്സിലേക്ക് നമുക്ക് ഇന്ന കീവേഡ്സ് വെച്ചിട്ട് നമുക്ക് എന്തായാലും ബിസിനസ് പിടിക്കണം ലോങ് ആയിട്ടുള്ള. അപ്പൊ അതുകൂടി നമുക്കൊരു മിനിമം ബിസിനസ് കിട്ടും. പതുക്കെ ഒരു ലോങ് ഗോളായിട്ട് ഞാൻ ആ മെയിൻ കീവേഡിനെയും കൂടി ഞാൻ അങ്ങ് എടുക്കാം. ലോങ് ഗോളാണ്. ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ആലോചിക്കാം. നേരെ മറിച്ച് മിക്ക ആളുകളെ ആലോചിക്കുന്നത് ഉൾട്ടയാണ്. തുടക്കം തന്നെ ആ മെയിൻ കീവേഡിന് ഞാൻ ടോപ്പ് ആവും, എന്നിട്ട് പതുക്കെ മനസ്സിലാകും എനിക്ക് ഇത് കിട്ടുന്നില്ല, ലീഡ്സ് കിട്ടുന്നില്ല. അപ്പൊ പതുക്കെ അന്വേഷിക്കുമ്പോൾ മനസ്സിലാവുന്ന ഈ ലോങ് കീവേഡ് കൊണ്ടിട്ട് കാര്യമില്ല. ഞാൻ ഇപ്പൊ എക്സാമ്പിൾ സൈബർ സെക്യൂരിറ്റി, ഒരാള് സെർച്ച് ചെയ്യും സൈബർ സെക്യൂരിറ്റി, ചുമ്മാ സൈബർ സെക്യൂരിറ്റി. എന്താണ് ഉദ്ദേശിക്കുന്നത്? സൈബർ സെക്യൂരിറ്റി പഠിക്കാനാണ്, സൈബർ സെക്യൂരിറ്റിയുടെ സർവീസ് ആരെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നാണ്. അതല്ല എന്താണ് ഈ സൈബർ സെക്യൂരിറ്റി എന്ന് അറിയാനാണ്, അല്ല ഇതിന്റെ ഫ്യൂച്ചർ എന്താണോ നോക്കുന്നത്. ഒരു ഇന്റന്റ് നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇല്ല.
പക്ഷെ ഇതേ സാധനം തന്നെ സൈബർ സെക്യൂരിറ്റി സർവീസ് ഫോർ കമ്പനീസ് ഓക്കെ നിയർ അല്ലെങ്കിൽ എറണാകുളം എന്നുള്ളൊരു ഇന്ത്യൻ്റെ പ്രകടമാണ് അതിനകത്ത്. അതിൽ തന്നെ പിന്നെയും ഉണ്ടാവും സെർവർ സൈഡ് സൈബർ സെക്യൂരിറ്റി അങ്ങനെയൊക്കെ പറഞ്ഞു പോവാം. അല്ല മൊബൈലിന് വേണ്ടിയിട്ടുള്ള അങ്ങനെയത്. അപ്പൊ അത് ഞാൻ പറഞ്ഞ വെച്ചാൽ നമുക്ക് 2 വിധത്തിലൊരു സൈറ്റിനെ കൊണ്ടുപോകാം. ബിസിനസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള കീവേഡ്സിനെ ആദ്യം റാങ്ക് ചെയ്ത് പതുക്കെ എൻ്റെ ടോപ്പിക്കിൽ കയറി പിടിക്കുന്നു. അതല്ലേ തുടക്കം തന്നെ വലിയ കീവേഡുകൾ എടുത്തിട്ട് അതിനകത്ത് നിന്ന് മത്സരിക്കുക എന്നുള്ളത്. ഓക്കെ, ഏതും ഓക്കെയാണ്. പക്ഷെ അതൊരു SEO കാരണം ബുദ്ധിയാണ്. നിലവിലുള്ള കോമ്പറ്റീഷൻ നോക്കണം, ആ ക്ലയന്റിന്റെ അവസ്ഥ നോക്കണം. അയാൾക്ക് ഇതിൽ നിന്ന് ലീഡ് വന്നിട്ട് വേണം സർവൈവ് ചെയ്യാൻ. അയാൾ സർവൈവ് ചെയ്താലേ ഇവന്റെ പോക്കറ്റിലേക്ക് പൈസ കിട്ടുള്ളൂ. അപ്പൊ ഉള്ള ലീഡ് അവനെ ഉള്ള നേരത്തെ പിടിച്ചു കൊടുത്താലേ ഇവനും പോക്കറ്റിൽ കിട്ടുള്ളൂ എന്നുള്ള സാമാന്യ ബോധം ആദ്യം വേണം. അതല്ലാതെ 1 വർഷം കൊണ്ട് അച്ചീവ് ചെയ്യേണ്ട ഒരു റിസൾട്ടാണ്. ഒരു നിലവിലുള്ള വലിയ പ്ലെയർ അവനെ തോപ്പിക്കണം 1 വർഷം കൊണ്ട് എടുക്കും. എന്നിട്ട് ഇവൻ കിടന്നിട്ട് ഈ കീവേഡിന് മാത്രം ശ്രമിച്ചോണ്ടിരുന്നു വിചാരിച്ചു ആ ക്ലൈന്റിന്റെ അവസ്ഥ എത്ര നാൾ അവൻ സർവൈവ് ചെയ്യും? ഇവിടെ ഇതാണ് പറയാം, എല്ലാം നോക്കണം. ചില ആൾക്കാർക്ക് നിലവിൽ നല്ല ബിസിനസ് ഉണ്ടാവും. അപ്പൊ അയാൾക്ക് ആവശ്യമൊന്നുമല്ല, എനിക്ക് ആ മെയിൻ കീവേഡിൽ അയാൾക്ക് പ്രസ്റ്റീജ് ഇഷ്യൂ വരും. എനിക്ക് അവിടെ അത് എടുക്കണം. പിന്നെ ഈ കീവേഡിന്റെ എണ്ണം പറയുന്നത് അതിനോടൊന്നും ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. നിലവിൽ അവരുടെ ബിസിനസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇതുങ്ങൾ പറയും, ആ ബിസിനസ്സിന് അനുയോജ്യമായിട്ടുള്ള കീവേഡുകൾ നിങ്ങളുടെ സൈറ്റ് റാങ്ക് ചെയ്തിരിക്കും. പറ്റിയ കസ്റ്റമേഴ്സ് നിങ്ങളുടെ സൈറ്റിൽ കയറിയിരിക്കും. നിങ്ങൾക്ക് അതിൽ നിന്ന് ലീഡ്സും കിട്ടി. റിസൾട്ട് ഓറിയന്റഡ്. അല്ലാതെ ഇത്ര കീവേഡ് ഡെയിലി 184 വിസിറ്റേഴ്സ്, ഈ 6 ലീഡ്സ്, ഇങ്ങനൊന്നും പറയാൻ ഗൂഗിളിന് പോലും സാധിക്കും. പെർഫോമൻസുമായി ഇതിനകത്താണ് നമുക്ക് ആഡിന്റെ സംഭവമാണെങ്കിൽ അവിടെ അത്യാവശ്യം ഫോർകാസ്റ്റിംഗ് ചെയ്യാം. മെറ്റ പറഞ്ഞാലും ഗൂഗിൾ പറഞ്ഞാലും ഇത്ര ലീഡ് കിട്ടുമെന്ന്. SEO നമുക്ക് എന്ത് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും ഡെയിലി ഇത്ര പേര് വരുമെന്നോ അല്ല ഡെയിലി ഇത്ര ലീഡ് കൊടുക്കാൻ പറ്റുമെന്നോ. അപ്പൊ ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ ആൾക്കാർ ഈ ടാർഗറ്റ് ഒക്കെ കസ്റ്റമേഴ്സിന്റെ പറയണമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല, ഞാൻ പറയാറുണ്ട്. അപ്പൊ ഈ ബിസിനസ് ഓണേഴ്സ് മനസ്സിലാക്കേണ്ടത് എന്താണ്? അവർ എഡ്യൂക്കേറ്റ് ചെയ്യും, മനസ്സിലാക്കാത്ത ആൾക്കാർ പോട്ടെ ഞാൻ വിചാരിക്കും. അല്ലെങ്കിൽ നമുക്ക് തലവേദന മനസ്സിലായി. ഡെയിലി എത്ര പേര് വരുമെന്നും അതല്ലേ എനിക്കൊരു മാസം എത്ര ലീഡ് കിട്ടുമെന്നും പറയാൻ പറഞ്ഞു. അങ്ങനെ ഒരാൾ പറയുന്നുണ്ടെങ്കിൽ കസ്റ്റമറുടെ അടുത്ത് ഞാൻ പറഞ്ഞ ആ പറയുന്ന ആൾക്കും അതിനെ കുറിച്ച് അറിയില്ല, ഉറപ്പാണ്. അയാൾ ഊഹക്കണക്കിന് അടിച്ചു വിടുന്നതാണ്, ഊഹം അടിച്ചു വിടുന്നത്. അതെ ഇത്ര ലീഡ്സ് കിട്ടിയേക്കാവുന്നുള്ളത് ഗൂഗിളിന് പോലും അറിയില്ല എത്ര പേരാ ഈ സൈറ്റിലേക്ക് വിടാൻ പറ്റുന്നു. അതെ, അപ്പോൾ ഒരു SEO മാർക്കറ്റിംഗ് കൺസൾട്ടന്റ് അല്ലെങ്കിൽ SEO കൺസൾട്ടന്റ് എങ്ങനെ അതിന് എന്തൊക്കെ KPIs ആയിരിക്കും വർക്ക് എടുക്കുന്ന സ്ഥലത്തും റണ്ണിങ്ങിലും ബെസ്റ്റ് പ്രാക്ടീസ്? ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞു, ആദ്യം നമ്മള് SEO എന്നുള്ളതല്ല മാർക്കറ്റിംഗ് എന്നതിനെ പറയേണ്ടി വരും. നമ്മൾ ആദ്യം ആ ക്ലയന്റിന്റെ ബിസിനസ്സിനെ പാട്ടെല്ലാം നമ്മൾ പഠിക്കണം. പഠനം പഠിക്കാന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ടോപ്പിക് എന്നുള്ളതില്ലേ, അത് നമ്മുടെ തലയിലേക്ക് എത്തണം. ശരിക്കും ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്, ഈ കസ്റ്റമേഴ്സ് കംപ്ലീറ്റ് എന്താണ്, ആരാണ്, അതിലുള്ള ടൈം ബിസിനസ് ഓണേഴ്സ് കൊടുക്കണം അവർക്ക് അല്ലേ. അത് ആ ടോപ്പിക് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരിത്തിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ സൈറ്റിന്റെ മൊത്തം ഫ്ലേവർ തെറ്റും, ടോപ്പിക്കിൽ അതോറിറ്റി തെറ്റും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഡൂയിങ് ബിസിനസ് ഇൻ ദുബായ്, ബിസിനസ്സിൽ ദുബായിൽ ബിസിനസ് ചെയ്യുക എന്നുള്ളതാണ് ആ ടോപ്പിക് എന്നുള്ളിടത്തൊന്നും ദുബായിലെ ബിസിനസ് സൊല്യൂഷൻസ് എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ രണ്ട് ടോപ്പിക്കായി. ദുബായിലെ ബിസിനസ് സൊല്യൂഷൻസ് എന്ന് മാത്രം ഞാൻ ആലോചിച്ച് കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്ന ബ്ലോഗുകളുടെ ഐഡിയ മാറും. എനിക്കപ്പോൾ അവിടെ നിന്ന് ആലോചിക്കാൻ പറ്റില്ല, എനിക്ക് ഉക്രൈനിൽ നിന്ന് ദുബായിൽ ബിസിനസ് ചെയ്യാൻ സാധിക്കുമോ എന്നൊരു കാര്യത്തെ കുറിച്ച് ഞാൻ ആലോചിക്കില്ല. ഞാൻ എപ്പോഴും ദുബായിൽ നിലവിലുള്ള ബിസിനസ്സുകളെ കുറിച്ച് അവർക്ക് എന്ത് സർവീസ് കൊടുക്കാൻ നില ആലോചിക്കുള്ളൂ. ദുബായിലേക്ക് വരാനിരിക്കുന്ന ബിസിനസ്സുകളെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നുണ്ടോ? ഇല്ല. അതാ ഞാൻ പറഞ്ഞത്, ആ ടോപ്പിക് എന്ന് പറയുമ്പോഴും നമ്മൾ ചിന്തിച്ച വൈഡ് രീതിയിൽ ചിന്തിക്കും നമ്മൾ. അപ്പൊ ബേസിക്കലി ഒരു SEO ആദ്യം ചെയ്യേണ്ടത് അവരുടെ കസ്റ്റമറെ പഠിക്കുക, കസ്റ്റമറിന്റെ കസ്റ്റമേഴ്സിനെ പഠിക്കുക, ക്ലയന്റിനെയും കസ്റ്റമേഴ്സിനെയൊക്കെ പഠിക്കുക. അടപടലം അതെന്താണ് അവരുടെ ബിസിനസ്, നമുക്ക് എല്ലാ ബിസിനസ്സും എന്താണെന്ന് മനസ്സിലാവില്ല. ഒരു എക്സാമ്പിൾ ഞാൻ പറയും, ഏറ്റവും കൂടുതൽ ഇതായിട്ട് വന്ന ഒരു സംഭവം കുറെ നാളുകൾക്ക് മുമ്പ് ഡോക്കിങ്ങിന്റെ ഉണ്ടല്ലോ, ഡോക്കിങ്, നമ്മുടെ ഷിപ്പ്യാർഡ് ഡോക്കിങ്, ഇതിന്റെ ഒരു സംഭവം വന്നു. എനിക്കറിയില്ല ഈ സംഭവത്തിൻ്റെയൊക്കെ ബാക്കിൽ എന്തൊക്കെയാണ്. പിന്നെ അപ്പോഴാണ് നമ്മൾ ഇരുന്ന് പഠിക്കാൻ തുടങ്ങി. ഇങ്ങനെ കപ്പലുകൾക്ക് ഇത്ര വർഷം കൂടുമ്പോൾ ഈ അറ്റകുറ്റപ്പണികൾ നിർബന്ധമാണെന്നും ആ നിർബന്ധം ഒരു സർട്ടിഫിക്കേഷൻ അത് വേണം, ചെയ്തേ പറ്റും, 4 വർഷം കൂടുമ്പോൾ ചെയ്തേ പറ്റും എല്ലാവരും. അപ്പൊ ഇതെല്ലാ കപ്പലുകളും ഈ ഇതാണല്ലോ മറ്റേ ചരക്ക് കപ്പലുകളൊക്കെ.
അപ്പോൾ ഇത് ഭയങ്കര ചെലവേറിയ പരിപാടിയാണ് ഡോക്കിങ്. നല്ല കാശുണ്ട്, ഇത്ര മാസം എടുക്കും. ഓക്കെ. അപ്പോൾ ഓരോ കപ്പലുകളും ഏതെങ്കിലും ഒരു സ്ഥലത്ത് ബുക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പോവില്ല, കാരണം നഷ്ടമാണ്. വണ്ടി സർവീസ് ആ സമയത്ത് അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഏതാണോ ഇപ്പോ ഒരു ചരക്ക് കപ്പല് സിംഗപ്പൂർക്ക് പോകും, ആ സമയത്ത് ആ 6 മാസത്തിനുള്ളിലാണ് അവന്റെ ഇത് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അവൻ മോസ്റ്റ്ലി അവിടെ നമ്മുടെ പ്രിഫർ ചെയ്യുക. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ പഠിച്ചാൽ എനിക്കത് ചെയ്യാൻ സാധിക്കുള്ളായിരുന്നു ആ സമയത്ത്. നമ്മൾ പഠിക്കണ്ടേ, അത് നേരെ മറിച്ച് ഇത് ഞാൻ ഈ സർവീസിനെ കുറിച്ച് മനസ്സിലാക്കുക. എന്താ കീവേഡ്? ഡോക്കിംഗ് സർവീസ് ഇൻ ദുബായ്. ഓക്കെ, കീവേഡ് ഡോക്കിംഗ് എന്താണെന്ന് അറിഞ്ഞൂടാ, ഒന്നും ചെയ്യാതെ ഞാൻ ഡോക്കിംഗ് സർവീസ് ഇൻ ദുബായ് എന്നടിച്ച് തുടങ്ങി സൈറ്റിന്റെ ചെയ്ത് തെറ്റാണ്. അപ്പൊ ആദ്യം നമ്മളത് പഠിക്കണം. അത് പഠിക്കുന്തോറും അവരുടെ ടോപ്പിക് മനസ്സിലാവും, അതിനകത്ത് എക്സിസ്റ്റിംഗ് ഉള്ള ആളുകളുടെ പെയിൻ പോയിന്റ്സ് അവർ അന്വേഷിക്കുന്ന എന്താണ്, അതിനൊക്കെ നമ്മൾ പലപ്പോഴും പുറത്തുള്ള വിദഗ്ധന്മാരുടെ സഹായം തേടേണ്ടി വരും. ഈവൻ ആ ക്ലയന്റിന്റെ ടീമിന്റെ അടുത്ത് തന്നെ ചോദിക്കണം, നിങ്ങളുടെ അടുത്ത് എന്തൊക്കെയാണ് കസ്റ്റമേഴ്സ് ചോദിക്കാറ്. നോർമലി നിങ്ങൾക്കറിയാം ഒരു വന്നത് എങ്ങനെയാണ്, ശരിക്കും വെബ്സൈറ്റ് വഴി ലോകത്ത് ആർക്കെങ്കിലും ഇങ്ങനെ കച്ചവടം വരാറുണ്ടാന്നും കൂടി ചോദിക്കണം. എന്നിട്ട് വേണമെങ്കിൽ പണിക്കറിയണം. ചില കാര്യങ്ങൾക്ക് ലോകത്ത് ഓരോടത്തും വെബ്സൈറ്റ് വഴി ചെയ്യില്ല, എൻക്വയറി നടത്തൂല ചില കാര്യങ്ങൾ, അല്ലേ? നെറ്റ്വർക്കിലൂടെ മാത്രം പോകുന്ന ഒരു വർക്കാണ് പലതുകൊണ്ട്. അപ്പൊ അതൊന്നും അറിയാതെ നമ്മളിരുന്ന് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തോറ്റു, കാരണം നമ്മുടെ വെബ്സൈറ്റ് വഴി ഇത് വരുന്നത്. അപ്പൊ ആദ്യം തുറന്ന് ചോദിക്കണം, ശരിക്കും ഇതുവഴി വെബ്സൈറ്റ് ഒക്കെ വഴി ആൾക്കാർ ഇതൊക്കെ അന്വേഷിക്കാറൊക്കെ ഉണ്ടോ, മറ്റുള്ള ആളുകൾക്ക് കിട്ടുന്നുണ്ടോ? നെറ്റ് നോക്കുമ്പോൾ ഞങ്ങൾ വോളിയം കാണുന്നുണ്ട്, പക്ഷെ അപ്പൊ അവര് പിന്നെ മറ്റേ കമ്പനികൾക്ക് ഞങ്ങളുടെ പ്രോഡക്ട്സിനൊക്കെ കുറെ ഇത് കിട്ടുന്നുണ്ട്, കുറെ നമുക്ക് ഒരു ഇത് കിട്ടി. പിന്നെ നമ്മൾ കൂടുതലായിട്ട് ആ കസ്റ്റമേഴ്സിനെ അവരെ കൂടുതൽ പ്രോഡക്റ്റിനെ കൂടുതൽ പഠിക്കുക, ക്ലയന്റിന്റെ സ്വഭാവങ്ങളെ കുറിച്ച് പഠിക്കുക. അവിടെ നമ്മൾ കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ട് പോകുമ്പോൾ നമ്മൾ ടേംസ് ഒക്കെ പറയും, ICP ബയർ പേഴ്സൺ എന്നൊക്കെ നമ്മൾ പറയാം. അതൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ ബേസിക്കലി പഠിക്കുന്നത് അത് തന്നെയാണ്. നമ്മൾ ആ ബിസിനസ്സിനെ ഒരു സാധാരണക്കാരൻ മനസ്സിലാക്കുമ്പോൾ അവന്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന കാര്യങ്ങളൊക്കെ ചില വാക്കുകളിട്ട് വിളിച്ചേ ഉള്ളൂ. ICP ബയർ പേഴ്സൺ ബേസിക്കലി നമ്മളത് മനസ്സിലാക്കിയാണ്, അത് ആർക്കും അറിയാവുന്ന രീതിയിലാണ്. അപ്പൊ ഇത് കംപ്ലീറ്റ് മനസ്സിലാകുന്നിടത്തുനിന്നും അവന്റെ അന്വേഷണങ്ങൾ, അവന്റെ പെയിൻ പോയിന്റ്സ്, അവൻ എന്തെല്ലാം അറിയണം, ഇനി ഇവന്റെ സൈഡിൽ അവൻ എന്തൊക്കെ അറിയിക്കണം എന്നുള്ളത് ഇവനുമുണ്ട്. ഇതെല്ലാം നമുക്ക് മനസ്സിലാവുമ്പോൾ നമുക്ക് മൊത്തത്തിലൊരു ഐഡിയ കിട്ടാൻ തുടങ്ങും, ഈ സൈറ്റ് എങ്ങനെ ഇരിക്കും. അവിടെ തന്നെ പല വിധത്തിൽ ചിന്തിക്കും. ചിലപ്പോൾ ഹോം പേജ് എന്തായിരിക്കും, ചില വെബ്സൈറ്റിലെ ഹോം പേജ് ഡയറക്ട്ലി സർവീസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും, ഹോം പേജ് ഒപ്റ്റിമൈസ് ചെയ്യുന്ന അവിടെ നിന്നായിരിക്കും. പക്ഷെ ചില വെബ്സൈറ്റുകളുടെ ഹോം പേജ് അതായിരിക്കില്ല. ചില വെബ്സൈറ്റിലെ ഹോം പേജ് ചിലപ്പോൾ വലിയ ബ്രാൻഡ് ആയിരിക്കും, അവിടെ ഹോം പേജ് ഒരു പർട്ടിക്കുലർ കീവേഡിന് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്യില്ല, പകരം അവനെ കുറിച്ച് പറയുന്നതായിരിക്കും. ബ്രാൻഡ് ഞങ്ങൾ അങ്ങനത്തെ ബ്രാൻഡാണ്, ടോപ്പാണ്, ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ബ്രാൻഡാണ് ഞങ്ങൾ, ടാറ്റ 500 അങ്ങനത്തെ ഇത്ര വർഷത്തെ അതായിരിക്കും അവന്. അതൊരു കസ്റ്റമർ ജേണി പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ ആ ജേണി പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ ഒരാൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യും, ലാൻഡ് ചെയ്യുന്നത് എവിടെയാണെന്ന് ആലോചിക്കും. ലാൻഡ് ചെയ്യുന്നത് ആ സർവീസ് പേജിലാണോ ഹോം പേജിലാണോ? സർവീസ് പേജിലാണെന്ന് വിചാരിക്കുക. സർവീസ് പേജിൽ അവൻ എന്ത് കിട്ടുമെന്നാണ് അവൻ അറിയേണ്ടത്. അവന് ചില സംശയങ്ങളുണ്ട്, അത് കംപ്ലീറ്റ് അവിടെ നിന്ന് കിട്ടണം. അവൻ മനസ്സിലാക്കുന്നു, ഞാൻ ഉദ്ദേശിച്ചത് ഒരു സർവീസ് തന്നെ, ഇവരിത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എന്റെ സ്ഥലത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇവരുടെ റേറ്റ് ഓക്കെയാണോ, ഇവരെ കുറിച്ച് മറ്റുള്ളവർ എന്ത് പറഞ്ഞു നോക്കൂ, എല്ലാവരും നിങ്ങളുടെ കാര്യങ്ങൾ പറയുന്നു, ഇവര് ഇതാണോ അതാണോ അങ്ങനെ. അപ്പൊ അവൻ അറിയേണ്ട കുറെ കാര്യങ്ങൾ, എക്സാക്ട്ലി ഇതാണ് ഞാൻ നോക്കിയിട്ട്. രണ്ടാമത് ഇതിന്റെ ജേണി എന്താണ്, അല്ല കാര്യങ്ങളൊക്കെ ഇതായിരിക്കും പറയാം, ഈ ടീം ഏതാണ്, ആരാണ് നടത്തുന്നത്, ഇവര് എത്ര വർഷം ഒഴിയുമാതിരി ഒരു ഉള്ള കമ്പനിയാണോ, ഇതൊക്കെയാണ് രണ്ടാമത്. അല്ലെ, ആ കമ്പനിയെ കുറിച്ചാണ് അറിയേണ്ടത്. മോസ്റ്റ്ലി ഇവന് പോകുന്ന ഹോം പേജിലേക്ക് ആയിരിക്കും. അവിടെ പോയി കഴിയുമ്പോൾ അവിടെ അറിയേണ്ടത് ആരാണ് ഈ കമ്പനിയുടെ മുതലാളി, ആരൊക്കെയാണ് ടീം, നമ്മൾ നോക്കാറില്ല ടീം. അപ്പൊ അവിടെ കാണിക്കുന്നത് നിങ്ങൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, ഞങ്ങൾ ഇങ്ങനെയാണ്, ഇത്ര വർഷമായിട്ടുണ്ട്, ഞങ്ങൾക്ക് ആ ക്ലൈന്റ് ഉണ്ട്, ഈ ക്ലൈന്റ് ഉണ്ട്, അവരുണ്ട്, ഇവരുണ്ട്, ഓക്കെ. പിന്നെ ചിലപ്പോൾ കൂടുതലായിട്ട് ബിസിനസ് പ്രൊഫൈലിലൊക്കെ പോയി റിവ്യൂസ് ഒക്കെ വായിക്കാൻ അങ്ങനെ പലതൊക്കെ ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ കസ്റ്റമർ ജേണിയും കൂടി അടുത്തായിട്ട് മനസ്സിലാക്കണം. ഈ സൈറ്റ് എങ്ങനെയുണ്ട്, ഹോം പേജ് ഒപ്റ്റിമൈസ് ചെയ്യണോ, സർവീസ് പേജസ് ഒപ്റ്റിമൈസ് ചെയ്യണോ, അങ്ങനെയൊക്കെ വെച്ചിട്ട് ആ ജേണി അനുസരിച്ചിട്ട് നമ്മൾ ഓരോ പേജിലും എന്തൊക്കെ വേണം, ഹോം പേജിൽ ഇങ്ങനെ വേണം, എബൌട്ട് പേജിൽ ഇങ്ങനെ വേണം, ഇന്ന് സർവീസസ് പേജസ് വേണം, അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് ക്ലസ്റ്ററിങ് കൊണ്ടുവരാൻ, അങ്ങനെ വേണം പോകാനായിട്ട്. അതൊരു വലിയ പ്രോസസ്സാണ്. ഈ തുടക്കമില്ല, ഈ ആദ്യത്തെ ഈ ഒരു ഏരിയയാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഭാര്യ എപ്പോഴും ശ്രദ്ധിച്ചോ, ഈ ഏരിയയിലെല്ലാം ഇമ്പോർട്ടൻസ് കൊടുക്കുക. കിട്ടിയതിന്റെ വിതിൻ 2 ഡേയ്സിനുള്ളിൽ സൈറ്റ് തുടങ്ങിയിട്ടുണ്ടോ, എന്നിട്ട് ബ്ലോഗിങ് ഏരിയയിലാണ് എല്ലാം റിസർച്ചോ സമയമോ കളയുന്നത്. തെറ്റാണ്. ഈ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ഇപ്പോഴും വെബ്സൈറ്റ് ബിൽഡ് ചെയ്തിട്ടായിരിക്കും SEO എന്നുള്ള ഒരു സാധനം സ്റ്റിൽ ഇപ്പോഴും. കസ്റ്റമർ ജേണി, അതൊരു യൂസർ ജേണി, വെബ്സൈറ്റിന്റെ ഉള്ളിലും ഒരു ജേണി ഉണ്ട്.
ആ ജേണി പ്ലാൻ ചെയ്തിരിക്കണം, എൻ്റെ ഇതിൻ്റെ ടോപ്പിക്ക് മനസ്സിലാക്കിയിരിക്കണം, ഇതിനകത്തെ ക്ലസ്റ്റേഴ്സ് നമ്മളുടെ മനസ്സിലുണ്ടായിരിക്കണം. അത് വെച്ചിട്ട് വേണം സൈറ്റ് തുടങ്ങാൻ. ഇല്ലാന്നല്ല, ഇടയിൽ വെച്ച് അങ്ങോട്ട് സൈറ്റ് പോകും. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിന് റാങ്ക് ചെയ്യാനായിരിക്കും, ഈ സൈറ്റ് വേറെ എന്തിനൊക്കെയോ ആയിരിക്കും റാങ്ക് ചെയ്യുന്നത് സൈറ്റിൽ. ഈ ടെക്നിക്കൽ SEO എന്ന് പറയുന്നത് എന്താണ്? ടെക്നിക്കൽ SEO എന്ന് പറയുന്നത് നമ്മൾ ബേസിക്കലി കുറെ ടെക്നിക്കൽ ആയിട്ടുള്ള സൈഡുകൾ കയറി വരുന്നുണ്ട്. ഇപ്പൊ എന്താ പറയാ, പേജ് സ്പീഡ് എന്ന് പറയുന്ന ഒരു ഗൂഗിളിന്റെ പേജ് സ്പീഡ്. കാരണം ഇനി അങ്ങോട്ടേക്കത്തെ കാലത്ത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരിക്കും, ഇനി പ്രസക്തി കൂടും. കാരണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ റാഗൊക്കെ, അത് റിയൽ ടൈമിൽ വെബ്സൈറ്റിൽ പ്രോസസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. AIക്കൊക്കെ ഗൂഗിളിന് പിന്നെയും സമയമുണ്ടെന്ന് വിചാരിക്കാം, പതുക്കെയൊക്കെ പ്രോസസ് ചെയ്ത് ഇൻഡെക്സ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. RAGക്ക് അതിനുള്ള സമയമില്ല, റിയൽ ടൈമിൽ പ്രോസസ് ചെയ്യണം. അപ്പൊ സ്ലോവായ സൈറ്റൊക്കെ അവന് പ്രോസസ് ചെയ്യാനുള്ള സമയമില്ല. അങ്ങനെ ഉടനെ ആൻസർ, കസ്റ്റമർ വെയിറ്റിംഗ് ആണ് അല്ലേ. അപ്പൊ അവന് സ്ലോവായ സൈറ്റിൽ അവൻ നിഷ്കരണം തള്ളും റാഗ്. അപ്പോൾ ഏതൊക്കെ ഇന്നത്തെ കാലത്തൊക്കെ വരുമ്പോഴേക്കും സൈറ്റിന്റെ റെസ്പോൺസ് ടൈം വളരെ കൂടുതലാണ്. പിന്നെ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, ഇനി അങ്ങോട്ട് കൂടുതൽ ആളുകളുടെ ഒരു ക്ഷമ കുറവായിരിക്കും. എന്നുവെച്ചാൽ എല്ലാം സ്പീഡിലാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർ വെയിറ്റിംഗ് ടൈം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വെബ്സൈറ്റുകളുടെ റെസ്പോൺസ് ടൈം വളരെ കൂടുതലായിരിക്കും ഇനിയല്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഫിക്സ് ചെയ്യുക എന്നുള്ളതുണ്ടല്ലോ, ഈ പേജിന്റെ സ്പീഡ് ഫിക്സ് ചെയ്യുക, പിന്നെ മൊബൈലിൽ മര്യാദക്ക് വെബ്സൈറ്റ് ലോഡ് ചെയ്യുക എന്നുള്ളതൊക്കെ ആയിരുന്നു മുമ്പ് മൊബൈൽ ഫ്രണ്ട്ലി എന്നൊക്കെ പറയും. ഇപ്പോൾ എല്ലാ വെബ്സൈറ്റിലും ആണ്, അങ്ങനെയൊക്കെയാണ്, ബൈ ഡിഫോൾട്ട് ആണ്. എന്നാലും അങ്ങനത്തെ കാര്യങ്ങളിൽ ടെസ്റ്റ് ചെക്ക് ചെയ്യുക. പിന്നെ കുറേ HTML ഈ വെബ്സൈറ്റിന്റെ കോഡിങ്ങിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ പറഞ്ഞാൽ മെറ്റാ ടാഗ്സുകൾ, കാനോണിക്കൽ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അത് ചെക്ക് ചെയ്യുക എന്നുള്ളതുണ്ട്. ഈ വെബ്സൈറ്റിൻ്റെ ഉള്ളിൽ അതിൻ്റെ സ്ട്രക്ചറിങ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതിൻ്റെ സ്ട്രക്ചർ, കണ്ടന്റ് സ്ട്രക്ചർ എന്ന് പറയുന്ന H1, H2, H3 എന്ന് പറയുന്നത് അതിനൊരു സ്ട്രക്ചറുണ്ട്. അത് കറക്റ്റായിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിൽ തന്നെ സിമാൻറ്റിക് HTML എന്ന് പറഞ്ഞ ടാഗ്സുകളുണ്ട്, മെയിൻ സൈഡ് ആർട്ടിക്കിൾസ് എന്നൊക്കെ പറഞ്ഞു, അത്തരം സംഭവങ്ങൾ. പിന്നെ ഇന്റേണലി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും, പിന്നെ കുറച്ചും കൂടി സ്കീമ മാർക്കപ്പ് എന്നൊക്കെ പറയും. സ്കീമ മാർക്കപ്പ് നമ്മൾ ഗൂഗിളിന് കുറച്ചും കൂടി റിച്ച് റിസൾട്ട് കാണിക്കാൻ വേണ്ടിയിട്ടും ചില ഡാറ്റകൾ നേരെ സ്പൂൺ ഫീഡിങ് പോലെ ക്രോളേഴ്സിന് കൊടുക്കാനും കൂടി വേണ്ടിയിട്ട് സ്കീമ മാർക്കപ്പുകൾ യൂസ് ചെയ്യും. എല്ലാവർക്കും വേണ്ട ചില കാര്യങ്ങളൊക്കെ സ്കീമ മാർക്കപ്പ് യൂസ് ചെയ്യുക, അങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ജനറലി നമ്മൾ പറയുന്ന ടെക്നിക്കൽ SEO. ഇനി ഫ്യൂച്ചർ ഇനി എന്തായാലും AI, അപ്പോൾ ഇനി SEO പഠിക്കുന്നവരും ഇപ്പോൾ ഉള്ള ആൾക്കാരും എങ്ങനെ അതിനെ ആ ഒരു AI യുഗത്തിലേക്ക് ഒന്ന് മാറണം? അതായത് ശരിക്കും പറയുകയാണെങ്കിൽ ഇനി എൻ്റെ ഇതിൽ പറയണത്, ചില ആൾക്കാർ പറയണ ഞാൻ കേൾക്കാറുണ്ട്, SEO is dead. ഓരോന്ന് വരുമ്പോ കേൾക്കണം. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു SEO is dead. അത് നിലവില് നല്ലൊരു സീനിയർ ആയിട്ടുള്ളൊരു ചേച്ചിയാണ്. ഞാനൊറ്റ കാര്യം മറുപടി തിരിച്ചു വന്നു, മനുഷ്യരുടെ സെർച്ചസ് നിൽക്കും, പുള്ളി പറഞ്ഞില്ല. ഇതിന് ഉത്തരവുണ്ട്, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ആണ് SEO. മനുഷ്യൻ സെർച്ച് ചെയ്യുന്നിടത്തോളം കാലം അവന് സെർച്ച് ചെയ്യാൻ അവൻ ഏതെങ്കിലും പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നുണ്ടോ? ഗൂഗിളാണെന്ന് ഞാൻ പറയുന്നില്ല, ഏതെങ്കിലും പ്ലാറ്റ്ഫോം യൂസ് ചെയ്യും. അപ്പോൾ സെർച്ച് എഞ്ചിൻസ് അവിടെ ഉണ്ട്, ഉണ്ടാകും. മനുഷ്യന് സെർച്ചസ് ഉള്ളിടത്തോളം കാലം ആ എഞ്ചിന് വേണ്ടി ഒരു ഒപ്റ്റിമൈസേഷൻ വേണ്ടി വരും. കാരണം ഈ ബിസിനസ്സിലൊക്കെ വെറുതിരിക്കാൻ പറ്റും, അതിന് വേണ്ടി ഒരു ബെസ്റ്റ് പ്രാക്ടീസസ് ഒന്നും കാണും. അതുകൊണ്ട് SEO തൽക്കാലം മനുഷ്യന്മാരുടെ സെർച്ചസോ സംശയങ്ങളൊക്കെ ഉള്ളിടത്തോളം കാലം മരണമില്ല. പിന്നെ ഇനി അങ്ങോട്ടേക്ക് ഇതുവരെ ചെയ്തതിൽ നിന്ന് കനക്കുള്ളൂ. SEO എന്നല്ല, എന്തിനും കനക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാനുള്ള കാര്യങ്ങൾ കൂടും. കൂടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചു മുമ്പ് പറഞ്ഞു, മുമ്പൊക്കെ ആണെങ്കിൽ പണ്ടാണെങ്കിൽ ജസ്റ്റ് ഗൂഗിളിനെ മാത്രം നോക്കിയാൽ മതിയായിരുന്നു, കുറച്ച് കീവേഡ്സും കുറച്ച് വാല്യൂസും ഉണ്ടെങ്കിൽ താങ്കൾ വയ്ക്കും. പിന്നീട് അങ്ങനെയല്ല, അവർ തന്നെ കുറെ ഓടിച്ചു വരുത്തി യൂസർ ഫസ്റ്റ് എന്നുള്ള അപ്രോച്ചിലേക്ക് വന്നപ്പോൾ മനുഷ്യന്മാർക്കും നോക്കണം, ഗൂഗിളിനും നോക്കണം. ഇപ്പൊ അതാണല്ലോ ചെയ്യുന്നത്. ഒരേ സമയം മനുഷ്യന്മാരെ ഹാപ്പി ആക്കണം, ഇതാണ്. അതും കൂടി പോരാ, NLPകളെ കൂടി, അതായത് നമ്മുടെ ഈ LLM മോഡൽസിനെയും കൂടി ഹാപ്പി ആക്കണം. ഇവർക്ക് കൂടിയും വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. 3 കാര്യങ്ങൾ നോക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയുള്ളവരോടത്ത് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ, ഈ ഫീൽഡിൽ നിന്നല്ല, ഡിസൈനിങ് ഫീൽഡ് ആണെങ്കിലും ഉണ്ട്, ഡെവലപ്മെന്റ് ഫീൽഡ് ആണെങ്കിലും ഉണ്ട്, ഓപ്സ് ആണെങ്കിലും, ഏത് ഫീൽഡിലേക്കാണെങ്കിലും ആവറേജ് ആയിട്ട് നിൽക്കാനാണെങ്കിലും, അല്ലെങ്കിൽ തട്ടിക്കൂട്ടി എന്തെങ്കിലും അല്പ നോളജും വെച്ചിട്ട് മുന്നോട്ട് പോകാനാണെങ്കിൽ ദയവ് ചെയ്ത് ഈ ഫീൽഡിൽ നിന്നല്ല ഇങ്ങനത്തെ ഫീൽഡുകൾ വരാതിരിക്കുക. കാരണം ഇന്നത്തെ കാലം ഔട്ടായി പോകും. അതുകൊണ്ടിട്ട് പറയുന്നതാണ്. കാരണം
അങ്ങനത്തെ ആൾക്കാർക്ക് ഇനി ഇല്ല, ജോബില്ല, വൈറ്റ് കോളർ ജോബ്സ് ഉണ്ടാവില്ല, കമ്പനികൾക്ക് ആവശ്യമില്ല. അവരെക്കാളും മികച്ചതാണ് ഈ ടീമിനെക്കാളും, അല്ലേ? എന്തിനിവൻ ഇവന്റെ 100-1 കോഴ്സിന് ചെയ്യും. അപ്പോ ഇനിയത്തെ കാലം ആരെയാണ് ആവശ്യമെന്നുള്ളതൊന്നും മനസ്സിലാക്കുക. എഐനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതിനാണ് ആവശ്യം. അതിന് വെരിഫൈ ചെയ്യാൻ അപ്പൊ അവനെ ഉപയോഗിക്കാൻ അറിയാവുന്നില്ല. അവന് തന്നെ കുറച്ച് കാര്യങ്ങൾ അറിയാം. അവനെ കൊണ്ട് പണിയെടുപ്പിക്കണമെങ്കിൽ അവനെക്കാളും ആ പരിപാടി നന്നായിട്ട് അറിയാം. അതായത് ഞാൻ SEO ഒരു AI ടൂൾസ് വെച്ചിട്ട് ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് SEO അതിനേക്കാളും നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അല്ല പിന്നെ അവൻ എന്നെ കൊണ്ട് പണിയെടുപ്പിക്കും, അല്ലേ? എനിക്ക് അത്ര അറിയില്ല. ഞാൻ പറയും നിങ്ങൾ ഈ പറയുന്നത് തെറ്റാണ്, ഈ പറഞ്ഞ പോലെ അല്ല എന്ന് പറഞ്ഞാൽ തീർന്നില്ല. ഇനിയുള്ള സെർച്ചസിൽ അങ്ങനെ ഒരു ഇത് വരും. ഇപ്പൊ നമ്മൾ ഒരു പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അത് റോങ് ആൻസേഴ്സ് തരും, ഹാലുസിനേഷൻ. അതിന് ഒരു ചേഞ്ചസ് വരുമോ? നമുക്ക് ഒരു സാധനം തന്നെ ഇത് ശരിയാണെന്ന് ചോദിച്ചാൽ ശരിയാണെന്ന് പറയും, തെറ്റാണെന്ന് ചോദിച്ചാൽ തെറ്റാണെന്ന് പറയും. പക്ഷെ ഇത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് തന്നെ പറയുന്ന രീതിയിൽ ഇതൊരു സംഭവിച്ചത് എന്താണെന്നറിയുമോ? AI ഓവർവ്യൂല് അത് ഫ്രൈഡേ അല്ലെന്ന് പറഞ്ഞു, AI മോഡില് അത് ഫ്രൈഡേ ആണെന്ന് പറഞ്ഞു. AI മോഡ് കറക്റ്റ് ആയിരിക്കും, കാരണം അവൻ അവൻ റിയൽ ടൈം എടുത്തിട്ട് ഉള്ള ഡീറ്റെയിൽ ഇത് എന്നാണ് അവൻ പറയുന്നത്. AI ഓവർവ്യൂ അങ്ങനെയല്ല. എക്സിസ്റ്റിംഗ് ടോപ്പിൽ റാങ്ക് ചെയ്യുന്ന സൈറ്റുകളില അവൻ ക്യാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന റിസൾട്ടിൽ നിന്നാണ് അവൻ പറയുന്നത്. പലപ്പോഴും ലൈവിൽ നിന്ന് പറയണമെന്നില്ല, ഗ്യാരണ്ടി ഇല്ല, പറയില്ലെന്നല്ല, ഗ്യാരണ്ടി ഇല്ല AI ഓവർവ്യൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഫ്രൈഡേ ആണോ എന്ന് ടോപ്പിൽ പറയുന്ന ഒരു വെബ്സൈറ്റ് അവന്റെ ലാസ്റ്റ് അവൻ വിസിറ്റ് ചെയ്ത് കിട്ടിയിരിക്കുന്ന ഇവന്റെ ഇൻഫോർമേഷനിൽ അന്നത്തെ ദിവസം ഫ്രൈഡേ അല്ലെന്നായിരുന്നു. അതാണ് ഇവൻ പറയുന്നത്. ഓവർവ്യൂ പറഞ്ഞു ഫ്രൈഡേ അല്ല. പക്ഷെ കുറച്ചുകൂടി സമയം കഴിഞ്ഞാൽ അവൻ പിന്നെയും മറ്റേ സൈറ്റിനെ ട്രോൾ ചെയ്തിട്ട് അത് ഫ്രൈഡേ ആണെന്ന് പറയുന്ന ഡാറ്റ ഇവന് കിട്ടിക്കഴിഞ്ഞാൽ ഇവൻ പറയാൻ തുടങ്ങും. മോഡിൽ ചോദിച്ചു പിന്നെ ഫ്രൈഡേ എന്ന് പറഞ്ഞു. കാരണം മോഡ് ലൈവില് പോയി ചെക്ക് ചെയ്തു ഫ്രൈഡേ തമ്മിലുള്ള വ്യത്യാസമാണ്. പിന്നെ ഈ മുമ്പോട്ട് പോകുന്നതോടെ ഹാലുസിനേഷൻ കുറയും. കാരണം നമുക്കറിയാം മെഷീൻ ലേണിംഗ് ഈ സംഭവത്തിനൊക്കെ ബാക്കിൽ വലിയ ടെക്നോളജികൾ പിന്നെ ഇങ്ങനെ പണ്ട് നമ്മൾ ഈ പറഞ്ഞ LLM എന്ന് പറയണതും NLP എന്ന് പറയണതും മഞ്ഞുമലയുടെ ഒരു അറ്റത്ത് കാണുന്ന ടെക്നോളജിയുടെ അടിയിൽ മെഷീൻ ലേണിങ്ങും ഡീപ്പ് ലേണിംഗും ഒക്കെ അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ ഇത് എക്സ്പോണൻഷ്യലായിട്ട് പഠിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മളുടെ സെർച്ചസ് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഓരോ മിസ്റ്റേക്കുകളും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഇതിനാണ് ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ലാഭമുണ്ടായിരുന്നു. അപ്പൊ അന്ന് എൻ്റെ ചെസ് കളിക്ക് ലിസ്പ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഞങ്ങളൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, കുതിരയുടെ മൂവ്മെന്റ് ഉണ്ടാക്കാനുള്ളതായിരുന്നു അന്നത്തെ പ്രോജക്റ്റ്. ഇത് ഓരോ മിസ്റ്റേക്കിൽ നിന്ന് ഇവൻ തന്നെ പഠിക്കും. ഈ വഴി പോയാൽ വെട്ടും, അപ്പൊ പിന്നെ നെക്സ്റ്റ് ടൈം അവൻ ആ മൂവ് എടുക്കില്ല. അങ്ങനെ ഓരോ ഇതിൽ നിന്നും ഇവൻ പഠിച്ചുകൊണ്ടേയിരിക്കണം എക്സ്പോണൻഷ്യലായിട്ട്. അതാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതായത് ഇന്നൊരു മിസ്റ്റേക്ക് എഐക്ക് പറ്റി, നമ്മളത് അവൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തത് തെറ്റാണെന്ന് പറഞ്ഞു, നാളെ അവൻ അത് റിപ്പീറ്റ് ചെയ്യില്ല. അവൻ പഠിച്ചുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ടും നമ്മളെക്കാൾ കൂടുതൽ പഠിക്കും. എന്തുകൊണ്ട് മിസ്റ്റേക്ക് പറ്റി അവൻ എടുത്തെടുത്താണ് അവനെ തന്നെ ഫൈൻ ട്യൂൺ ചെയ്താ പോകും. പിന്നെ നിലവിലെ ആളുകൾ സെർച്ച് ചെയ്യുന്ന നമ്മളുടെയൊക്കെ ഓരോ ഇൻപുട്ടുകളില്ലേ, അവൻ ആ ട്രെയിൻഡ് ഡാറ്റ അല്ലാതെ തന്നെ അവൻ നമ്മളിൽ നിന്ന് പഠിക്കുന്നുണ്ട്. അവൻ RNG നിലവിലുള്ള ലൈവ് ഡാറ്റകളിൽ നിന്ന് പഠിക്കുന്നുണ്ട്. പിന്നെ ഗൂഗിളിനൊക്കെ പോലെ ഇവനും ഉണ്ട് ക്രോളേഴ്സ്. ഈ ക്രോളറുകൾ നെറ്റിൽ ഓരോ വെബ്സൈറ്റുകൾ നമ്മുടെ വെബ്സൈറ്റുകളൊക്കെ അടക്കം കയറി പഠിക്കുന്നുണ്ട്. ഗൂഗിൾ എക്സ്റ്റൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ബോട്ട് ഉണ്ട്. ആ ബോട്ട് കയറിയിട്ട് നമ്മളുടെ ഡാറ്റ എടുത്തുകൊണ്ട് പോയിട്ട് അവന്റെ ജെമിനിനെ ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ റോബോട്ട്സ്.txt ഡിസലോ ചെയ്തിടാം. ആ ബോട്ടിനെ ട്രെയിനിങ്ങിൽ എടുക്കണ്ടാവും, ട്രെയിൻ ചെയ്യിക്കണം. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ചെയ്യുന്നത് ഹാലൂസിനേഷൻ കുറഞ്ഞു. നമുക്ക് ഈ ബ്ലോഗിങ് സ്ട്രാറ്റജി പറയുമ്പോൾ നമുക്ക് ഈ ബ്ലോഗുകൾ നമ്മുടെ വെബ്സൈറ്റിലും ചെയ്യാറുണ്ട്, ചിലപ്പോൾ തേർഡ് പാർട്ടി വെബ്സൈറ്റുകളും ചെയ്യാറുണ്ട്. ഇനി ഫ്യൂച്ചറിൽ നമ്മുടെ വെബ്സൈറ്റിൽ മാത്രം ചെയ്യണോ അതേ ബാക്കി പഴയത് കണക്ക് തന്നെ ചെയ്തു പോകണം? ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലേക്കാൾ കൂടുതൽ നമ്മൾ പുറത്താണ് ചെയ്യേണ്ടത്. ഓക്കെ. ഫോർ എക്സാമ്പിൾ നമ്മുടെ വെബ്സൈറ്റിൽ ഒരു ആർട്ടിക്കിൾ എഴുതി, ഇതേ ആർട്ടിക്കിൾ ഞാൻ ലിങ്ക്ഡിൽ എഴുതി വിചാരിക്കും. ഓക്കെ. ഏതായിരിക്കും റാങ്ക് ചെയ്യാൻ ചാൻസ്? ലിങ്ക്ഡിനിലായിരിക്കും. നിലവിലൊരു ഇതുള്ള സൈറ്റാണ്. ഓതർക്കൊക്കെ ഒരു വെരിഫൈഡ് ഓതർക്ക് നമ്മുടെ വെബ്സൈറ്റിൽ ആരെ എഴുതി വെച്ചിരിക്കുന്നു ഒരു പിടുത്തില്ല. മനസ്സിലായി. അവിടെയൊക്കെ ഒരു വിശ്വാസമുണ്ട്, ആരെ എഴുതിയിരിക്കുന്ന ആളൊക്കെ വെരിഫൈഡ് ആണ്, ഉള്ള ആൾക്കാരായിരിക്കും. അത് തന്നെയല്ല, ഇനി നമ്മളെ കുറിച്ച് അറിയാത്ത ഒരു സാധാരണ മനുഷ്യൻ, നോർമൽ യൂസർക്ക് ഇങ്ങനത്തെ ഏത് ആർട്ടിക്കിളിനോടായിരിക്കും കൂടുതൽ വിശ്വാസം?
ലിങ്ക്ഡിൻ. കാരണം അയാൾക്ക് അറിയാവുന്ന പ്ലാറ്റ്ഫോം നമ്മുടെ വെബ്സൈറ്റ് അയാൾക്ക് അറിയാമോ? ഇല്ല. ട്രസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു. അപ്പം നിലവിൽ നമ്മുടെ വെബ്സൈറ്റിൽ എഴുതണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞ ഒരു സ്ട്രാറ്റജി പറയുന്നു. നമ്മുടെ വെബ്സൈറ്റിൽ ഒരു കണ്ടന്റ് നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ ഇടാം, വേണമെങ്കിൽ ലിങ്ക്ഡിൻ ഇടാം. പക്ഷെ ലിങ്ക്ഡിനുള്ളത് നമ്മുടെ വെബ്സൈറ്റിലേക്കാണ് കുറച്ചുകൂടി എളുപ്പത്തിൽ റാങ്ക് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. ഇത്രയും വെച്ചിട്ട് ഞാൻ ചെറിയൊരു കാര്യം ഞാൻ പറയട്ടെ. നമ്മൾ ഇനി ബാക്ക് ലിങ്ക് ബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞ പരിപാടിയില്ലേ, എന്തുകൊണ്ട് നമുക്ക് ലിങ്ക്ഡിനിൽ ഒരു ആർട്ടിക്കിൾ ഇട്ടിട്ട് ആ ലിങ്ക്ഡിനിലെ ആർട്ടിക്കിളിന് ബാക്ക് ലിങ്ക് ചെയ്തു വളരെ പെട്ടെന്ന് റാങ്ക് ചെയ്യും, നിസ്സാരമായിട്ട് റാങ്ക് ചെയ്യും. മനസ്സിലായി? ഇതേ റിസൾട്ട് നമ്മുടെ വെബ്സൈറ്റിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ സെയിം ബ്ലോഗ് തന്നെ പബ്ലിഷ് ചെയ്താൽ പ്രശ്നമുണ്ട്. ഈ എഫക്ട് ഈ റിസൾട്ട് നമ്മുടെ സൈറ്റിൽ നമ്മൾ അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിന്റെ 10 മടങ്ങ് പണിയെടുക്കേണ്ടി വരും. മനസ്സിലായി? ഇത് ഈ സെയിം സാധനം തന്നെ വേറെ തേർഡ് പാർട്ടി വെബ്സൈറ്റുകളിൽ പബ്ലിഷ് ചെയ്താലും പ്രശ്നമൊന്നുമില്ലല്ലോ. അത് അങ്ങനെയാണല്ലോ. ഒരു പബ്ലിക് ഞാനൊരു ജേണൽ എഴുതി സെയിം ആയിരിക്കും പബ്ലിഷ് ചെയ്യുന്നത്. ഗൂഗിളിൽ മനസ്സിലാവും ഒരു ജേണൽ സ്വന്തമാണെന്ന് അവകാശപ്പെടരുത്. അതിന്റെ ഓതർ സെയിം ആയിരിക്കും. പബ്ലിഷർ സ്വന്തമാണെന്ന് അവകാശപ്പെടരുത്. പുതിയ നല്ല സ്ട്രാറ്റജി കണ്ടിട്ടുണ്ട്. എഴുതിയിട്ട് വെരിഫൈഡ് ബൈ ഇന്നാളെന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ചില ടോപ്പിക്കുകൾ എഴുതുമ്പോൾ അതിനൊരു സബ്ജക്ട് മാറ്റർ എക്സ്പെർട്ട് അതൊന്ന് വെരിഫൈ നല്ല സിഗ്നലാണ് കൊടുക്കാം. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നമ്മുടെ വെബ്സൈറ്റിൽ കണ്ടന്റ് ഇടാം, വെളിയിലും കണ്ടന്റ് ഇടാം. എന്തിനാണ് വെളിയിലെ കണ്ടന്റിനെയാണ് ഇനി അങ്ങോട്ടേക്കത്തെ കാലത്ത് ചാൻസ് കൂടുതലാവാൻ പോകുന്നു എന്ന് ഞാൻ പറയാൻ കാരണം, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ AI ഒരു കാര്യം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവൻ ഈ സെർച്ചസിനെ സ്പ്ലിറ്റ് ചെയ്യും, ഡിഫറെന്റ് സെർച്ചസ് ആക്കി മാറ്റും. എന്നിട്ട് അവൻ അവൻ്റെതായിട്ടുള്ള അന്വേഷണം നടത്തുന്നു അല്ലെ. എന്നിട്ട് അവൻ ഈ ബ്രാൻഡുകളെ കണ്ടുപിടിക്കുകയും എന്നിട്ട് അവൻ മെൻഷൻ ചെയ്യുക. അപ്പോ AI മുമ്പിൽ എത്തിപ്പെടാൻ ചാൻസ് ഉള്ള, അവനെ ഫീഡ് ചെയ്യാൻ ചാൻസ് ഉള്ള സൈറ്റ്, ഫീഡർ സൈറ്റുകൾ എന്നൊക്കെ നമ്മൾ പറയുന്നത്, അത്തരം സൈറ്റുകൾ നമ്മൾ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ ലിങ്ക്ഡിനിൽ ഒരു ആർട്ടിക്കിൾ, കേരളത്തിൽ ഇന്ന് സർവീസ് ചെയ്യുന്ന 10 കമ്പനികളിൽ 10 കമ്പനികൾ എന്ന് പറയും, ആ കമ്പനിയിൽ നമ്മുടെ പേരുണ്ട് എന്ന് വിചാരിക്കാം. നോക്കുമ്പോൾ വേറൊരിടത്ത് ആർട്ടിക്കിൾ മീഡിയത്തിൽ കേരളത്തിലെ ഇന്ന് സംഭവം ചെയ്യുന്ന നല്ല 20 കമ്പനി ഉണ്ട്, അവിടെയും നമ്മുടെ ഇത് കാണുന്നുണ്ട്. മനസ്സിലായോ? പക്ഷെ നമ്മുടെ കമ്പനി എവിടെയും ബെസ്റ്റ് എന്നും പറഞ്ഞ് റാങ്ക് ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ പലരുടെയും ബെസ്റ്റ് ലിസ്റ്റിൽ നമ്മളുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട് അല്ലെ. നമ്മുടെ സൈറ്റിൽ ഈ കണ്ടന്റ് ഇടാൻ പറ്റുമോ? ഞങ്ങൾ ബെസ്റ്റ് ആണ് അതായത് കേരളത്തിൽ 20 എണ്ണത്തിൽ ഏറ്റവും മികച്ച ഞങ്ങളാന്ന് പറയാൻ പറ്റുമോ? വിശ്വാസത എവിടെയിരിക്കും കിടക്കുന്ന വിശ്വാസമുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും മികച്ച കമ്പനികളിൽ ഒരാൾ ഇവരാണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ കണ്ടന്റുകൾ ആണെന്ന് വിചാരിക്കാം, ബെസ്റ്റ് എന്നും പറഞ്ഞിപ്പോ ഒരാൾ സെർച്ച് ചെയ്തു ഇവന്റെ സൈറ്റിൽ എവിടെയും ബെസ്റ്റ് എന്ന് ഇവൻ പറയുന്നില്ല. പക്ഷെ മെൻഷൻ ചെയ്യും ഇവൻ ബെസ്റ്റ്. കാരണം ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് കാണിച്ചപ്പോ ഇങ്ങനെയാണ് നോക്കുന്നത്, ലിസ്റ്റിക്കിൾസിൽ ഉണ്ടാന്ന് നോക്കും, ഏതെങ്കിലും ലിസ്റ്റുകളിൽ ഇവനുണ്ടോ, ഇവനെ കുറിച്ച് നല്ല റിവ്യൂസ് ഉണ്ടോ, അങ്ങനെ കുറെ സെർച്ച് ചെയ്തിട്ടാ പറയുന്നത്. അല്ല സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ഇവൻ കിട്ടുമെന്നല്ല. നമുക്ക് വേണ്ടതല്ല ആൾക്കാർ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ കമ്പനി മെൻഷൻ ചെയ്യപ്പെടണം അല്ലേ. മെൻഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലെ കണ്ടന്റ് വായിച്ചിട്ട് തന്നെ നമ്മളെ മെൻഷൻ ചെയ്യണമെന്നില്ലല്ലോ. വേറെ എവിടെയെങ്കിലും കണ്ടന്റ് വായിച്ചിട്ട് മെൻഷൻ ചെയ്തിട്ട് നമ്മളെ മെൻഷൻ ചെയ്താലും പോലെ. അപ്പൊ എളുപ്പത്തിൽ വായിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് നമ്മളെ കുറിച്ച് പറയുന്നതല്ലേ ബുദ്ധി. അത് നമ്മുടെ സൈറ്റിൽ തന്നെ നമ്മളെ കുറിച്ച് പറയുന്നതാണ്. അപ്പോൾ രണ്ടും കൂടി ബാലൻസ് ചെയ്തുകൊണ്ട് നമ്മുടെ വെബ്സൈറ്റും നമുക്ക് നേരത്തെ പറഞ്ഞ ടോപ്പിക്കിൽ അതോറിറ്റി കുറെ കാര്യങ്ങളൊക്കെ നമ്മുടെ വെബ്സൈറ്റും കൊണ്ടുവരണം. കാരണം സെർച്ചിൽ നമ്മുടെ സൈറ്റും വരണം, സെർച്ചിലും വരണം, ഏനെ കൊണ്ട് മെൻഷൻ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ കുറച്ചും പറഞ്ഞ SEO കനപ്പവും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. നമ്മുടെ സൈറ്റിൽ മാത്രം പണിയെടുത്തിട്ട് കാര്യമില്ല, വെളിയിൽ അത്ര തന്നെ പണിയെടുക്കണം. ഇപ്പൊ ഞങ്ങളുടെ വർക്കുകളിൽ നമ്മുടെ ബ്രെയിൻ സൈബർ സൊല്യൂഷൻ ചെയ്യുന്ന നമ്മുടെ കുറച്ച് ഇതൊക്കെ ചെയ്യുന്ന വർക്കുകളിൽ നമ്മളെല്ലാ ക്ലയൻസിൻ്റെയും നമ്മുടെ വെബ്സൈറ്റിൽ എത്ര പണിയുണ്ടോ അത്രയും തന്നെ കണ്ടന്റ് വെളിയിലിടുക എന്നുള്ള സ്ട്രാറ്റജി 50-50. പണ്ടാണെങ്കിൽ ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല. പണ്ട് വല്ലപ്പോഴും പുറത്തൊക്കെ ചെറുതായിട്ട് ആർട്ടിക്കിൾസ് പ്ലാൻ ചെയ്യുള്ളൂ. വെബ്സൈറ്റിനേക്കാളും ക്വാളിറ്റി ആർട്ടിക്കിൾസ് വെളിയിലാണ്. ഇപ്പോൾ പുതുതായിട്ടൊരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുകയാണ്, അപ്പോൾ അതിൻ്റെ കോണ്ടന്റ് സ്ട്രാറ്റജി ഇനി ഫ്യൂച്ചറിലേക്ക് എങ്ങനെ ബിൽഡ് ചെയ്ത് തരണം? ബേസിക്കലി ആളുകളിൽ എന്താണ് അന്വേഷിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ ആദ്യം നേരത്തെ പറഞ്ഞില്ല, കസ്റ്റമറെ കുറിച്ച് പഠിക്കുക, അതിൽ നിന്ന് അവരുടെ പെയിൻ പോയിന്റ്സുകളും മറ്റെല്ലാം പഠിക്കുക. പിന്നെ നമുക്ക് അതിന് വേണ്ടി ചെറിയ ചെറിയ ടൂൾസുകളൊക്കെ യൂസ് ചെയ്യാം. കീവേഡ് പ്ലാനറും പോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ എല്ലാത്തിനും ഉപരി
നിലവിൽ റാങ്ക് ചെയ്യുന്ന വെബ്സൈറ്റുകളാ നോക്കാതെ പോവുക ഓക്കെ. ഏറ്റവും വലിയ മണ്ടത്തിൽ ഒരിക്കലും ചെയ്യുന്നു. നിലവിൽ റാങ്ക് ചെയ്യുന്ന വെബ്സൈറ്റുകളെ നോക്കാതെ പോകുന്ന വെച്ചാൽ അവർ ശരിയാവണമെന്നുണ്ടോ എന്ന് വേണം വിചാരിക്കാം. പക്ഷെ ഗൂഗിളിന്റെ മുമ്പിൽ റെഫറൻസ് അവരാണ്. അവരെ വെച്ചിട്ടാണ് നമ്മൾ ശരിയോ തെറ്റോ എന്ന് അവർ തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് നിലവിലുള്ള സൈറ്റുകളെ വെച്ചിട്ട് ഞങ്ങളും അങ്ങനെ ഒരാളാണ്, പക്ഷെ അവരെക്കാളും മികച്ചതാണ് എന്ന് സിഗ്നൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അങ്ങനത്തെ ഒരാളാണ് ഞങ്ങളും എന്ന് കാണിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ഇതാക്കാൻ പറ്റണം. ഇതിന് ഇതിന്റെ ഇടയിൽ ട്രൈഗ്രാം അനാലിസിസ് എന്നൊക്കെ പറഞ്ഞ സംഭവമുണ്ട്. ഇപ്പൊ ആൻസർ കാൻഡിഡേറ്റ് പാസേജസ് എന്ന് പറയുന്ന സംഭവമില്ല, അതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ എക്സിസ്റ്റിംഗ് ആൻസറും നമ്മുടെ വെബ്സൈറ്റിലെ ആൻസറും തമ്മിലുള്ള കമ്പാരിസൺ നോക്കും ട്രൈഗ്രാം അനാലിസിസ്. അപ്പോൾ എക്സിസ്റ്റിംഗ് ആൻസറിന് അവിടെ പ്രസക്തി ഉണ്ട്. നമ്മുടെ ആൻസർ ബെസ്റ്റ് ആകണം എന്നുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് ആൻസറായിട്ട് നമുക്ക് മാച്ച് ഉണ്ടാവണം. എൻ്റെ ഡിഫറെന്റ് ഒരു ആൻസർ പറഞ്ഞുകൊണ്ട് റാങ്ക് നടക്കില്ല. അപ്പൊ ആദ്യം കോമ്പറ്റീറ്റേഴ്സിനെ പഠിക്കും. കോമ്പറ്റീറ്റേഴ്സ് എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്, അവരൊരു പേജിൽ എന്തൊക്കെ കവർ ചെയ്തിട്ടുണ്ട്, നമ്മളത് കവർ ചെയ്യാതെ പോകരുത്. പലപ്പോഴും അതുകൊണ്ടാണ് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും ഫസ്റ്റ് റാങ്ക് ചെയ്യുന്ന സൈറ്റുകളൊക്കെ ഓൾമോസ്റ്റ് സെയിം കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു വരണോ. കവറേജൊക്കെ സെയിം ആയിരിക്കും. നമ്മളതിനേക്കാളും ബുദ്ധിപരമായിട്ട് വളരെ ബുദ്ധിപരമായിട്ട് ആർട്ടിസ്റ്റിക് പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ നോവലായിരിക്കും. ഇവർക്ക് അടിപൊളിയായിട്ട് ഞാൻ പറഞ്ഞു, പക്ഷെ ആ കവർ ചെയ്യാതെ പോയതാണ്. ഗൂഗിളിന് പറയാൻ പറ്റുന്നില്ല ഇവൻ ഈ കൂട്ടത്തിൽ പെട്ടതാണെന്ന് അറിയാൻ പറ്റുന്നില്ല. കാരണം ഇവന്റെ ഒരു ലക്ഷണവും ഈ കൂട്ടത്തിൽ പെട്ടതല്ല. മറ്റൊരാരും പറയുന്ന ഒരു കാര്യവും പറയുന്നില്ല. അപ്പൊ ബേസിക്കലി ഈ സിഗ്നൽ കൊടുക്കണം. ഈവൻ ഒരു യൂസറെ കുറിച്ച് ആലോചിക്കും. നമ്മുടെ ഒരു കോഴ്സ് SEO കോഴ്സിനെ കുറിച്ച് ഇതുവരെ SEO എന്താണെന്ന് അറിയാത്തവരോട് അന്വേഷിക്കും. അപ്പോൾ ഒരു കൊടുത്തു കൂട്ട അയാൾ വായിക്കുന്നു സിലബസ്, ഓൺ പേജ് SEO, ഓഫ് പേജ് SEO, ബാക്ക് ലിങ്ക് ബിൽഡിംഗ്, ഇത് പഠിപ്പിക്കും. അടുത്ത സൈറ്റിൽ പോയി നോക്കുന്നു, ഓൺ പേജ് SEO, ഓഫ് പേജ് SEO, ബാക്ക് ലിങ്ക്, വേർഡ്പ്രസ്. ഒരേ കൂട്ടരാണ് കേൾക്കുന്നത്. അടുത്തവരെ പോകുമ്പോൾ ഇതേപോലെ തന്നെ കേൾക്കുന്നു. വേറൊരു കൊടുത്ത് കേൾക്കുന്നു NLP, പേജ് സ്പീഡ് ഒപ്റ്റിമൈസേഷൻ, ക്യുമുലേറ്റീവ് ലേഔട്ട് ഷിഫ്റ്റിങ്ങിന്റെ ഫിക്സിങ്, ഇങ്ങനത്തെ മാത്രം 10-15 വർക്ക് പറഞ്ഞു. ഇത് എഴുതിയ എന്റെ സിലബസ് ആണെന്ന് വിചാരിക്കും. എഴുതി ഞാൻ വിചാരിക്കുന്നത് എന്താണ്, മറ്റേ സിനിമയിൽ ഇരിക്കുന്ന പോലെ എല്ലാവരും ഇതേപോലെ എന്റെ സിലബസ് ഏറ്റവും അഡ്വാൻസ്ഡ് സിലബസ് കാണുന്ന കിടുകിടാ വർക്ക് അല്ലെ, സംഭവം ശരിയാണ്. പക്ഷെ ഇത് കാണുന്ന ആ യൂസർ കണ്ടല്ലോ, ഇത് വേറെ എന്തെങ്കിലും സിലബസ് ആയിട്ടാണ് തോന്നുന്നത്. കാരണം സാധാരണക്കാരെ എവിടെയും നോക്കിയെടുത്ത് ഇത്രയും കമ്പനികളെ നോക്കിയെടുത്തുള്ള ഒരു സിലബസ് അല്ല ഇത്. അപ്പൊ അറ്റ്ലീസ്റ്റ് എനിക്ക് അവനെ ബോധ്യപ്പെടുത്താനാണെങ്കിൽ കൂടി ഞാൻ ഇതിനകത്ത് പറഞ്ഞ ഓൺ പേജ് SEO, ഓഫ് പേജ് SEO, ബാക്ക് ലിങ്ക് ബിൽഡിംഗ് കൂടാതെ എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ, ക്യുമുലേറ്റീവ് ലേഔട്ട് ഷിഫ്റ്റ് ഫിക്സിങ് എന്താന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ അവന് മനസ്സിലാവും, അതേ സംഭവം തന്നെയാണ്, കൂടാതെ എന്തൊക്കെയോ മനസ്സിലായി. അപ്പൊ ആ രീതിയിലേക്ക് നമ്മളുടെ ഇതിനെ കൊണ്ടുവരണം, കണ്ടന്റുകളെ കൊണ്ടുവരണം നമ്മൾ. അപ്പൊ അതുകൊണ്ട് തന്നെ കോമ്പറ്റേറ്റീവ് സ്റ്റഡി ഭയങ്കര ഇമ്പോർട്ടന്റ്. അതിന് ഈ നോട്ട്ബുക്ക് എല്ലാം പോലത്തെ ടൂളുകളൊക്കെ യൂസ് ചെയ്യും. നമുക്ക് നിലവിലുള്ള മൈൻഡ് മാപ്പ് ഒക്കെ നല്ല ടൂളുകളാണ്. മൈൻഡ് മാപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാം. കുറെ തന്നെ 5-10 കോമ്പറ്റേറ്റീവ്സിന്റെ വെബ്സൈറ്റിന്റെ അഡ്രസ് കൊടുക്കാം. ഒറ്റയടിക്ക് പ്രോസസ് ചെയ്താൽ എല്ലാത്തിനും കൂടി സിംഗിൾ മൈൻഡ് മാപ്പ് ഉണ്ടാക്കാം. അതോടെ അവരുടെ അത്രയും ആളുകളുടെ കവറേജ് നമുക്ക് കിട്ടി. അവരെന്തൊക്കെയാണ് കവർ ചെയ്തിരിക്കുന്നത്, നമുക്ക് നമ്മുടെ വെബ്സൈറ്റിലെ കണ്ടന്റ് അതനുസരിച്ച് പ്ലാൻ ചെയ്യാം. എക്സിസ്റ്റിംഗ് ആൾക്കാർ ഇതൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. അഡീഷണലി നമ്മൾക്ക് ഇതൊക്കെ കവർ ചെയ്യാം. ഇൻഫർമേഷൻ എങ്ങനെ കൊണ്ടുവരാം, കൂടുതൽ ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ കൂടുതൽ പെയിൻ പോയിന്റ്സുകൾ എങ്ങനെയൊക്കെ കവർ ചെയ്യും. ഒരു യൂസർക്ക് കൺവേർട്ട് കൂടി ആണല്ലോ, കൺവേർട്ട് ആകാൻ പാകത്തിന് അവനെ എങ്ങനെയാണ് അവനെ ഇതാക്കാൻ പറ്റുക രീതിയിൽ ആലോചിക്കുക. പിന്നെ നേരത്തെ പറഞ്ഞത് ഇപ്പൊ ഈ ഒരു രീതിയിൽ നമ്മൾ ഒരു പില്ലർ പേജാണ് ഇപ്പോൾ റെഡി ആക്കിയത്. ഇതിന്റെ ഒരു അതോറിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെല്ലാം എഴുതാൻ സാധിക്കും, ഈ ടോപ്പിക്കിൽ എനിക്ക് എന്തെല്ലാം എഴുതാൻ പറ്റും, എൻ്റെ വെബ്സൈറ്റിൽ ഇതിനകത്ത് ഒരു അതോറിറ്റി വർദ്ധിപ്പിക്കാൻ എനിക്ക്. പിന്നെ മെൻഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് പുറത്തുള്ള കണ്ടന്റുകൾ ഞാൻ എന്ത് ചെയ്യും, അതിന് പറ്റിയ പ്ലാറ്റ്ഫോംസ് എന്താണ്. ബാക്ക് ലിങ്ക് ബിൽഡിംഗ് ഒരു കേസ് എല്ലാവരും മനസ്സിലാക്കണം. പണ്ട് അത് റാങ്കിങ് ഫാക്ടർ ആയിരുന്നു, ചെയ്യാനുള്ളത്. ഇപ്പൊ ജ്യൂസ് പാസിംഗ് ഇല്ല. റെലവൻസി മനസ്സിലായി, നമ്മുടെ ഇതുണ്ട് ടോപ്പിക്കൽ റെലവൻസി എന്ന് പറഞ്ഞ റാങ്കിങ് ഫാക്ടർ. ആ റെലവൻസി സ്കോറിലേക്കും ഈറ്റില്ലേ, ട്രസ്റ്റ് എന്നുള്ള ടീയിലേക്കുമുള്ള കോൺട്രിബ്യൂഷൻസ് ആണ് ബാക്ക് ലിങ്കിന്റെ ഡ്യൂട്ടി. ഒരു പേജ്
SEO റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പേജാണെന്ന് വിചാരിക്കുക. ആ പേജിന് SEO റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു പേജിൽ നിന്ന്, അതായത് റെലവെന്റ് ആയ പേജിൽ നിന്ന് ബാക്ക് ലിങ്ക് ആയിക്കഴിഞ്ഞാൽ ഇതിന്റെ ടോപ്പിക് റെലവൻസി വർദ്ധിക്കും. മനസ്സിലായി. പക്ഷെ ആ മറ്റേ പേജ് അത്രത്തോളം റെലവെന്റ് അല്ലാത്തൊരു സ്ഥലത്ത് നിന്നാവുന്ന വിചാരിക്കാം. ഏതെങ്കിലും മറ്റേ പോർച്ചുഗലിൽ ഏതെങ്കിലും ഒരു കുഗ്രാമത്തിൽ അവർ അവരുടെ ഉള്ളിലെ കാര്യങ്ങളെ കുറിച്ച് മാത്രം പറയുന്ന ഒരു ഫോറം, ആ ഫോറത്തിൽ നിന്ന് ഈ കേരളത്തിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഒരു ബാക്ക് ലിങ്ക്. എന്ത് റെലവെന്റ് ആണ് ഇപ്പോഴും ബാക്ക് ലിങ്കിന് പർച്ചേസ് ചെയ്യാൻ നടക്കുന്ന ആൾക്കാർ. ഇവരുടെ എല്ലാത്തിലും പ്രൊഫൈൽ ഇവർ കാണുന്ന ഒരു സിഗ്നൽ ഉണ്ടാവും. ഈ ബാക്ക് ലിങ്ക് ഡിജിറ്റ് പെട്ടെന്ന് റാങ്കിങ് ബൂസ്റ്റ് ഉണ്ടാവും. കുറച്ച് നാളെ കഴിഞ്ഞ് നോക്കിയോ ആ ബാക്ക് ലിങ്കിന് ഗൂഗിൾ കൺസിഡർ ചെയ്യുന്നുണ്ടാവില്ല. സെർച്ചുള്ള ആ ലിങ്കിൽ വാണിജ്യമായിട്ടുണ്ടാവും, താഴേക്ക് പോരുകയും ചെയ്യും. വേറെ മാർഗമില്ല, പിന്നെയും ബാക്ക് ലിങ്ക്. അങ്ങനെ ആ ബാക്ക് ലിങ്കിന്റെ പുറത്ത് ഇങ്ങനെ പോകുന്നതാണ്. ആക്ച്വലി ആ ബാക്ക് ലിങ്കുകളൊന്നും ചെയ്യാതെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ അറിയാം ഈ വെബ്സൈറ്റിൽ ശരിയായ ഈ ഫ്യൂച്ചർ എഐയിൽ ഈ ബാക്ക് ലിങ്ക് സെലക്ട് ചെയ്യുമ്പോഴെന്തൊക്കെ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ SEO എളുപ്പമായിരിക്കും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ല, അതായത് നമ്മൾ SEO പഠിച്ചു കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് SEO അറിയാം എന്നുള്ള ഒരാളെ പോലെ നമ്മൾ പെരുമാറാതിരിക്കാം. അപ്പോൾ ഈ ബാക്ക് ലിങ്കുകൾ നമ്മൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മൾ അതിന്റെ ബിസിനസ് ഓണറാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഹസംബായിക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ കുറച്ച് ആൾക്കാർ വന്നാൽ കച്ചവടം എന്തെങ്കിലുമൊക്കെ നടക്കും. അപ്പോൾ ആൾക്കാർ വരാൻ സാധ്യത ഉള്ളിടത്തൊക്കെ പോയി ഹസംബായി വെബ്സൈറ്റിന്റെ ലിങ്ക് അല്ല വെബ്സൈറ്റിനെ കുറിച്ച് പറയും. കറക്റ്റ് അല്ലേ? അല്ലാതെ ആൾക്കാർ വരാൻ സാധ്യത ഇല്ലാത്തടത്ത് പോയി പറയും ഇല്ല. കാരണം ഹസംബായിക്ക് SEO അറിയൂടാ, അറിഞ്ഞൂടാ, ബാക്ക് ലിങ്ക് അറിഞ്ഞൂടാ. അപ്പൊ ഹസംബായുടെ വെബ്സൈറ്റിലേക്ക് ആളുകൾ വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ പോയി മാത്രമായിരിക്കും ഇതിനെ കുറിച്ച് പറയുന്നത്. ഹസംബായി നോക്കിയപ്പോൾ കോറയിൽ ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ഹസംബായുടെ ബിസിനസിനെ കുറിച്ചാണ്, ആ ഒരു സർവീസിനെ കുറിച്ചാണ്. ഇത് എവിടെ കിട്ടുമെന്നൊക്കെയാണ് അന്വേഷിക്കുന്നത്. ചാൻസ് ഉണ്ട്. അവിടെ പറയുന്നു നമ്മുടെ ബിസിനസിനെ കുറിച്ച് നന്നായിട്ട് പറയാൻ ശ്രമിക്കൂലേ, അല്ല ചുമ്മാ പോയിട്ട് ലിങ്ക് ഇട്ടിട്ട് വരും. എങ്ങനെയെങ്കിലും അവൻ എന്റെ സൈറ്റിലേക്ക് വരണം, അതല്ലേ ചിന്ത. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ആൻസർ കൊടുക്കൂലേ, ക്വാളിറ്റി ആൻസർ അല്ലെ. എന്നിട്ട് വരും. എന്നെ വെറുക്കാതെ വേണം വരാൻ, ഇഷ്ടപ്പെട്ട് വരണം എന്നല്ല ചിന്തിക്കുക. ആ ആൻസർ അങ്ങനത്തെ ആൻസർ ആയിരിക്കും. ഇത് തന്നെ ഒരു SEOക്കാരൻ ബാക്ക് ലിങ്ക് ചെയ്യുന്ന ആൻസർ അങ്ങനത്തെ ആയിരിക്കും. അവൻ ഓടിപ്പോയിട്ട് ആ ലിങ്ക് ഇട്ടിട്ട് ഫോർ മോർ ഡീറ്റെയിൽസ് ഇട്ടിട്ട് പോരും. അവന് ബാക്ക് ലിങ്ക് കിട്ടിയാൽ മതി, കഴിഞ്ഞു, അവന്റെ ജോലി കഴിഞ്ഞു. പക്ഷേ SEO അറിയാത്ത ബിസിനസ് മാത്രം നോക്കുന്ന ഹസംബായിക്ക് അത് ബിസിനസ് കിട്ടാനുള്ള ഒരു സ്ഥലമാണ്. ഇതാണ് റെലവൻസി. റെലവൻ്റ് ആയ സ്ഥലങ്ങളിൽ നമ്മളുടെ വെബ്സൈറ്റിൽ നമ്മളൊരു പർട്ടിക്കുലർ പേജ്, ആ പേജ് നമ്മളൊരു ബന്ധമുണ്ട്. ആ റെലവൻസി സിഗ്നലാണ് ഗൂഗിളിന് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിലേക്ക് റെലവൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമല്ല നമ്മളെക്കുറിച്ച് പറയുകയോ നമ്മുടെ സൈറ്റിലേക്ക് ലിങ്ക് ഇടുകയോ ചെയ്യുന്നതാണ് വാലിഡ് ആയിട്ടുള്ള ബാക്ക് ലിങ്ക്. അപ്പോൾ നമ്മളെക്കുറിച്ച് പറയുന്ന ഡിസ്കഷൻ ഫോറം നല്ലതാണ്. നമ്മളെക്കുറിച്ച് പറയുന്ന ലിങ്ക്ഡിൻ ആർട്ടിക്കിൾസ്, ആ ലിങ്ക്ഡിൻ ആർട്ടിക്കിൾസ് വായിക്കാൻ ആളുകൾ ഉണ്ട്, ലിങ്ക്ഡിൻ ഉണ്ടെങ്കിൽ വാലിഡ് ആണ്. അപ്പൊ അതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് നമുക്ക് പറയാം SEO അറിയാത്ത ഒരാൾ ഇത് ചെയ്യൂലേ? ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞ വെച്ചാൽ ഇങ്ങനത്തെ സമയത്ത് ചില സമയത്ത് നമുക്ക് SEO അറിയാത്ത ആളെ പോലെ ചിന്തിക്കണം. SEO അറിഞ്ഞ നമ്മൾ ചിന്തിക്കുന്നുണ്ടല്ലോ. പോർച്ചുഗലിലെ ഞാൻ ഈ പറഞ്ഞ ഗ്രാമത്തില് അവരുടെ ഒരു സന്ധ്യാപ്രാർത്ഥനയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് പോലും നമ്മൾ ഇവിടത്തെ നമ്മുടെ ഒരു ഇതിനെ കുറിച്ച് പറയും. വരും 20% ഡിസ്കൗണ്ടിന് കടന്നു വരുന്നു പോർച്ചുഗലിൽ, കേരളത്തിലെ ഓഫ്ലൈൻ കോഴ്സിനെ കുറിച്ച്. ഈ റെലവൻസി ഗൂഗിൾ നന്നായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. ടൈം എടുക്കുന്നുണ്ട് അവര്. ഞാൻ എന്റെ ഒബ്സർവേഷനിൽ ടൈം എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ബാക്ക് ലിങ്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് സൈറ്റിന്റെ റാങ്ക് പമ്പ് ചെയ്യുന്നതാണ് പറ്റും പല സൈറ്റുകളും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ മൂക്കുകൂത്തി വീഴും, ഡിവാല്യൂ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് ഒരു സൈഡിൽ ഇങ്ങനത്തെ ബാക്ക് ലിങ്കുകളെ. അതുകൊണ്ട് ഗൂഗിളും പറയുന്ന. അപ്പൊ ബേസിക്കലി നമ്മൾ ബാക്ക് ലിങ്കിന്റെ സ്ട്രാറ്റജി ഇത്ര കൊടുത്താൽ മതി. വളരെ റെലവന്റ് ആയ സ്ഥലങ്ങളിൽ നിന്നാണ് നമുക്ക് ബാക്ക് ലിങ്ക് വരുന്നത്. അവിടെ നിങ്ങൾ ഒരു നിമിഷം ആലോചിക്കുക, ആ സ്ഥലത്ത് എൻ്റെ വെബ്സൈറ്റിന് എൻ്റെ ബിസിനസിനെ കുറിച്ച് പറയുന്നത് എനിക്ക് നേട്ടമുണ്ടോ? അത് കറക്റ്റ് ബാക്ക് ലിങ്കിലായിരിക്കും. ആ സൈറ്റിന്റെ സ്പാം സ്കോറോ ആ സൈറ്റിന്റെ ഇതൊന്നും നോക്കണ്ട. ആ സൈറ്റ് റെലവന്റ് ആണ്, കിട്ടോ. അത് ഈവൻ സോഷ്യൽ മീഡിയയിലാണ് ഇപ്പോൾ. ഈ സോഷ്യൽ മീഡിയ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വരെ സെർച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സോഷ്യൽ SEO എന്തൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്? ബേസിക്കലി ഇപ്പൊ നമ്മള് ശരിക്കും എത്ര ഒരു ശ്രദ്ധിച്ചിട്ടെന്ന് അറിയില്ല. നമ്മുടെ നോർമൽ വെബ്സൈറ്റിന്റെ SEO, നമ്മുടെ ലിങ്ക്ഡിൻ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, ഇതിനകത്തൊക്കെ പബ്ലിഷിങ്ങിന്റെ അവിടുത്തെ അതിനനുസരിച്ച് ഇവിടുത്തെ റാങ്കിങ് മാറുന്നുണ്ട്. മാറുന്നുണ്ട് അതനുസരിച്ച്. അപ്പൊ നമ്മൾ ഈവൻ നമ്മുടെ വെബ്സൈറ്റിൽ നമ്മളൊന്നും പബ്ലിഷ് ചെയ്യുന്നില്ല. നമ്മൾ ലിങ്ക്ഡിനിൽ പോയിട്ട് 1-2 ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യുന്നു.
അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് എന്തൊരു ചെയ്യുന്നു, ഈ സൈറ്റിന്റെ റാങ്കിങ് ബൂസ്റ്റ് ആവുന്നുണ്ട്, ഓക്കെ. കയറുന്നുണ്ട്. അത് നല്ലൊരു പാരാമീറ്റർ ആയിട്ട് അവർ എടുത്തു കഴിഞ്ഞു. ഇന്റർ കണക്റ്റഡ് ആണ്. മനസ്സിലാക്കുന്നത് ഇതിനൊരു മോചനമൊന്നുമില്ല, ആൾക്കാർ ഇനി ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇതൊക്കെ ഒരു കമ്പനിയുടെ തന്നെ ഒരു ആക്ടിവിറ്റി. നമുക്ക് ശരിക്കും പറഞ്ഞാൽ അവരുടെ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റി നിലവിൽ ഇപ്പോൾ ഒരു കമ്പനിയെ ഉണ്ടോ ഇല്ലെന്ന് എങ്ങനെ അറിയും? നമ്മളൊരു മനുഷ്യൻ എങ്ങനെ അറിയും ഈ കമ്പനി ഇപ്പോൾ നിലവിൽ വർക്ക് ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ ബൈക്ക് ഒരു ജോലി കിട്ടി ബാംഗ്ലൂരിൽ, ആ കമ്പനിയുടെ സൈറ്റ് എടുത്ത് നോക്കി, സൈറ്റ് എല്ലാവർക്കും ഉണ്ടാകാലോ, സൈറ്റ് ഉണ്ടാക്കിയെടുത്ത് സൈറ്റ് ഒക്കെ ഇട്ടു, സോഷ്യൽ മീഡിയ എടുത്ത് നോക്കി, ഇൻസ്റ്റാഗ്രാം 2021 ലാസ്റ്റ് അപ്ഡേറ്റ്. എന്തോ ഇതെന്തായിപ്പോ ഇത് ഞാൻ ഇന്നലെയും കേട്ടായിരുന്നു ഒരാള്. ജസ്റ്റ് തലേ ദിവസം അപ്ഡേഷൻ അറിയേണ്ടല്ലോ, ഒരു കോൺഫിഡൻസ് ഒന്നുമില്ല. അപ്പൊ എന്ത് ലൈവാണ് എന്ന സിഗ്നൽസ്. അപ്പൊ അത് എവിടെയും അഫക്റ്റ് ചെയ്യും ഇതിനെ. അപ്പൊ അതൊക്കെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഇനിയത്തെ കാലത്ത് നമ്മൾ SEO ചെയ്യുന്നത് ഒരു കമ്പനി ഒരു ബിസിനസ്സിന് കുറച്ച് ബിസിനസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, കച്ചവടം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ മൈൻഡ് നമുക്ക് വേണം. ഇത് ഓരോന്നും ഒറ്റക്ക് നിന്ന് പട ജയിക്കാനുള്ളതല്ല. ആ ഒരു മൈൻഡ് പലർക്കും ഇല്ല. ഒറ്റക്ക് നിന്ന് പട ജയിക്കാൻ പറ്റില്ല. അതായത് ഒരു വെബ്സൈറ്റ് ഒറ്റക്ക് എന്നല്ല, SEO എന്ന് പറഞ്ഞ വെബ്സൈറ്റും സോഷ്യൽ മീഡിയയും എല്ലാം കൂടി ചേർന്നതാണ്. ഈവൻ അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞാലും അതിനകത്ത് SEO ഉണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് ലാൻഡിംഗ് പേജിലേക്കായിരിക്കും. ഇത് ഈക്വലി പോകണം. ചില ക്ലയൻസിന് ഈ പറഞ്ഞ പോലെ ആഡ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടാവില്ല. എന്നാൽ പോലും നമ്മൾ വെറുതെ വെബ്സൈറ്റും അതും മാത്രമേ ഞാൻ ചെയ്യൂ എന്ന് പറയുന്നത് അത് SEOന്റെ പാട്ടിലല്ല. നമ്മൾ അവരുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ അടക്കം നമ്മൾ ഹാൻഡിൽ ചെയ്യണം എന്നാണ് ഞാൻ പറയാം. ആ കമ്പനിയുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ അവിടെ വരേണ്ട കണ്ടന്റ് അടക്കം SEOന്റെ ഭാഗത്തിലാക്കണം. നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ പോകേണ്ട കണ്ടന്റുകൾ അത് നമ്മുടെ SEOന്റെ ഒരു ബുദ്ധി കൂടി അതിനകത്ത് അപ്ലൈ ചെയ്യണം. നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക്കുകൾ. കാരണം നിങ്ങൾ ChatGPT-യിലോ DeepSeek-ലൊക്കെ സെർച്ച് ചെയ്യുമെങ്കിൽ ഈ കാണിക്കൂല അവൻ ആ കീവേഡ്സിന് ഡിഫറെന്റ് അവന്റെ ഡിഫറെന്റ് സെർച്ചസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ആളുകളെ കുറിച്ച് സെർച്ച് ചെയ്യുമ്പോൾ എത്ര പോഡ്കാസ്റ്റുകളിൽ ഇയാളുണ്ടെന്ന് നോക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാക്കുന്നത്. ശ്രദ്ധിച്ചോ? ആളുകളെ കുറിച്ച് അവനെ അനലൈസ് ചെയ്യുന്നതിൽ അയാൾ എത്ര പോഡ്കാസ്റ്റുകളിൽ ഉണ്ട് എന്നുള്ളത് അയാളുടെ ഇത് കാണിക്കുന്നുണ്ട്. SEOന്റെ ഭാഗത്തിൽ വന്നോ, മെൻഷൻസ് വന്നോ? അപ്പൊ ആ കമ്പനിയെ കുറിച്ച് മറ്റു കമ്പനികൾ എത്ര പറയുന്നുണ്ട്, മറ്റെത്ര ലിസ്റ്റിക്സിൽ അവനുണ്ട്, ഇയാൾ എത്ര പോഡ്കാസ്റ്റിലുണ്ട്, ഇയാൾ എത്ര വീഡിയോസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, അയാൾ ജേണൽസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ, PDF എഴുതൂ, ബുക്കുകൾ കൊണ്ട് ബുക്കുകൾ എഴുതിക്കൂ, ഇടൂ നെറ്റിൽ നമ്മുടെ ബുക്കുകൾ ജേണൽസ്. അപ്പൊ ഞാൻ ആരായി? എല്ലാം SEOന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് വെബ്സൈറ്റ് തുടക്കത്തിൽ നമ്മൾ ചെയ്യുന്നു, എന്നിട്ട് ഒരു 5-6 ലാൻഡിംഗ് പേജ് ഉണ്ടാക്കി വെച്ചിട്ട് ഒരു മാസത്തിൽ 4 ആർട്ടിക്കിൾ അല്ലെങ്കിൽ മാസത്തിൽ 8 ആർട്ടിക്കിൾ കഴിഞ്ഞു എന്റെ SEO എന്ന് പറയുന്നത് അല്ല. അതിനൊരു ഇതുണ്ട്. ഈ പറഞ്ഞ ഒരു ബിസിനസ് മനസ്സിലാക്കി അവന് ബിസിനസ് കിട്ടണം. അതിന് അതിൻ്റെ ഒരു ഫ്ലോറിൽ അതിന്റെ ലിങ്ക്ഡിനും സോഷ്യൽ മീഡിയ ഹാൻഡിൽസും ഇതും എല്ലാം അവന് ബിസിനസ് കിട്ടാൻ സാധ്യതയുള്ള സ്ഥലത്തൊക്കെ പോയിട്ട് അവനെ കൊണ്ട് മിക്ക ആൾക്കാരും ഞാൻ പറയട്ടെ, മിക്ക ആൾക്കാരും ഇങ്ങനെ ആയിരിക്കും. മാസത്തിൽ 4 ആർട്ടിക്കിൾ എത്രയാണ് നമ്പർ എന്ന് അറിയില്ല, ഞാൻ ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും 50 ബുക്ക് മാർക്കിംഗ്, 28 ഇമേജ് സബ്മിഷൻ, പുറത്ത് ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ. ഇതല്ല സംഭവം. ഇതെല്ലാം അവസാനിച്ചു. ഇനിയത്തെ കാലത്ത് ഇവർക്ക് നിലനിൽപ്പില്ല. വിതിൻ 1 ഇയറിനുള്ളിൽ ഇവരൊക്കെ വാണിഷായി ഈ സംഭവങ്ങളൊക്കെ ചെയ്യുന്നു. കാരണം ഈ ബാക്ക്ലിങ്കുകളുടെ കാര്യമൊന്നും ഇവനറിയില്ലല്ലോ. ഒന്ന് ആലോചിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ കേസിൽ ഇവിടെ നടക്കുന്ന ഒരു സർവീസ് പോർച്ചുഗലിൽ അവിടെ കിടക്കുന്ന വെബ്സൈറ്റിൽ നമുക്കുള്ള ബാക്ക്ലിങ്ക് എയുടെ സെർച്ചിൽ എവിടെയും ആ പോർച്ചുഗലിലെ സൈറ്റ് കാണൂല. അവൻ എയുടെ സെർച്ചസിൽ നമ്മുടെ ബാക്ക്ലിങ്കുകളൊന്നും കണ്ടിട്ടില്ല. അപ്പൊ അതൊക്കെ പോയി അവനാവശ്യമില്ലത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ അവന്റെ സെർച്ചസിൽ അവന് കാണുന്ന സ്ഥലത്തൊക്കെ പോയിട്ടാണ് നമ്മളെ കുറിച്ച് പറയാം. നേരത്തെ നമ്മൾ നമ്മുടെ ബിസിനസ്സിന് വരാൻ ബിസിനസ് കിട്ടാൻ സാധ്യതയുള്ളിടത്ത് മാത്രം നമ്മൾ പോയി സംസാരിക്കും. അത് തന്നെയാണ് ശരിയായ ബാക്ക്ലിങ്ക്, വേറെ ഒന്നുമില്ല. ചില സമയത്ത് ചില വൻകിട സൈറ്റ് ഉണ്ടാവും, അവിടെ നമുക്ക് തോന്നുന്നു നമ്മളെ കുറിച്ച് അവിടെ പറഞ്ഞാൽ കൊള്ളാം, 4 ബിസിനസ് കിട്ടും, ചിലപ്പോൾ ഒരു അന്തസ്സാണെന്നൊക്കെ തോന്നും നമ്മളെ കുറിച്ച്. ആ സൈറ്റിൽ എന്ന് പറഞ്ഞാൽ അന്തസ്സാണ്. അങ്ങനത്തെ സമയത്തൊക്കെ നമ്മൾ ഔട്ട്റീച്ച് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. നമ്മളങ്ങനെ ഔട്ട്റീച്ച് ചെയ്യും. നിങ്ങളുടെ സൈറ്റിൽ എന്നെ കുറിച്ചൊന്നും പരാമർശിച്ചാൽ നമുക്കൊരു ഇത് കിട്ടും. അവൻ ചോദിക്കണം എനിക്കൊരു 30,000 വന്നാൽ ഞാൻ തെറ്റില്ല. കാരണം റെലവൻ്റ് ആണ്, ആവശ്യമാണ്, സ്പാം ചെയ്യരുത്. മനസ്സിലായി.
അപ്പോൾ ഇനിയുള്ള കാലത്ത് SEOയും PR-ഉം കൂടെയൊക്കെ ഒന്ന് കമ്പൈൻ ചെയ്ത് എല്ലാം കൂടി ചേർന്നിട്ട് ചെയ്യണം. ഓക്കെ ഒറ്റക്ക് നിൽക്കാൻ കൂറ്റുപോകും ഓക്കെ ഓക്കെ ഇങ്ങനത്തെ കാര്യം. നമുക്ക് ഇത് PR എങ്ങനെ പ്രോപ്പർലി ഒന്ന് പ്ലാൻ ചെയ്ത് ചെയ്യാം നമുക്ക്? ഏത് ഡിജിറ്റൽ PR? അതെ, ഡിജിറ്റൽ PR അല്ലാത്ത. അപ്പോൾ ഈ SEO ആർട്ടിക്കിൾ വെച്ച് തന്നെ നമുക്ക് PR-ഉം പ്ലാൻ ചെയ്യാൻ പറ്റില്ലേ? പറ്റും. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടഫായിട്ടുള്ള സംഭവമാണ് ശരിക്കും. ഓക്കെ. അതായത് നമ്മൾ ശരിക്കും മറ്റുള്ളവരാൽ മെൻഷൻ ചെയ്യപ്പെടുക എന്നുള്ളതാണ് അതെ. ബേസിക്കലി. പിന്നെ മറ്റുള്ളവരിലേക്കുള്ള റീച്ച് നമുക്ക് കൂടുക എന്നുള്ളതും ആണ്. അത് പലപ്പോഴും നമുക്കൊരു ഇൻസ്റ്റന്റ് ആയിട്ടൊക്കെ ചില കാര്യങ്ങളോടൊക്കെ പ്രതികരിക്കേണ്ടി വരുന്ന ചില ടൈപ്പ് ആർട്ടിക്കിൾസ് ഒക്കെ എഴുതുക, ചില റീസെന്റ് നടന്ന ഒരു സംഭവത്തിനെ കുറിച്ച്. അത് ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. വീഡിയോ കോൺഫറൻസ് അവിടെ റീസെന്റ് ഒരു സംഭവം നടന്നു, നമ്മുടെ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എക്സാമ്പിൾ പെട്ടെന്ന് ഞാൻ ഈ പറഞ്ഞ നേരത്തെ മൈക്രോസോഫ്റ്റ് കുറേ ആൾക്കാരെ പറഞ്ഞു കൊടുത്തു, $500 മില്യൺ അവർ പ്രോഫിറ്റ് എടുക്കും. അപ്പോൾ ഞാൻ പെട്ടെന്ന് കയറി ഒരു വീഡിയോ എടുക്കും. എല്ലാവരും കാര്യം ഏതാണ്ട് കട്ടപ്പോയാണ്. 500 മില്യൺ കാണാം ആൾക്കാരെ പറഞ്ഞു. അറിയാതെ ഇനി ഒരു രക്ഷയില്ല, ഇത്രയും പെട്ടെന്ന് പഠിക്കാൻ വരും, ഒരു പഠിക്കാൻ വരും എന്ന് പറയുന്ന ഒരു സംഭവം വിചാരിക്കും. ഇത് ഏകദേശം ഒരു ഡിജിറ്റൽ PR-ന്റെ ഒരു ഇതാണ്. ഞാൻ റെസ്പോണ്ട് ചെയ്തിരിക്കുന്നത് റീസെന്റ് ഉള്ള നടന്ന ഒരു ഇൻസിഡന്റിനോടാണ്. ഇത് ആൾക്കാരെ ഏറ്റെടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് കുറെ ആൾക്കാർ മെൻഷൻ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അല്ലാതെ വേറൊരു സംഭവത്തിൽ കയറി ഞാൻ അഭിപ്രായം പറയുക. ഒരു റീസെന്റ്ലി ഒരു ഏരിയയിൽ ഒരു സംഭവം നടന്നു, അപ്പൊ ഞാൻ ചാടി കയറി പറയുന്നു അത് അങ്ങനെയല്ല, അത് ഇങ്ങനെയാണ്, അതല്ല അത് അങ്ങനെയാണ് എന്തെന്ന് പറയുമ്പോൾ കുറെ ആൾക്കാർ എന്റെ പറയുക വരും, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം. കാരണം ശ്രദ്ധിക്കപ്പെടും. റീസെന്റ് അതിനെക്കുറിച്ച് ഡിസ്കഷൻ നടത്തുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ PR വർക്ക് എന്നുള്ള ആ ഒരു ഏരിയയിൽ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതിൽ കുറച്ചൊക്കെ ഇങ്ങനെ ചെയ്യും. വളരെ പണ്ടേ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്, പണ്ട് തുടങ്ങിയുള്ള ഒരു പരിപാടിയുണ്ട്. ടാക്ടിക്സ് സമ്പാദിക്കാൻ അറിയാൻ പറ്റും. നമ്മൾക്ക് കുറച്ച് ബാക്ക് ലിങ്കുകൾ വേണമെന്ന് വിചാരിക്കാം. കുറെ റിസോർട്ടുകളുടെ സൈറ്റിൽ നിന്നാണ് നമുക്ക് ബാക്ക് ലിങ്ക് വേണമെന്ന് വിചാരിക്കാം. പണ്ടേ ഉള്ള പരിപാടിയുണ്ട്, ഇപ്പോഴെല്ലാം വർഷങ്ങൾക്ക് മുമ്പുള്ള പരിപാടിയാ. അപ്പോ ഒറ്റ കൈക്ക് നമുക്ക് ബാക്ക് ലിങ്കുകൾ കിട്ടുന്നില്ല, ഈ ഓരോരുത്തർക്കും കിട്ടുന്നില്ല. അപ്പൊ ഒറ്റ കൈക്ക് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മളൊരു ആർട്ടിക്കിൾ അങ്ങോട്ട് എടുക്കും നമ്മുടെ വെബ്സൈറ്റിൽ. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇന്ത്യയിൽ മലയുടെ മണ്ടക്കുള്ളയിൽ വെച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള സ്വിമ്മിംഗ് പൂളുകളുള്ള ഏറ്റവും 35 നല്ല റിസോർട്ടുകൾ ലിസ്റ്റ് ഞാൻ എഴുതുന്നു. ഈ 35 റിസോർട്ടുകൾ ഇങ്ങനെ ഇട്ടിട്ട് 35 റിസോർട്ടുകൾക്കും ഞാൻ ഈ വെബ്സൈറ്റിന് ലിങ്ക് അയച്ചു കൊടുക്കും. കൺഗ്രാജുലേഷൻസ്, നിങ്ങൾ ടോപ്പിൽ, ഇന്ത്യയിലെ ടോപ്പിൽ പെട്ടിരിക്കും. നിങ്ങൾക്കിത് നിങ്ങളുടെ വിസിറ്റേഴ്സായിട്ട് പങ്കുവയ്ക്കാം. ഈ കാര്യം നിങ്ങൾക്ക് സൈറ്റിൽ പബ്ലിഷ് ചെയ്യാം. ഈ 35 എണ്ണത്തിൽ ചിലവർ ചെയ്യില്ല, പക്ഷെ അതിനകത്ത് ഒരു 10-15 പേരെങ്കിലും അത് വലിയ കാര്യമായിട്ട് എടുക്കും. ഞങ്ങൾ ലിസ്റ്റഡ് ആയിരിക്കും, ഇന്ത്യയിലെ ടോപ്പ് 35 ഞങ്ങൾ ലിസ്റ്റഡ് ആയിരിക്കും, ബാക്ക്ലിങ്ക് കിട്ടി. ഇത് പക്ഷെ ഇപ്പോഴുള്ള സ്ട്രാറ്റജി കേട്ടോ, പണ്ടേ ഉള്ള സ്ട്രാറ്റജി. ഒരു രക്ഷയില്ലെങ്കിൽ അവരെ കുറിച്ച് എഴുതും, അവരെ കുറിച്ച് എഴുതിയാലേ അത് എടുക്കൂല. ഇപ്പൊ തന്നെ ആലോചിക്കും, ഒരു കൊടുത്ത് പറയുകയാണ് കേരളത്തിലെ ഏറ്റവും മികച്ച ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് 3 ആൾക്കാർ. നമ്പർ 1 ഹസൻ. എന്നിട്ട് ഹസനിന്റെ അടുത്ത് പറയുന്നത് വിചാരിക്കാം, അവന് അടുത്ത മാസം ഉണ്ടല്ലോ, ഈ മാസം വേറൊരുത്തരാണെന്ന് പറഞ്ഞ് വേറൊരുത്തിന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ടാവും. പക്ഷെ നടക്കും. ചില സമയത്ത് നമ്മള് ഒപ്പോണൻസിനെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളത് സ്ട്രാറ്റജിയാണ്. ഇപ്പൊ ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ കൊളാബറേറ്റീവ് നടക്കില്ല. കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞ സാധനമേ മാറി, എല്ലാവരും ഒരു കൊളാബറേഷൻ്റെ ഒരു ഇതിലോട്ട് പുഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ താങ്ക് യു ഇത്രയും നേരം.